സുജയ പാർവതി എന്ന ശക്തയായ മാധ്യമ പ്രവർത്തകയെ ജേർണലിസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ സുജയ പാർവതി എന്ന വ്യക്തിയെ പറ്റി കൂടുതൽ മനസ്സിലാക്കാനും അറിയാനും പരിചയപ്പെടാനുമാണ് ഇന്ന് ഞാൻ ശ്രമിക്കുന്നത്. വെൽക്കം സുജയ. താങ്ക് യു. അപ്പോൾ നമ്മൾ തുടങ്ങുന്നത് തന്നെ 2023 എന്നുള്ള വർഷത്തിലായിക്കോട്ടെ. എങ്ങനെയുണ്ട് 2023 ആസ് സച്ച്? 2023 തുടക്കം തന്നെ എൻ്റെ ഒരു കരിയർ ചേഞ്ച് ആണ് എനിക്ക് സംഭവിച്ചത്. കരിയർ ചേഞ്ച് എന്ന് പറഞ്ഞാൽ സ്ഥാപനം മാറുന്നു, പുതിയൊരു സ്ഥാപനത്തിലേക്ക് വരുന്നു. അങ്ങനെ എനിക്ക് വളരെ പോസിറ്റീവാണ്. കാരണം ഞാൻ നെഗറ്റീവിലേക്ക് അധികം ഫോക്കസ് ചെയ്യാറില്ല. എന്താണോ മുന്നിലുള്ളത്, അടുത്ത പോസിറ്റീവ് ആസ്പെക്ട് എന്താണ് എന്ന് നോക്കി അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു രീതി. ഇതുവരെ അങ്ങനെയായിരുന്നു. 2023 ഡിഫറെൻ്റ് അല്ല. ഇനിയും അങ്ങോട്ട് മുന്നോട്ട് പോസിറ്റീവായ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന പ്രതീക്ഷയിൽ 2023 ഒരു ഫസ്റ്റ് ഹാഫ് പിന്നിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, 23 നമ്മൾ തുടങ്ങി. പക്ഷേ ഒരു കരിയർ ഗ്രോത്തിനെ പറ്റി മനസ്സിലാക്കുകയാണെങ്കിൽ കുറച്ച് 10-16 വർഷം പുറകിലേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ടല്ലേ? തുടക്കം കുറിച്ചുള്ള കാര്യങ്ങൾ സുജയ പാർവതിയെ പറ്റി റിസർച്ച് ചെയ്യാനായിട്ട് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത സമയത്ത് എനിക്ക് ഇൻഫർമേഷൻസ് ഒന്നും കിട്ടിയില്ല. വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും ഇൻഫർമേഷൻസും മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ആസ് എ പേഴ്സൺ നമുക്ക് ആർക്കും തന്നെ അധികം പിടി തരാത്തൊരു വ്യക്തിയാണ്. പിടി തരാതെ വെച്ചിരിക്കുന്നതാണോ? ഞാൻ ഇതുവരെ ഇന്റർവ്യൂസ് കൊടുത്തിട്ടില്ല. പ്രത്യേകിച്ചും അങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുക്കാൻ നമ്മളായി എന്നൊക്കെ നമുക്ക് തോന്നണ്ടേ? ഇപ്പൊ അങ്ങനെ തോന്നിയിട്ടല്ല കേട്ടോ. ഇത് എന്നെ വിളിച്ചത് നിങ്ങളുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ നിന്ന് അപ്രോച്ച് ചെയ്ത ആ ഒരു രീതി എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്. പിന്നെ എൻ്റെ സ്ഥാപനം, ഞാൻ ജോലി ചെയ്ത സ്ഥാപനം, അത് പൂർണ്ണമായും അനുവദിച്ചത് കൊണ്ട് കൂടിയാണ്. അപ്പോൾ ദ ഹോൾ ക്രെഡിറ്റ് ഗോസ് ടു മൈ ഓർഗനൈസേഷൻ. ഒരു കരിയർ ഓറിയന്റഡ് വിമൻ അവർ എവിടെ പ്ലേസ്ഡ് ആകുന്നു എന്നുള്ളത് ഈ പറഞ്ഞ പോലെ അവർ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മുടെ ഗ്രോത്ത് എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് ആ ഒരു നമ്മളെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ ഒരു കോർപ്പറേറ്റുകളും കൂടെ ആയിരിക്കും. ഒരുപാട് സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു ജേർണിയെ കുറിച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് അറിയണമെന്നുണ്ട്. തുടങ്ങിയതും ചെറുതാണോ വേണ്ടത്? കുറച്ച് നീണ്ടത് തന്നെ ആയിക്കോട്ടെ, കേൾക്കാനായിട്ട് ഞാൻ റെഡിയാണ്. കാരണം അതിനകത്തുനിന്നായിരിക്കും എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻസ് കിട്ടുന്നതും കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാൻ പറ്റുന്നത്. അതെ, ഞാൻ കുറച്ച് വർഷം പിന്നിലേക്ക് പോകാമെന്ന് കരുതുന്നു. അതായത് എൻ്റെ ഒരു ഡിഗ്രി ഞാൻ പഠിച്ച് പൂർത്തിയാക്കിയത് സെന്റ് വർക്ക്മാൻസ് കോളേജിലാണ്, ചങ്ങനാശ്ശേരി. ആ ഡിഗ്രി ഫൈനൽ ഇയർ കഴിഞ്ഞപ്പോഴാണ് മാധ്യമ പ്രവർത്തനത്തിലേക്ക് തന്നെ, അതും ദൃശ്യമാധ്യമ പ്രവർത്തനത്തിലേക്കെന്ന് ഞാൻ പൂർണ്ണമായും തീരുമാനിക്കുന്നു. അതിനു മുൻപ് ഒരു ഭാഗികമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിവിൽ സർവീസ് അല്ലെങ്കിൽ ജേർണലിസം, അങ്ങനെ ഒരു 2 ഓപ്ഷനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു. പക്ഷേ തേർഡ് ഇയർ ആയപ്പോഴേക്കും എനിക്ക് മനസ്സിലായി എൻ്റെ വഴി ഇതാണ്. അപ്പൊ ഏൻ വഴി ഇത് തീരുമാനിച്ചു. പിന്നെ ആ വഴിയിലോട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ എനിക്കൊരു നല്ല ഓപ്പണിംഗ് കിട്ടിയ ദൂരദർശനിലാണ്. PGക്ക് ഞാൻ MCJ, മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം, കാര്യവട്ടം ക്യാമ്പസിലാണ് ചെയ്തത്. അവിടെ PGക്ക് ജോയിൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിന് തൊട്ട് മുൻപാണ് ദൂരദർശനിൽ നിന്ന് ലൈവായിട്ടൊരു ഷോ, വീട്ടുവിശേഷം എന്ന് പറയുന്ന ഒരു ഇന്റർവ്യൂ പ്രോഗ്രാം. ഇതുപോലെ തന്നെ അതെ, എന്റർടൈൻമെന്റ് എന്ന് പറയാൻ കഴിയില്ല, സീരിയസ് ആയിട്ടുള്ള ഗസ്റ്റുകൾ, അതായത് ഡോക്ടേഴ്സ്, അതുപോലെ വിദ്യാഭ്യാസ വിദഗ്ധർ, അങ്ങനെയുള്ളവരൊക്കെ ഒരു 1 hour ഷോ ആണ്. വൈകിട്ട് 5 മുതൽ 6 വരെ ലൈവായി പോകുന്ന ഒരു ഷോ. അതിലൂടെയാണ് ആദ്യമായി ഞാൻ ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരുന്നത്. അതിനു മുൻപൊക്കെ ആങ്കറിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ലൈവിൽ വരുന്നത് ആദ്യമായി ദൂരദർശനിലൂടെയാണ്. അപ്പോൾ എൻ്റെ ഒരു തുടക്കം, അല്ലെങ്കിൽ ഞാൻ ഇന്ന് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ തുടക്കമിട്ട ദൂരദർശനോടാണ് എനിക്ക് ആദ്യത്തെ നന്ദി. കാരണം ആ ഒരു ഫ്രെയിം ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടില്ലായിരുന്നു. അപ്പോൾ വീട്ടുവിശേഷം എന്ന് പറയുന്ന ആ പരിപാടിയിലൂടെയാണ് തുടങ്ങുന്നത്. അത് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു, ഗസ്റ്റുമായിട്ട് സംസാരിക്കുന്നു. ഇപ്പൊ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നില്ലേ? അപ്പൊ ഇത് 2007 സംഭവിച്ചത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് 16ാമത്തെ വർഷമാണ്. ഡിഗ്രി ഫൈനൽ ഇയറിൽ തൊട്ട് തുടങ്ങിയ ആ ഒരു യാത്ര ഇവിടെ വരെ എത്തി നിൽക്കുന്നു. അതിനിടയിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തു. പോസ്റ്റ് ഗ്രാജുവേഷന്റെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോഴാണ് ആദ്യമായി ഒരു ന്യൂസ് ചാനലിൽ വർക്ക് ചെയ്യുന്നത്. കൈരളിയിലാണ്, കൈരളി പീപ്പിളിലാണ് ന്യൂസ് ചാനലായിട്ട് ഞാൻ ആദ്യമായിട്ട് ജോലി ചെയ്യുന്നത്. അവിടെ ഒരു ട്രെയിനിയായി തുടങ്ങി പടിപടിയായി കയറിയാണ് ഇന്നിപ്പോൾ റിപ്പോർട്ടറിന്റെ കോർഡിനേറ്റിംഗ് എഡിറ്ററായിട്ട് എത്തി നിൽക്കുന്നത്. അതിനിടയിൽ കൈരളിയിൽ നിന്ന് ജീവൻ ടിവിയിലേക്ക് പോയി. ജീവൻ ടിവിയിൽ ഡൽഹിയിലായിരുന്നു ജോലി ചെയ്തത്. ഡെസ്കിലും 1 മാസം ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ ഡൽഹി ബ്യൂറോയുടെ ചുമതലയായിരുന്നു. ഡൽഹി ബ്യൂറോയിലേക്ക് ആ ഒരു ബ്യൂറോ സിംഗിൾ ബ്യൂറോ ആണ്, ഒരാൾ തന്നെ നോക്കണം. കാരണം ന്യൂസ് ചാനലല്ല. പിന്നെ അവിടുത്തെ വിഭവശേഷി, അവരുടെ സൗകര്യങ്ങൾ, അതൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി ചെയ്യുക എന്നുള്ളതാണ്. അതിൽ എന്നെ കൊണ്ട് പറ്റുന്നത്ര ഞാൻ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ നാഷണൽ പൊളിറ്റിക്സ് അതിലേക്കൊക്കെ ഒരു താല്പര്യം വരുന്നത്. കൈരളി ടിവിയുടെയും ഡൽഹി ബ്യൂറോയിൽ ജോലി ചെയ്ത ഒരു പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കൈരളി ടിവിയിലെ ജോലി ചെയ്തത് കണ്ടിട്ടാണ് ജീവൻ ടിവിയിലേക്ക് വിളിച്ചത്. അപ്പോൾ ജീവൻ ടിവിയിലേക്ക് പോകുന്നു, സെക്കൻഡ് ചാനൽ. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കാണ് റിപ്പോർട്ടർ എന്ന ന്യൂസ് ചാനൽ MV നികേഷ് കുമാർ സാറ് തുടങ്ങുന്നത്. അപ്പോൾ സാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ചൈൽഡ്ഹുഡ് തൊട്ടേയുള്ള ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ട് നിൽക്കുന്ന സാറിന്റെ ആ ഒരു ഇന്ത്യ വിഷൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ +1 പഠിക്കുകയാണ്. ഇപ്പോഴും ഞാനത് സാറിനോട് പറയും, അന്ന് +1 പഠിച്ചു. ഇന്നിപ്പോൾ എഡിറ്റോറിയൽ ടേബിളിൽ ഇരുന്നിട്ട് മിഡ് എഡിറ്റേഴ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുമ്പോൾ അപ്പോൾ സാർ പക്ഷേ ആ ഒരു കെയറും കൺസേണും ഒക്കെ അന്ന് ഞാൻ ജോയിൻ ചെയ്തപ്പോഴും ഉണ്ട്. ഇപ്പോൾ തിരിച്ച് റിപ്പോർട്ടറിൽ വന്നപ്പോഴും നികേഷ് സാർ ഒട്ടും മാറിയിട്ടില്ല. സാറിന്റെ എന്നോടുള്ള ആറ്റിറ്റ്യൂഡ് മാറിയിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള കുറെ നല്ല മനുഷ്യർക്കൊപ്പം ജോലി ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്
എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം. റിപ്പോർട്ടറിന്റെ തുടക്കകാലത്ത്, അതായത് റിപ്പോർട്ടർ 2011 തുടങ്ങുമ്പോൾ അതിന്റെ ഭാഗമാകാൻ പറ്റി. 1 വർഷമാണ് ഞാൻ അവിടെ ജോലി ചെയ്തത്. അപ്പോഴേക്കുമാണ് എനിക്ക് നമ്മൾ സ്വപ്നം കാണുന്ന സ്ഥാപനം, അതായത് ജേർണലിസ്റ്റിലേക്ക് വരുമ്പോൾ സ്വപ്നം കാണുന്ന ഒരു സ്ഥാപനം ഏഷ്യാനെറ്റ് ന്യൂസ് ആണ്. അപ്പൊ അവിടെ ഒരു അവസരം വന്നു. ലാറ്ററൽ എൻട്രിയിലൂടെ അവിടെ ജോലിക്ക് കയറി, ബ്രോഡ്കാസ്റ്റ് ജേർണലിസ്റ്റ് ആയിട്ട് ജോലിക്ക് കയറി. 2012 തുടക്കത്തിലാണ്. അതിനിടയിൽ കല്യാണം കഴിഞ്ഞു, കുഞ്ഞായി. കുഞ്ഞിനൊരു 4-5 മാസം പ്രായമായിട്ടുള്ള കൈക്കുഞ്ഞുമായിട്ടാണ് ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഇന്റർവ്യൂവിന് പോകുന്നത്. അവിടുത്തെ ഫസ്റ്റ് അസൈൻമെന്റ് എന്ന് പറയുന്നത് നല്ല ഒരു ചലഞ്ചിങ് ആയിരുന്നു. അപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് പറയുന്നത്, ഞാൻ ദൂരദർശനെ കുറിച്ച് പറഞ്ഞതുപോലെ, റിപ്പോർട്ടർ എന്ന് പറയുന്ന ഒരു പുതിയ സ്ഥാപനത്തിന്റെ തുടക്കത്തിൽ അതിന്റെ ഒപ്പം ചേരാൻ പറ്റി. എങ്ങനെയാണ് ഒരു സ്ഥാപനം തുടങ്ങുന്നത്, അതിന്റെ ചലഞ്ചസ് എന്തൊക്കെയാണ്, അതൊക്കെ മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെ ഓരോന്നും എനിക്കൊരു പാഠശാല എന്ന് പറയാലോ, അതായിരുന്നു. എല്ലായിടത്തുനിന്നും ഞാൻ എന്നെ തന്നെ ട്രെയിൻ ചെയ്തെടുക്കുകയായിരുന്നു. 2011 റിപ്പോർട്ടറിൽ പോയ സുജയ പാർവതി അല്ല ഇന്ന് 2023 റിപ്പോർട്ടറിൽ ജോയിൻ ചെയ്ത സുജയ പാർവതി. അതിനിടയിലുള്ള വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ ഫൈൻ ട്യൂൺ ചെയ്തെടുക്കുക. ഇതുപോലെയുള്ള എം.വി. നികേഷ് കുമാർ ആകട്ടെ, എൻ.പി. ചന്ദ്രശേഖരൻ ആകട്ടെ, ടി.എൻ. ഗോപകുമാർ ആകട്ടെ, വിനു ബി ജോൺ ആകട്ടെ, സിന്ധു സൂര്യകുമാർ ആകട്ടെ, അങ്ങനെ ഒരുപാട് നല്ല ആളുകൾക്കൊപ്പം, അതായത് ആ ഫീൽഡിൽ കൃത്യമായിട്ടൊരു ഇടം ഉണ്ടാക്കിയെടുത്ത ആളുകൾക്കൊപ്പം ജോലി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് എന്നെയും ട്യൂൺ ചെയ്തെടുക്കുന്നതിനകത്ത് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിൽ അളകനന്ദ ചേച്ചിയൊക്കെ വാർത്ത വായിക്കുന്നത് വീട്ടിലിരുന്ന് കുട്ടിക്കാലത്ത് കണ്ട എനിക്ക് ആദ്യമായിട്ടൊരു മോർണിംഗ് ഷോ ചേച്ചിയുടെ കൂടെ ചെയ്യാനായിട്ടൊക്കെ, അന്ന് വാർത്താ പ്രഭാതം എന്ന് പറയുന്ന മോർണിംഗ് ഷോ തുടങ്ങുമ്പോഴത്തേക്കും അതിൽ ഞാൻ കണ്ട് ആരാധിച്ച വ്യക്തിക്കൊപ്പം എന്നെ ആ പാനലിലേക്ക് ഇട്ട TNG-യോടൊക്കെയുള്ള നന്ദി എന്ന് പറഞ്ഞാൽ ചെറുതല്ല. കാരണം അതൊക്കെ ഒരു പരീക്ഷണമാണ്. ഒരു കൊച്ചിനെ ഇത്രയും വലിയ ആളുകൾക്ക് പ്ലേസ് ചെയ്യാണ്. അപ്പൊ അവരൊക്കെ പിടിച്ചു നടത്തിയതാണ് എന്നെ. അപ്പോൾ അതിന് ഞാൻ എൻ്റെ 100% ആ സ്ഥാപനത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് പറയുന്നത് അതെൻ്റെ ഹൃദയത്തിൽ തന്നെയാണ്. അത് എത്ര കാലം കഴിഞ്ഞാലും അങ്ങനെ തന്നെ ആയിരിക്കും. അവിടെയുള്ള ആളുകൾ, ഇപ്പോൾ TNG ഇല്ല, ബാക്കിയുള്ള ആളുകൾ, ഇപ്പോൾ MGR സർ ആയാലും, അതുപോലെ രാജേഷ് കൽറ അവിടുത്തെ എക്സിക്യൂട്ടീവ് ചെയർമാൻ, സിന്ധു സൂര്യകുമാർ, വിനു ബി ജോൺ, PG സുരേഷ് കുമാർ, അങ്ങനെ അളകനന്ദ, രജനി വാര്യർ, ശാലിനി ശിവദാസ് തുടങ്ങി പേരെടുത്ത് വിളിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇന്നും സംസാരിക്കാൻ പറ്റുന്ന ആ ഒരു റാപ്പോ ഉള്ള ഒരു സ്ഥാപനമാണ് ഏഷ്യാനെറ്റ് ന്യൂസ്. അവിടെ നിന്നാണ് ഞാൻ 24ലേക്ക് വരുന്നത്. അത് ശ്രീകണ്ഠൻ സാർ വിളിച്ചിട്ടാണ് ഞാൻ 24ലേക്ക് പോകുന്നത്. അപ്പോൾ 24നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനിൽ അയ്യർ, ശ്രീകണ്ഠൻ നായർ കോംബോ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ഡൈനാമിസം ഉണ്ടല്ലോ, അത് കണ്ടിട്ട് ഈ ഓഗ്മെന്റഡ് റിയാലിറ്റി, ഡോക്ടർ അരുൺ കുമാർ, അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ നമുക്ക് മുന്നിൽ ഇങ്ങനെ കോമ്പീറ്റ് ചെയ്ത് പോകണം, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് എനിക്കുണ്ട് കേട്ടോ. അത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ വേണം ഈ ഫീൽഡിൽ എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ പുതിയ കാര്യങ്ങൾ പഠിക്കുക. അപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് സിസ്റ്റമാണ്. അവിടെ നിന്ന് പഠിക്കാവുന്നതിന്റെ പരമാവധി അവസരങ്ങൾ എനിക്ക് തന്നു. ന്യൂസ് അവർ അടക്കമുള്ള ഷോസ് ചെയ്തു, ഇലക്ഷൻ ഷോസ് ചെയ്തു, ഔട്ട്ഡോർ ചെയ്തു, അങ്ങനെ പരമാവധി കാര്യങ്ങളിൽ അവർ എനിക്ക് അവസരം തന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഒരു ലെവലിലേക്ക് പോവുക എന്നുള്ളൊരു താല്പര്യമായിരുന്നു എൻ്റെ എനിക്ക് ആ സമയത്ത് മനസ്സിലുണ്ടായിരുന്നു. 2021 ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ടാണ് 24ലേക്ക് വന്നത്. അപ്പോൾ ശ്രീകണ്ഠൻ സാർ വിളിച്ചപ്പോൾ, ശ്രീകണ്ഠൻ സാർ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ എം.വി. നികേഷ് കുമാർ സാറിനെ കുറിച്ച് പറഞ്ഞതുപോലെ നമുക്ക് മറ്റൊരു പാറ്റേൺ സെറ്റ്, അതായത് എന്റർടൈൻമെന്റിൽ നിന്ന് വന്നിട്ട് ന്യൂസ് ചെയ്യാമെന്ന് കാണിച്ച ഒരാളാണ് അദ്ദേഹത്തിന്റെ. നമ്മൾ തമ്മിൽ അടക്കമുള്ള പരിപാടികളൊക്കെ കണ്ട് നമുക്ക് അത്രയും ആ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ആങ്കർ, അങ്ങനെയുള്ള ഒരാൾക്കൊപ്പം ജോലി ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതും കുറച്ച് നമുക്ക് പഠിക്കാമല്ലോ. അവിടെയും അങ്ങനെയാണ് എൻ്റെ ചിന്ത പോയത്. അപ്പൊ സാറ് വിളിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും അത്രയും ആ സ്ഥാപനത്തിൽ അത്രയും പേരുണ്ടായിട്ട് 24ലേക്ക് എന്നെ വിളിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ്. പിന്നെ അനിൽ അയ്യൂർ സാറും ശ്രീനാഥൻ സാറുമാണ് ശരിക്കും പറഞ്ഞാൽ ഈ 24 എന്ന് പറയുന്ന ന്യൂസ് ചാനൽ ഇത്രയും വലിയ ഒരു രീതിയിലേക്ക്, ഒരു നല്ല പൊസിഷനിലേക്ക് കൊണ്ടുവന്നതിൽ അവരുടെ രണ്ടുപേരുടെ അവർ ശരിക്കും പറഞ്ഞാൽ ആ ഒരു കോംബോയാണ് ആ ചാനലിന്റെ ഒരു സ്ട്രെങ്ത്. അങ്ങനെയാണ് ആ സ്ഥാപനം വികസിച്ച് വന്നത്. അതായത് നമ്മുടെ ഒരു സ്ക്രീൻ ലേഔട്ട്സ് ഉണ്ടല്ലോ, ഏഷ്യാനെറ്റ് ന്യൂസിന് ഇല്ലാത്തതും 24 ഉള്ളതുമായി എനിക്ക് അന്ന് മനസ്സിലായത് ഈ സ്ക്രീൻ ലേഔട്ടിലെ ആ ഒരു വൈബ്രൻസിയാണ്. അപ്പോൾ ഞാൻ അതേക്കുറിച്ച് പഠിക്കണമെന്ന് ആഗ്രഹിച്ചു, ഓഗ്മെന്റഡ് റിയാലിറ്റി പഠിക്കണമെന്ന് ആഗ്രഹിച്ചു. അത് 24 വന്നു, അത് പഠിക്കാൻ പറ്റി. അപ്പോൾ അതും എനിക്കൊരു നല്ല ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെയും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നെഗറ്റീവിൽ അധികം ഫോക്കസ് ചെയ്യുന്നില്ല. ബാഡ് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതൊന്നും അന്ന് നമ്മളെ വിളിച്ച് അവിടെ കൊണ്ടുപോയ ശ്രീകണ്ഠൻ നായരോടുള്ള വെറുപ്പായിട്ട് മാറില്ല. കാരണം എൻ്റെ ഒരു നേച്ചർ അതല്ല. അപ്പോൾ അതിനുശേഷമാണ് റിപ്പോർട്ടർ എന്ന് പറയുന്ന ചാനൽ മുഖം മിനുക്കാൻ പോകുന്നു, റീലോഞ്ച് ചെയ്യാൻ പോകുന്നു, റീവാമ്പ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് ആ സ്ഥാപനത്തിൽ നിന്ന് ആ സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് മാനേജിംഗ് എഡിറ്ററായ ആൻഡ്രോ അഗസ്റ്റിൻ വിളിക്കുന്നു. അപ്പോൾ അദ്ദേഹം വിളിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് എനിക്ക് എൻ്റെതായ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് മലയാളം മാത്രമല്ല മറ്റു ഭാഷകളിലേക്കും വികസിക്കാൻ പോകുന്ന ഒരു ന്യൂസ് നെറ്റ്വർക്കാണ് ഉദ്ദേശിക്കുന്നത്. അതെന്നെ സ്വാഭാവികമായിട്ടും അട്രാക്ട് ചെയ്യും. കാരണം ഞാൻ മലയാളം ന്യൂസ് ചാനൽസിൽ അല്ലെങ്കിൽ മലയാളം ചാനൽസിൽ മാത്രമേ ജോലി ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഓരോ സ്ഥലത്ത് നിന്ന് ഓരോന്ന് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഓഗ്മെന്റഡ് റിയാലിറ്റി ഈ 24 ന്യൂസ് ചാനലിൽ നിന്ന് ആണ് എനിക്ക് പഠിക്കാൻ പറ്റിയത്. അതിന് എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം അനിൽ സർ ആയാലും അവിടെയുള്ള ആ ടീം ആയാലും ഓഗ്മെന്റഡ് റിയാലിറ്റിയുടെ ടീം ആയാലും അവരെന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗ്രൂമായി വരാൻ. അവിടെ ഉണ്ടായിരുന്ന ക്യാമറമാൻ മർഡോണ വർഗീസ് അടക്കമുള്ളവർ ഇപ്പോൾ റിപ്പോർട്ടറിൽ എനിക്കൊപ്പം ഉണ്ട്. അപ്പോൾ ആ ഒരു ടീമിന്റെ കണ്ടിന്യൂഷൻ ആണ്. അനിൽ സാറാണ് ഇപ്പോൾ ഈ നെറ്റ്വർക്കിന്റെ പ്രസിഡന്റ്. അപ്പോൾ ആ ഒരു കണ്ടിന്യൂഷൻ ഉണ്ട്. ആ ഒരു ടീം
ഇവിടെയും ഉണ്ട്, റിപ്പോർട്ടറിലും ഉണ്ട്. അപ്പോൾ ആൻഡോ സാർ ആയാലും അനിൽ സാർ ആയാലും നികേഷ് സാർ ആയാലും ഇപ്പോൾ കൂടെയുള്ള ഉണ്ണി ബാലകൃഷ്ണൻ സാർ, ഡോക്ടർ അരുൺകുമാർ, സ്മൃതി പരുത്തിക്കാട്, അങ്ങനെ നല്ലൊരു ടീമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ വലുതാണ്. കാരണം എന്നേക്കാൾ മുമ്പേ 10 വർഷമെങ്കിലും ചുരുങ്ങിയത് കൂടുതൽ മാധ്യമ പ്രവർത്തനത്തിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്. ഉണ്ണിസാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹിയിൽ ഞാൻ ജീവൻ ടി വിയിൽ ജോലി ചെയ്യുമ്പോൾ, കൈരളി ടി വി ജോലി ചെയ്യുമ്പോഴൊക്കെ കണ്ടു നിന്നിട്ടുള്ളതാണ്. അതായത് പാർലമെന്റിന് മുന്നിൽ നിന്നൊക്കെ ഉണ്ണി ബാലകൃഷ്ണൻ റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളെ ആകർഷിച്ചിട്ടുള്ള വ്യക്തികൾക്കൊപ്പം അവർക്കൊപ്പം ഒരു പ്ലാറ്റ്ഫോം ഷെയർ ചെയ്യാൻ പറ്റുക, മീറ്റ് ദ എഡിറ്റേഴ്സ് പോലൊരു പരിപാടിയിൽ അവർക്കൊപ്പം ഇരിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് അതെനിക്ക് ദൈവം തന്ന ഒരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. അത് നമ്മൾ കൃത്യമായിട്ട് കഠിനാധ്വാനം ചെയ്തു കഴിഞ്ഞാൽ ആർക്കും എത്താവുന്നതേ ഉള്ളൂ. അപ്പൊ അതാണ് എൻ്റെ ഒരു കരിയർ ജേർണി എന്ന് പറയുന്നത്. ഞാൻ നീട്ടിയോ, നീണ്ടുപോയോ? അല്ല, ഞാൻ ആ ഫ്ലോ ആലോചിക്കുമായിരുന്നു. നമ്മളൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാനൊരു ആങ്കർ തന്നെയാണ്, പക്ഷെ ഞാൻ വളരെ മുറിച്ച ആ സമയമൊക്കെ എടുത്ത് കുറച്ച് ആലോചിച്ചിട്ടൊക്കെ പറയാം. പക്ഷെ ഇതൊരു ഇടയിൽ ഒരു ബ്രേക്ക് പോലും ഇല്ലാതെ വളരെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാരിറ്റിയോടുകൂടി. അതൊരു കാര്യം പറയട്ടെ. ഈ ശരിക്കും ഞാൻ പത്തനംതിട്ടയല്ല ജനിച്ചത്, വളർന്നത് കോട്ടയത്താണ്. അച്ഛൻ്റെ അമ്മയുടെ വീട് പത്തനംതിട്ടയും കോട്ടയമാണ്. അപ്പോൾ ഈ മധ്യ തിരുവിതാംകൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റാണ്. ഇത് എവിടെയെങ്കിലും ഒന്ന് സ്വിച്ച് ഇടുവോ എന്നൊക്കെ എന്നോട് കുട്ടിക്കാലം തൊട്ടേ കളിയാക്കാറുണ്ട് എന്നെ. അപ്പോൾ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത് തന്നെയാണ്. അതിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജ് ഈ ന്യൂസ് ഫ്ലോറിൽ എനിക്ക് കിട്ടാറുണ്ട്. കാരണം ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞു നിൽക്കാൻ പറ്റും. അപ്പോൾ PCR നിന്ന് ഇപ്പോൾ ഇവിടെ റിപ്പോർട്ടറിലാണെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ അൻസു ഒക്കെ പറയും, ചേച്ചി ഒന്ന് പറഞ്ഞു നിൽക്കണേ, കാരണം അടുത്ത ആളെ കണക്ട് ചെയ്യണമല്ലോ. അപ്പോൾ ചേച്ചിക്ക് പറഞ്ഞു നിൽക്കാനുള്ള ഒരു എക്സ്പീരിയൻസ് ഇതാണ്. എത്ര നേരം വേണമെങ്കിലും ഫില്ല് ചെയ്താൽ. പക്ഷെ ആ ഒരു സംഭവം സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ കിട്ടിയെടുക്കാൻ എന്ന് പറഞ്ഞാൽ അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. സോ ഈ ഒരു ഭാഷ എന്ന് പറയുന്നതാണ് ഒരു മാധ്യമ പ്രവർത്തകൻ്റെ അല്ലെങ്കിൽ ഈ ഒരു മീഡിയത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയൊരു ബാക്ക് ബോൺ എന്ന് പറയുന്നത്. ഭാഷ എങ്ങനെയാണ് ഇത്രയും ഇതായിട്ട് സ്വായത്തമാക്കിയെടുത്തത്? അത് പത്രം വായിക്കുക, അതോടൊപ്പം തന്നെ പുസ്തകങ്ങൾ വായിക്കുക, ഇതൊക്കെ ചെറുപ്പത്തിൽ. എൻ്റെ അച്ഛനാണ് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടർ എന്ന് ഞാൻ പറയുന്നത്. അച്ഛനില്ല, അച്ഛനാണ് എന്നെ എന്തെങ്കിലും ഞാൻ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു ഹിം. കാരണം അച്ഛനാണ് എന്നെ വളർത്തിയത്. എൻ്റെ അമ്മ 5ാമത്തെ വയസ്സിൽ മരിച്ചതാണ്. അപ്പോൾ അച്ഛനാണ് അതിന് ശേഷം എന്നെ വളർത്തിയത്. മറ്റൊരു വിവാഹമൊക്കെ, അതായത് അത്രയും ചെറുപ്പത്തിലൊക്കെ ഒരാൾ ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു വിവാഹം കഴിക്കുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കും. എൻ്റെ അച്ഛനും ഒരുപാട് വിവാഹാലോചനകൾ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ തീരെ ചെറുതാണ്, 5-6 വയസ്സേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് എനിക്കതേക്കുറിച്ചൊന്നും അറിയില്ല. പക്ഷെ അച്ഛൻ എന്നെ വളർത്തുക, എന്നെ ഒരു മികച്ച നിലയിലെത്തിക്കുക എന്നൊരാഗ്രഹമായിരുന്നു അച്ഛന് ഉണ്ടായിരുന്നത്. അപ്പോൾ അച്ഛൻ്റെ ആ ഒരു ആഗ്രഹം എനിക്ക് കുറച്ചെങ്കിലും നിറവേറ്റാൻ പറ്റിയെന്നാണ് ഞാൻ കരുതുന്നത്. ഇന്നത് കാണാൻ അച്ഛനില്ല എങ്കിലും സന്തോഷിക്കുന്നുണ്ടാവും. അച്ഛൻ എന്താ ചെയ്തിരുന്നത്? അച്ഛൻ ഭോപ്പാലിലായിരുന്നു നേരത്തെ ജോലി ചെയ്തിരുന്നത്. അപ്പൊ അവിടെ നിന്ന് നാട്ടിലേക്ക് വന്ന് കല്യാണം കഴിഞ്ഞ് പിന്നീട് തിരിച്ചു പോയില്ല. പിന്നെ നാട്ടില് കൃഷിയൊക്കെ ആയിരുന്നു. പിന്നീട് എന്നെ വളർത്തലായിരുന്നു പ്രധാന ജോലി. അപ്പൊ കൃഷി, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെയായിരുന്നു. അതിനുശേഷം അച്ഛൻ ഈ ഹോട്ടൽ മാനേജ്മെന്റ്, അതായത് എന്നെ വളർത്തുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്യാവശ്യം ഭക്ഷണപ്രിയയാണ്. എനിക്ക് നല്ല ടേസ്റ്റ് ഉള്ള ഭക്ഷണം വേണം. അപ്പോൾ അത് ഈ അച്ഛൻ പഠിപ്പിച്ച ശീലമാണ്. അപ്പൊ അച്ഛൻ നന്നായിട്ട് കുക്ക് ചെയ്യും, നല്ല ഭക്ഷണം ഉണ്ടാക്കി തരും. സ്കൂളിലേക്കൊക്കെ നമ്മൾ ഈ പോയിട്ട് ഈ ചോറൊക്കെ പങ്കിട്ട് കഴിക്കുമല്ലോ, കറികളൊക്കെ. അപ്പോൾ ഈ അങ്ങനെ 2-3 കറികളൊക്കെ ഉണ്ടാക്കി തന്നോട് എല്ലാവർക്കും കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സിനും കൂടി. അപ്പോൾ ഈ ഷെയറിംഗ് എന്ന് പറയുന്നതൊക്കെ അച്ഛൻ പഠിപ്പിച്ചതാണ്. അപ്പോൾ ഭക്ഷണം ആയാലും എല്ലാവരുമായിട്ട് പങ്കിട്ട് കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അച്ഛൻ മരിക്കുന്നത് വരെ ആ ഒരു രീതിയായിരുന്നു. നല്ല ഭക്ഷണം ഉണ്ടാക്കും, അങ്ങനെ ഭക്ഷണത്തിലൂടെ ഒരാളുടെ മനസ്സിലേക്ക് കയറാൻ പറ്റും എന്നുള്ളതൊക്കെ അച്ഛൻ പഠിപ്പിച്ച കാര്യം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതിന്റെ കൂടെയാണ് ഈ പുസ്തകം വായിക്കുക, ഉറക്ക വായിക്കാൻ പറയുമായിരുന്നു. കാരണം അച്ഛൻ എന്തിനാ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ അടുക്കളയിൽ എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തരുമായിരിക്കും. ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ വീട്ടില്. എനിക്ക് വേറെ സിബ്ലിങ്സ് ഇല്ല, ഒറ്റ മോളാണ്. അതും ഒരു അൺനോൺ ഫാക്ട് ആയിരിക്കും അല്ലേ? അത് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും, ഞാനൊരു ഒറ്റ മോളാണ്. അടിപൊളി. അപ്പൊ ഒറ്റ മക്കൾ തമ്മിലുള്ള സംഭാഷണം. അപ്പോൾ ഒറ്റ മോളാണ്. വേണമെങ്കിൽ ഒരു അനിയനൊക്കെ ഉണ്ടായിരുന്നു അച്ഛൻ, പക്ഷെ സമ്മതിച്ചില്ല. അച്ഛൻ മറ്റൊരു കല്യാണത്തിന് തയ്യാറായില്ല അമ്മ മരിച്ചതിന് ശേഷം. അമ്മ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ അച്ഛനപ്പോൾ അടുക്കളയിൽ നിൽക്കുമായിരിക്കും, അല്ലെങ്കിൽ പുറത്ത് പറമ്പിലോ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പോൾ അവിടെ പോയി നിൽക്കുമ്പോഴത്തേക്ക് എന്നെയും കൊച്ചായിരിക്കുമ്പോഴേ കൊണ്ടുപോകും. അപ്പം അവിടെ വെച്ച് ഈ പുസ്തകമൊക്കെ ഉറക്ക വായിപ്പിക്കും. അതിനിടയിലാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ വായിക്കുമ്പം ഇംഗ്ലീഷൊക്കെയാണ് ഉറക്ക വായിക്കുന്നതെങ്കിൽ അറിയാമല്ലോ, കുട്ടിക്കാലത്തൊക്കെ നമ്മൾ വായിക്കുമ്പോൾ പലതിൻ്റെയും പ്രൊനൗൺസിയേഷനൊക്കെ വളരെ തെറ്റായിരിക്കും. അപ്പോൾ അതൊക്കെ അച്ഛൻ പറഞ്ഞു തരും. അങ്ങനെ എനിക്ക് വേറെ ട്യൂഷൻ ടീച്ചേഴ്സ് ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല, അച്ഛനായിരുന്നു പഠിപ്പിക്കുന്നത്. കംപ്ലീറ്റ്ലി കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നിരുന്നത് അതെ അച്ഛനാണ്. അപ്പോൾ ഈ ഭാഷ അത് നന്നായിട്ട് തന്നെ ഉച്ചരിച്ച് പഠിക്കണം എന്നുള്ളത് നിർബന്ധമായിരുന്നു. അപ്പം ഈ ഭാഷ എന്ന് പറയുന്നതിന് പോലും ഭാഷ എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ടല്ലോ. അപ്പോൾ ഞങ്ങളുടെ ജില്ലയിൽ, അതായത് ഞാൻ പഠിച്ചത് ഡിഗ്രി വരെ പഠിച്ചത് കോട്ടയത്താണ്. അപ്പോൾ അവിടെ ഈ ഭാഷ എന്ന് പറയുന്നത് അങ്ങനെയല്ല, ഭാഷ, ഭ എന്ന് തന്നെ ഉച്ചരിക്കണം. അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു.
അതൊക്കെ ഗുണമായിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് അച്ഛൻ തുടങ്ങി വെച്ചു, അതിന് അച്ഛന് ശേഷം ഭർത്താവായാലും ആ സപ്പോർട്ട് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എനിക്ക് ചുറ്റും അതിൽ ഞാൻ വളരെ ലക്കിയാണ്. എനിക്കൊരു സപ്പോർട്ട് സിസ്റ്റം എപ്പോഴും ഉണ്ടാവാറുണ്ട്. അതേക്കുറിച്ച് എല്ലാവരും പറയും, നമുക്ക് ഈ നെഗറ്റീവ്സിനെ കുറിച്ച് പറയുമ്പോൾ ഞാനത് പറഞ്ഞു, കുറേ നെഗറ്റീവ്സ് ഉണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ എനിക്ക് പറയാം അമ്മയില്ല അങ്ങനെ, പക്ഷെ ഞാൻ അതിലല്ല, ഞാൻ അച്ഛനുണ്ട്, അതിലാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഒന്നില്ല എന്നുള്ളത് വെച്ച് അതിനെക്കുറിച്ച് സങ്കടപ്പെട്ടിരിക്കാനാണെങ്കിൽ അതിന് മാത്രമേ പറ്റുള്ളൂ. പക്ഷെ ഞാൻ അച്ഛനുണ്ട്, അച്ഛനാണ് എന്നെ വളർത്തിയത്. അതിനുശേഷം ഇപ്പോൾ ഭർത്താവുണ്ട്, അച്ഛൻ മരിച്ചു, അച്ഛനും അമ്മയും ഇല്ല. ആ ഇല്ലായ്മയെ കുറിച്ചല്ല, എനിക്ക് ഭർത്താവുണ്ട്, 2 മക്കളുണ്ട്. അപ്പോൾ അതേക്കുറിച്ചാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അല്ലാതെ കരിയറിലായാലും അതെ, എന്തുണ്ട് അല്ലെങ്കിൽ എന്തിനി ഉണ്ടാക്കിയെടുക്കാം, എന്തിലേക്ക് ഇനി പോകാം, അതാണ് എപ്പോഴും എൻ്റെ ഫോക്കസ്. അത് ഭയങ്കര വലിയൊരു പോയിന്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു ഇന്റർവ്യൂവിന് വരുമ്പോൾ സമയത്ത് തന്നെ ഇപ്പം നെഗറ്റീവ് പബ്ലിസിറ്റി അല്ലെങ്കിൽ ട്രോളുകൾ വരുന്നു, അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതിനെ പറ്റിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പറഞ്ഞു വന്നപ്പോൾ സുജയ വേറൊരു രീതിയിലാണ് ഇതിനെ മൊത്തം കൺസീവ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ട്രോൾ എനിക്ക് ഇഷ്ടമാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ട്രോൾ എനിക്ക് ഇഷ്ടമാണ്, ട്രോളന്മാരെ ഇഷ്ടമാണ്. ഞാൻ ഈ ട്രോളൊക്കെ വായിക്കാറുണ്ട്, എല്ലാ ട്രോളും വായിക്കും. ട്രോളൊക്കെ മിക്കവാറും ആരെങ്കിലും ഒക്കെ അയച്ചു തരുമല്ലോ. അപ്പോൾ ട്രോൾ ചെയ്യുമ്പോഴേക്കും ഞാനിപ്പോൾ ആലോചിക്കും, ഇതൊക്കെ കണ്ട് കുറച്ച് പേർക്കെങ്കിലും സന്തോഷം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, കുറച്ച് പേരെങ്കിലും ചിരിച്ചിട്ടില്ലേ? തീർച്ചയായിട്ടും ഞാൻ ചിരിക്കാറുണ്ട്. അപ്പോൾ നമ്മളെ കുറിച്ച് എഴുതുന്നത് കണ്ട് നമുക്ക് ചിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വിജയിച്ചു. ഈ കമന്റ്സ് ഒക്കെ വായിക്കാറുണ്ട്? കമന്റ്സ് വായിക്കും, എല്ലാം വായിക്കാറുണ്ട്, കമന്റ്സ് വായിക്കും. പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോൾ ഫേസ്ബുക്കിലൊക്കെ, ഞാൻ സോഷ്യൽ മീഡിയയിൽ അത്രയ്ക്ക് ആക്റ്റീവ് അല്ല, എന്നാലും കുറച്ചുകൂടെ കൂടുതൽ ആക്റ്റീവ് ആകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ആയാലും വീഡിയോസിന്റെ ഒക്കെ കട്ട്സ് ഒക്കെ വരുമല്ലോ, മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ആയാലും ഒക്കെ കട്ട്സ് വരും, അല്ലെങ്കിൽ മറ്റ് ഇതിന്റെയൊക്കെ കട്ട്സ് വരും, അതിനിടയിലൊക്കെ കമന്റ്സ് വരും. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ മീറ്റ് ദ എഡിറ്റേഴ്സ്, അതാണല്ലോ ഇപ്പൊ ചർച്ചാ വിഷയം. തീർച്ചയായിട്ടും എന്നെ വിളിക്കാനുള്ള ഒരു കാരണം അതാണല്ലോ. അപ്പൊ അതിലെ എന്തെങ്കിലും ഒന്ന് അറിയാതെ പറഞ്ഞു പോയി, അതെങ്ങാനും അബദ്ധത്തിൽ തഗ്ഗായി പോയി കഴിഞ്ഞാൽ, അങ്ങനെയല്ലേ നിങ്ങൾ പറയുന്നത്, തഗ്. അപ്പൊ അങ്ങനെ തഗ്ഗായി പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് എടുത്തിട്ടങ്ങ് ട്രോളന്മാർക്ക് ചാകര എന്ന് പറഞ്ഞു, വീണ്ടും അവളെത്തി എന്നുള്ള മട്ടിലാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേർക്കെങ്കിലും നമ്മൾ പറയുന്നതിൽ, അതായത് ചിലതൊക്കെ വളരെ സീരിയസ് ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും, അതും ചിലപ്പോൾ തമാശയാവും, പക്ഷെ അത് കുറച്ച് പേർക്ക് സന്തോഷം വരുന്നുണ്ട്. ഇപ്പൊ ഇരുന്ന് ഇന്റർവ്യൂ ചെയ്യുന്നതിന് ഇത്രയും ചിരിച്ചില്ലേ? അപ്പൊ അത് നമ്മൾ ആ ഒരു സംഭാഷണത്തിൽ ആ ഒരു വൈബ് വന്നുകൊണ്ടാണ്. അപ്പൊ ആ ഒരു വൈബ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് ചുറ്റുമുള്ള ആളുകളെ നമുക്ക് ചിരിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിൽ വിജയിച്ചു എന്നാണ് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. യൂഷ്വലി നമ്മൾ ജേർണലിസ്റ്റ്, നമ്മളിപ്പോൾ എന്റർടൈൻമെന്റ് ആങ്കേഴ്സ്, ന്യൂസ് ജേർണലിസ്റ്റ് വേറെ തന്നെ ഒരു കാറ്റഗറി തന്നെയാണ് പോകുന്നത്. ജേർണലിസ്റ്റുകൾ പൊതുവെ വളരെ സീരിയസ് ആയിട്ട് നിന്ന്, ഇനിയിപ്പോ ചിരി വരുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ചിരിക്കില്ല. ഞാൻ ഓണർ ചിരിക്കാറുണ്ടല്ലോ. അതാണ് ഇപ്പൊ ആ ഒരു സ്റ്റൈലൊക്കെ മാറി കാര്യമായിട്ട് ചിരിക്കുന്നുണ്ട്. എന്നെ ട്രോളാൻ വേണ്ടിയുള്ള പരിപാടിയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ ഒരു നിങ്ങൾ തമ്മിലുള്ളൊരു കാറ്റ് ഫൈറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ആണും പെണ്ണും ആയതുകൊണ്ട് കാറ്റ് ഫൈറ്റ് എന്ന് ഡോക്ടർ അരുൺ, ഞങ്ങൾ ടോം ആൻഡ് ജെറി, ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട്. രണ്ടുപേരും വളരെ സീരിയസ് ആയിട്ടുള്ള ഓപ്പോസിറ്റ്, രണ്ടുപേരുടെയും പേഴ്സണൽ ആയിട്ടുള്ള പൊളിറ്റിക്കൽ സാധനങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. രണ്ടുപേരും ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ എഗെയിൻ അത് കണ്ടു നിൽക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നാറുണ്ട്. അല്ല, ശരിക്കും നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടാറുണ്ടോ? എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാള്. കാരണം എന്ന് വെച്ചാൽ അതിനകത്ത് എവിടെയോ ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു സ്നേഹവും കൂടി എനിക്ക് ഫീൽ ചെയ്യാം. എവിടെയോ അല്ല, ശരിക്കും ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 24ലേക്ക് വരാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ കുറെ റീസൺസ് പറഞ്ഞല്ലോ, ഒരു റീസൺ ഡോക്ടർ അരുൺകുമാർ. അതെ, കാരണം നമുക്കൊരു അപ്പുറത്തൊരാളുണ്ടെങ്കിൽ, ചില നടന്മാരും നടിമാരും ഒക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, അപ്പുറത്തൊരാൾ ഉണ്ടെങ്കിൽ ആ ആക്ഷന് റിയാക്ഷൻ കൊടുക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ എനിക്ക് ശരിക്കും പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് റിയാക്ഷൻ കൊടുക്കാൻ പറ്റുന്ന ഡോക്ടർ അരുണിനാണ്. തിരിച്ചും അങ്ങനെയാണെന്നാണ് ഞാൻ കരുതുന്നത്. അടുത്ത ഇന്റർവ്യൂവിന് ഡോക്ടർ അരുണിനെ വിളിക്കണേ. തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് വരുമ്പോഴേക്കും അത് ഇതുവരെ മലയാളം ന്യൂസ് ചാനൽസിൽ കണ്ടിട്ടില്ലാത്തതാണ്. അപ്പോൾ ഈ മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ ഷോ കൺസീവ് ചെയ്യുമ്പോൾ ആൻഡ്രോ സാറും, ഞങ്ങളുടെ MD ആൻഡ്രോ സാറും, അതുപോലെ തന്നെ നെറ്റ്വർക്ക് പ്രസിഡന്റ് അനിൽ ഐരൂരും ഞങ്ങളുടെ ആ ഒരു എഡിറ്റോറിയലിന്റെ ഭാഗമാണ്. ഡിസ്കസ് ചെയ്യുമ്പോഴേക്കും ഇങ്ങനെ ഒരു ഷോയെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും ആദ്യം ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. എനിക്ക് ആ ടെൻഷൻ ഇല്ലായിരുന്നു. കാരണം ഇതെന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം ആണെന്നുള്ളതാണ് ഞാൻ അന്നേരം മനസ്സിലാക്കിയത്. കാരണം ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം മലയാളം ന്യൂസ് ചാനൽസിൽ ഉണ്ടായിട്ടില്ല. കാരണം നമ്മുടെ എന്താണോ പേഴ്സണൽ പൊളിറ്റിക്സ് എന്താണോ, നമ്മുടെ വ്യൂ പോയിന്റ് എന്താണോ, അത് ഓൺ എ ഗിവൺ സബ്ജക്ട് നമുക്ക് പറയാൻ പറ്റുന്നു. നമ്മുടെ ഒരു നിലപാട് പറയുന്നു. അപ്പൊ അതും എന്നെ കളിയാക്കാറുള്ളതാണ് കേട്ടോ. നിലപാട് ഞാൻ മാറ്റില്ല, അത് എനിക്കുള്ള ഒരു ട്രോളാണ്. അപ്പോ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടൊരു ഒരു വാതിൽ തുറന്നു കിട്ടുകയാണ്. അതായത് ന്യൂസ് ചാനൽ മേഖലയിൽ ഒരു പുതിയ ലോകത്തിലേക്കുള്ള ഒരു വാതിൽ തുറന്നിടുകയാണ് മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന് ഞാൻ ഇന്ന് പറയും. ഇത് ചിലപ്പോൾ ഒരു 5 വർഷം കഴിയുമ്പോഴത്തേക്ക് നിങ്ങളൊക്കെ പറയും അന്ന് വാതിൽ തുറന്നിട്ടത് ഇതാണ്. നിലപാടുകളുടെ രാജ്ഞി പറയാണ്. അല്ല, ആത്മാർത്ഥമായിട്ട് വിളിച്ചതാണെങ്കിൽ ഞാനതങ്ങ് എടുക്കും. മാർക്ക് മൈ വേർഡ്സ്. ഈ നിലപാടുകൾ എല്ലാവർക്കും ഉണ്ട്, പക്ഷെ അത് പറയാനുള്ള ധൈര്യം പലർക്കും ഉണ്ടാവില്ല. നിങ്ങളുടെ മേഖല പറയുകയാണ്, പറയപ്പെടാൻ മടിക്കുന്ന കാര്യങ്ങൾ ആൾക്കാരിലേക്ക് എത്തിക്കുകയാണ്. പക്ഷെ എങ്കിൽ പോലും വളരെ ചുരുക്കം ആൾക്കാർ അതിനൊന്ന് കൺട്രോൾ ചെയ്യും. നമുക്ക് എവിടെന്നെങ്കിലും ഒക്കെ ചെറിയ ഹിന്റ് കിട്ടും, ഇവരുടെ നിലപാട് ഇതാണ് എന്ന് നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ. പക്ഷെ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ അത് ഓപ്പൺ ആയിട്ട് പറയാനുള്ള ധൈര്യം കാണിക്കാറുണ്ട് സുജയ പാർവതി. ആ ധൈര്യം, അല്ലെങ്കിൽ ഞാൻ ഇത് ഓപ്പൺ ആയിട്ട് പറയണം എന്ന് ഉള്ളൊരു
പാറ്റേണിലേക്ക് എത്തിയത് ആദ്യം റൈറ്റ് ഫ്രം ദി ബിഗിനിങ് ഇങ്ങനെ തന്നെയായിരുന്നു, അതോ ഇൻ ബിറ്റ്വീൻ ഒരു കരിയർ ജേണിയിൽ ഞാൻ ഇനി ഇങ്ങനെ ആയാൽ പറ്റില്ല, ഐ ഹാവ് ടു ഓപ്പൺ അപ്പ്, ഞാനിത് പറയണം എന്നുള്ള രീതിയിലേക്ക് എത്തിച്ചേർന്നതാണോ? അതിന്റെ ഒരു സൂചന ഞാൻ നേരത്തെ തന്നിരുന്നു. ഈ ചോദ്യം കുറച്ചുകൂടെ നേരത്തെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അത് ഇടയിൽ നമ്മൾ പല വിഷയങ്ങളിലേക്ക് പോയത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ശരിക്കും ഒരു കളിമണ്ണ് കുഴയ്ക്കുന്നത് പോലെയാണ്. ഞാൻ എന്ന മാധ്യമപ്രവർത്തകയെ കാണുന്നത് അങ്ങനെയാണ്. ഞാൻ എന്ന കളിമണ്ണ് പല മൂശകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അവിടെയൊക്കെ പലതരത്തിൽ എന്നെ പരുവപ്പെടുത്താമായിരുന്നു, പലതരത്തിൽ ഉപയോഗിക്കാമായിരുന്നു. അവർക്ക് ആവശ്യമുള്ള രീതിയിൽ എന്താണ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതവർ ചോദിച്ചിട്ടുണ്ട്. ആ രീതിയിൽ ഞാനത് പെർഫോം ചെയ്തിട്ടുണ്ട്. പല ഷോസിന്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ആസ് എ പേഴ്സൺ ഞാൻ അന്നും ഇങ്ങനെ തന്നെയാണ്, ഇന്നും ഇങ്ങനെ തന്നെയാണ്. അല്ലാതെ എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരു നിലപാട് എടുക്കാറില്ല. ഇത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ള ഒരു സെൻസ് തന്നെയാണ്. അതായത് ഒരു പർട്ടിക്കുലർ ഒരു കാര്യത്തിന് വേണ്ടി എനിക്ക് ഇന്നത് തരും എന്ന് പറഞ്ഞ് ഞാനൊരു അഭിപ്രായം പറയില്ല. ഈ ഇന്റർവ്യൂ തന്നെ ഞാൻ പറഞ്ഞല്ലോ, സംസാരിച്ച ആള് സംസാരിച്ച രീതി എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാനതിന് സമ്മതം കൂടിയത്. ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ അങ്ങനെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരാളുടെ മുന്നിലേക്ക് പോയി ഇരിക്കുമ്പോൾ അതിൽ എന്തൊക്കെയായിരിക്കും ചോദ്യങ്ങളെന്നോ ഞാൻ എന്തെങ്കിലും ചോദിച്ചോ? ഇല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചില്ല. അതായത് നിങ്ങൾക്ക് താല്പര്യമുള്ള, നിങ്ങൾക്കറിയാൻ ആഗ്രഹമുള്ള, നിങ്ങൾ ആളുകളിലേക്ക് എൻ്റെ ഉത്തരമായി അറിയിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചോദിക്കും. അത് നിങ്ങളുടെ ഫ്രീഡം എന്നുള്ളതാണ്. അപ്പോൾ അതും എൻ്റെ ഒരു നിലപാടാണ്. അല്ലാതെ ഇപ്പോൾ ഇന്ന ചോദ്യം ചോദിക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരു വേട്ടയാടൽ ഉണ്ടാകും അങ്ങനെയൊന്നും ഞാൻ കരുതുന്നതേ ഇല്ല. കാരണം ആളുകൾക്ക് എന്താണോ വേണ്ടത് അവർ ഈ ഇന്റർവ്യൂവിൽ നിന്നെടുക്കും. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് അരമണിക്കൂറായാലും 1 മണിക്കൂറായാലും ചിലപ്പോൾ അതിലെ ഒരു 30 സെക്കൻഡ് ആയിരിക്കും ഏറ്റവും ശ്രദ്ധിക്കപ്പെടുക. തീർച്ചയായിട്ടും ആ ഒരു വൈറൽ കട്ട് അതായിരിക്കും. അപ്പൊ അതൊക്കെ ആ പൂർണ്ണ ബോധ്യത്തോടെയാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഇനി ചോദിച്ച ഈ ചോദ്യത്തിന്റെ കൃത്യമായ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ തന്നെ ആയിരുന്നു. അത് കുറച്ചും കൂടി വോക്കൽ ആയത് അല്ലെങ്കിൽ വിസിബിൾ ആയത് ഒരു സന്ദർഭം എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ അതിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചർച്ചയായതുകൊണ്ട് മാത്രമാണ്. ചർച്ചയായത് ഇപ്പോഴാണ് എന്നത് മാത്രമാണ് അതിന്റെ ഉത്തരം. ഞാൻ പണ്ടേ ഇങ്ങനെയാണ്, അതിൽ മുന്നോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. ഇനി അങ്ങോട്ട് എന്നെ മാറ്റാനും പറ്റില്ല. നമ്മൾ ഓരോ ലൈഫിൻ്റെ ഓരോ സ്റ്റേജസിൽ നമ്മൾ റിഫൈൻ ചെയ്ത് നമ്മൾ കുറച്ചും കൂടെ നല്ല പോളിഷ്ഡ് ആയി വരാറുണ്ട്. ഇപ്പം നമ്മൾ ഏർലി 20s നമ്മളായിരിക്കില്ല, ലേറ്റ് 20s 30യോട് അടുത്തിരിക്കും. 30s ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോൾ നമ്മളൊരു വേറെ സ്റ്റൈലായിരിക്കും. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇനി 40s കഴിയുമ്പം മറ്റൊരു ലെവലിലേക്കായിരിക്കും ചിലപ്പോൾ എത്താൻ പോകുന്നത്. സോ ആ ഒരു ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ട് സുജയയിലുണ്ടായ മാറ്റങ്ങൾ എന്താണ്? അത് പേഴ്സണലിയും പ്രൊഫഷണലിയും. അതെ, പേഴ്സണലി എന്താണ്, പഴയ പടങ്ങളും ഇപ്പോഴത്തെ പടങ്ങളും വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ച് സൗന്ദര്യം കൂടുതലായിട്ട് തോന്നുന്നില്ലേ? പറയും. തീർച്ചയായിട്ടും അതൊക്കെ കാലത്തിനനുസരിച്ചൊരു മാറ്റമാണ്. കാലത്തിനനുസരിച്ചുള്ള മാറ്റം. അപ്പൊ അങ്ങനെയുള്ള ഒരു ഉത്തരവാണോ പ്രതീക്ഷിക്കുന്നത്? അല്ല, എനിക്ക് വളരെ റിയൽ ആയിട്ടുള്ള, വളരെ ഇങ്ങനെ നമ്മുടെ ലാലേട്ടൻ ഉത്തരം പറയുന്നത് അത് കട്ടേണോട്ടോ, ലാലേട്ടൻ ഉത്തരം പറയും പോലെ ആർക്കൊന്നും മനസ്സിലാവത്തല്ല. വളരെ ജെന്യുവൻ ആയിട്ട് സുജയ എന്ന് പറഞ്ഞ വ്യക്തിക്ക് പറയാനുള്ള കാര്യമാണ്. ന്യൂസ് പ്രസന്റർ ആ സ്റ്റൈലല്ല. എനിക്ക് വ്യക്തിപരമായി സംബന്ധിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ്, അതായത് നമുക്കൊരു 10-10 വെച്ച് എടുക്കാം. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഞാനൊരു 70 വയസ്സ് വരെയൊക്കെ ജീവിക്കും എന്നുള്ള ഒരു കാൽക്കുലേഷനിലാണ് കേട്ടോ ഞാൻ ഈ ഫസ്റ്റ് ഹാഫ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ ജീവിതത്തിന് ആദ്യ പകുതി എത്തി നിൽക്കുകയാണ്, ഫസ്റ്റ് ഹാഫിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ നിന്ന് അടുത്ത ഹാഫിലേക്ക് പോകുമ്പോഴേക്കും ഇതുവരെ എന്തായിരുന്നോ ഞാൻ അതിനേക്കാളും ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ് ആകണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഇതുവരെയുള്ള ജോലിയായിരുന്നു, ആ ജോലിക്കൊപ്പമാണ് ഞാൻ ജനങ്ങളുമായി കണക്ട് ചെയ്തിരുന്നത്. എനിക്ക് കുറച്ചും കൂടെ പീപ്പിൾ ഫ്രണ്ട്ലി ആകണം, അല്ലെങ്കിൽ ജനങ്ങളുമായിട്ട് കണക്ട് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം. അതായത് ന്യൂസ് ചാനൽസും ആ രീതിയിൽ മാറണം, അതിനുള്ള പ്ലാറ്റ്ഫോംസിലേക്ക്. അതായത് ഇപ്പോൾ താങ്കൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അത് എൻ്റെ അടുത്ത് വന്ന് അല്ലെങ്കിൽ എന്നോട് നേരിട്ട് പറയാൻ പറ്റുന്ന ഒരു കണക്ട്, അത് ഓവർ ഫോൺ ആകാം അല്ലെങ്കിൽ ലൈവിൽ വന്നിട്ടായിട്ടുള്ള ഒരാള്. അതെ, അങ്ങനെയുള്ള ഒരു മാധ്യമ പ്രവർത്തകയാകണം എന്നുള്ളതാണ് എൻ്റെ താല്പര്യം, വ്യക്തിപരമായിട്ടുള്ള താല്പര്യം. അതാണ് ഞാൻ നേരത്തെയും ആ ഒരു രീതിയിൽ തന്നെയാണ് എന്നെ ഗ്രൂം ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് മാധ്യമം അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തക എന്ന് പറയുന്നത് മാറി നിൽക്കേണ്ട അല്ലെങ്കിൽ അങ്ങനെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് എടുത്തുകൊണ്ട് ജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കേണ്ട ഒരാളാണ് എന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. ആ കരുതൽ അത് ജനങ്ങളിലേക്ക് കുറച്ചുകൂടി അടുക്കാൻ പറ്റുന്ന ഒരു പാലമായി നമുക്ക് മുന്നോട്ടേക്ക് പോകാനും അങ്ങനെ അതിനൊരു ഫ്രണ്ട് റണ്ണർ ആകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അവിടെയും ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു സാധ്യതയെക്കുറിച്ചാണ്. അതായത് ജനങ്ങളോട് കുറച്ചുകൂടി അടുക്കാൻ പറ്റണം. ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതുവരെയുള്ള വർഷങ്ങളിൽ കരിയറിൽ കുറച്ചുകൂടി സ്റ്റുഡിയോയ്ക്ക് അകത്ത് ഒതുങ്ങി നിൽക്കുന്ന ലൈഫായിരുന്നു എൻ്റേത്. ഞാൻ വളരെ അപൂർവമായി മാത്രമേ പുറത്തിറങ്ങി ഷോസ് ചെയ്തിട്ടുള്ളൂ. കൂടുതലും ന്യൂസ് റൂമിനകത്ത് AC റൂമിലിരുന്ന് വാർത്ത വായിക്കുന്ന സുജയ പാർവതിയെ ജനങ്ങൾ കൂടുതൽ കണ്ടിട്ടുള്ളൂ. പക്ഷെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ആളുകളുടെ ഒരു വാംത്തും ആ സ്നേഹവും ഒക്കെ അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്തായാലും ഔട്ട്ഡോറിലേക്ക് പോയി, അതിലും ഉണ്ടായിരുന്നു ട്രോൾ. മറന്നുപോയാലെന്ന് ഞാൻ ഓർമ്മിപ്പിച്ചതാ. അപ്പോ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആളുകളിലേക്ക് ഇറങ്ങുമ്പോഴേക്കും പല കാര്യങ്ങളും സംഭവിക്കും. ഞാൻ ഒരിക്കലും ഇമോഷൻസ് അല്ലെങ്കിൽ എൻ്റെ മനസ്സിലുള്ളത് എന്താണോ അത് ഹൈഡ് ചെയ്യുന്ന ആളല്ല. ഇപ്പൊ ഇത്രയും സംസാരിച്ചതെന്ന് മനസ്സിലായി കാണുമല്ലോ. പറയാനുള്ളത് എന്താണോ അത് പറഞ്ഞു പോവുക. അതിനപ്പുറത്തേക്ക് അവിടെ നമ്മളൊരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഫേസ് എടുത്ത് വെക്കുക എന്ന് പറയുന്നത് എനിക്ക് പറ്റില്ല. ഞാൻ പേഴ്സണലി അത് ചെയ്യില്ല. ഞാൻ ചോദിക്കാൻ വെച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്,
വളരെ ഇമോഷണലാണ്. പൊതുവേ നമ്മുടെ ഇമോഷൻസ് ഒക്കെ മറച്ചു വെച്ച് ഒരു കേർട്ടൺ ഇട്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ജോലി ചെയ്യുന്ന എല്ലാവരും ജോലിക്ക് വന്ന് നിൽക്കുന്നത്. അതിപ്പം ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്ന ജോലി മാത്രമല്ല, പോലീസുകാരുടെ കാര്യം പറഞ്ഞാലും ഞങ്ങൾ ഈ ക്യാമറയ്ക്ക് മുന്നിൽ മാത്രമല്ല കേട്ടോ, അതായത് ജേർണലിസ്റ്റുകൾ ഡെസ്കിലും ബ്യൂറോയിലും എല്ലായിടത്തും ഇങ്ങനെ പണിയെടുത്തോണ്ടിരിക്കുകയാണ്. ക്യാമറയ്ക്ക് മുന്നിൽ വരുന്ന കുറച്ച് പേരെ മാത്രമേ നിങ്ങളൊക്കെ കാണുന്നുള്ളൂ. പക്ഷെ അതിന്റെ പിന്നിൽ ജോലി ചെയ്യുന്ന, ഇപ്പൊ നമ്മുടെ ഇന്റർവ്യൂ തന്നെ ഷൂട്ട് ചെയ്യുന്ന അവരുടെ ഒരു ബുദ്ധിമുട്ട്, അവരെടുക്കുന്ന ലേബർ, അതിന്റെ എല്ലാം ഒരു റിഫ്ലക്ഷൻ ആണ് നമ്മളുടെ ഈ ഫേസ് നന്നായിട്ട് വരിക എന്നുള്ളത്. അപ്പോൾ ഇപ്പൊ എനിക്ക് നേരെ ഫേവർ ചെയ്തിരിക്കുന്ന ക്യാമറ വെച്ചിരിക്കുന്ന ക്യാമറമാൻ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് നല്ല രീതിയിൽ വെച്ചില്ല എങ്കിൽ ഞാൻ നന്നായിട്ട് വരില്ല. പക്ഷെ അതവൻ ചെയ്യും. അതെ, കേട്ടല്ലോ അല്ലേ? അതെ, കേട്ടല്ലോ അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞ ഇമോഷണൽ ആയിട്ടുള്ള ഒരു നമ്മുടെ പേഴ്സണൽ ഇമോഷൻസിനെ നമ്മൾ പലപ്പോഴും കട്ട് ചെയ്ത് നമ്മൾ പുറത്തെത്തിക്കാറില്ല. ഒരു ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ, സങ്കടം വന്നു കഴിഞ്ഞാലും കടിച്ചമർത്തുക, സന്തോഷം ഓവറായിട്ട് സന്തോഷം വന്നാലും ഭയങ്കരമായിട്ട് ചിരിക്കാതെ വളരെ ലൈറ്റായിട്ട് മാത്രം ചെറുതായിട്ടൊരു ചിരിയിൽ ഒതുക്കി പോകാൻ ശ്രമിക്കാറുണ്ട്. ഈ ജോലിയിലുള്ള നമ്മുടെ ഒരു അങ്ങനെ ആവണം എന്നൊരു തെറ്റിദ്ധാരണ അങ്ങനെയാണ്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയിലാണ്. പക്ഷെ ഭയങ്കരമായിട്ട് ഞാൻ ഞെട്ടിപ്പോയത് ഉമ്മൻചാണ്ടി സാറിനെ പറഞ്ഞ സമയത്ത് സുജയ കരയുന്ന കണ്ടപ്പോൾ ഞാൻ അത് കരച്ചിൽ കണ്ടപ്പോൾ എനിക്ക് കരച്ചിൽ വന്നു. അല്ല, ഞാൻ അത് അപ്പം മാത്രമല്ല, അതിന് മുമ്പ് സംസാരിക്കുമ്പോഴായാലും ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അച്ഛൻ്റെ വീട് കോട്ടയത്താണ്. ഇപ്പോൾ പുതുപ്പള്ളി മണ്ഡലത്തിൽ പെടുന്ന വാകത്താനം പഞ്ചായത്തിലാണ് ഞാൻ എൻ്റെ കുട്ടിക്കാലം അടക്കം കഴിഞ്ഞു പോയത്. അപ്പോൾ ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് എനിക്കൊരു രാഷ്ട്രീയ നേതാവല്ല. അവിടെ എനിക്ക് വിഷമം വരും. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഷാഫി പറമ്പിലിൻ്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത് അതിനകത്തിരിക്കുന്ന ആളുകളുടെ, കാരണം ചാണ്ടി ഉമ്മൻ തൊട്ടടുത്ത് നിൽക്കുകയാണ്. എനിക്ക് എന്തുകൊണ്ടാണ് വിലാപയാത്രയുടെ വാഹനത്തിനടുത്ത് ഉമ്മൻചാണ്ടിയുടെ അദ്ദേഹത്തിന്റെ മൃതദേഹത്തിന് തൊട്ടടുത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യാനായിട്ട് എന്നെ അനുവദിച്ചത് എന്ന് കൂടി ആലോചിക്കൂ. തീർച്ചയായിട്ടും. അപ്പോൾ എനിക്ക് ആ കുടുംബവുമായോ അല്ലെങ്കിൽ കോൺഗ്രസുമായോ അവിടേക്ക് എനിക്കൊരു കണക്ട് ഇല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് അകത്തേക്ക് കയറി അങ്ങനെ നിൽക്കാൻ കഴിയില്ല. ബാക്കിയുള്ള മാധ്യമപ്രവർത്തകരൊക്കെ മാറി നിന്നൊക്കെയാണ് റിപ്പോർട്ട് ചെയ്തത്. അതേ വാഹനത്തിൽ എല്ലാ മാധ്യമപ്രവർത്തകരും കയറിയിരുന്നു. അവിടെ ഒരിക്കലും എനിക്ക് അത് റേറ്റിംഗിന് വേണ്ടി കരയേണ്ട ആവശ്യമില്ല. ഞാൻ വളരെ ഇമോഷണലാണ്. ഇമോഷണൽ ആകുന്ന മനുഷ്യരൊന്നും പവർഫുൾ അല്ല എന്ന ചിന്തയും എനിക്കില്ല. കാരണം സംസാരിക്കുമ്പോൾ നമുക്ക് വരുന്ന ഇമോഷൻ എന്താണോ അത് നമ്മൾ കൃത്യമായിട്ട് അത് പ്രതിഫലിപ്പിക്കുക എന്നത് മാത്രമാണ്. അല്ലാതെ ക്യാമറയ്ക്ക് മുന്നിൽ ഒന്നും അല്ലാതെ മറ്റൊന്നും അങ്ങനെ ഒരു സുജയ പാർവതി ഇല്ല. എന്താണ് ഇപ്പൊ കാണുന്നത്, ഇതേ സുജയ പാർവതിയെ ക്യാമറയ്ക്ക് മുന്നിലും കാണും. അതായത് ഞാൻ പറഞ്ഞ ന്യൂസ് ഫ്ലോറിലും കാണും. അവിടെ ചെന്നപ്പോൾ അത് എനിക്ക് ആത്മാർത്ഥമായി എൻ്റെ കണ്ണ് നിറഞ്ഞതാണ്. ആ കണ്ണ് നിറഞ്ഞതിനെ മറ്റു തരത്തിൽ വികലമാക്കി അതൊക്കെ അവതരിപ്പിച്ചോട്ടെ, അതിപ്പോൾ ആര് പറഞ്ഞാലും എനിക്കതിലൊന്നും കുഴപ്പമില്ല. പിന്നെ എൻ്റെ സ്ഥാപനത്തിലുള്ള ആളുകൾക്ക് അറിയാം, കാരണം ഉമ്മൻചാണ്ടിയുമായി ആ ഒരു കണക്ട് ഉള്ളത് കൊണ്ട്, ഉമ്മൻചാണ്ടി എന്ന വ്യക്തിയോട് എനിക്ക് അത്രയും സ്നേഹമുള്ളത് കൊണ്ടുമാണ്. എൻ്റെ രാഷ്ട്രീയത്തെ പരിഹസിച്ചുകൊണ്ടൊക്കെ ന്യൂസ് ഫ്ലോറിൽ അടുത്ത കൗണ്ടിംഗ് ഡേയിൽ ചോദിച്ചു, ഉമ്മൻചാണ്ടിക്ക് ആണല്ലോ അത്, എന്തുകൊണ്ടാണ് മറ്റു പാർട്ടികളുടെ വോട്ടൊക്കെ മാറിപ്പോയത്? ഞാൻ പറഞ്ഞു, അത് പുതുപ്പള്ളി ഉമ്മൻചാണ്ടിക്ക് കൊടുക്കുന്ന ആദരവാണ്. അത് ട്രോൾ ചെയ്താലും ഞാൻ അത് ഇന്നും പറയും. ഇപ്പോൾ ചാണ്ടി ഉമ്മന് കിട്ടിയ ഈ ഭൂരിപക്ഷം എന്ന് പറയുന്നത് പുതുപ്പള്ളിക്കാർ ഒന്നാകെ ഉമ്മൻചാണ്ടിയുടെ മകൻ ജയിക്കണം എന്ന് ആഗ്രഹിച്ചത് കൊണ്ട് മാത്രമാണ്. അവിടെ ഭരണവിരുദ്ധ വികാരമുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അവിടെ ഉമ്മൻചാണ്ടിയോടൊരു ഇഷ്ടം പുതുപ്പള്ളിക്കുണ്ട്. അത് ഏത് പൊളിറ്റീഷ്യൻ, ഏത് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളായാലും, എൻ്റേതൊരു കോൺഗ്രസ് കുടുംബമൊന്നും അല്ല, പക്ഷേ ഉമ്മൻചാണ്ടി ഇഷ്ടമാണ്. ഞാൻ അന്ന് പറഞ്ഞു, എൻ്റെ വീട്ടുകാരടക്കം ചാണ്ടി ഉമ്മനായിരിക്കും വോട്ട് ചെയ്തിട്ടുണ്ടാവുക എന്ന്. എൻ്റെ ബന്ധുക്കളൊക്കെ അവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് ഒരു വികാരമാണ്. അത് ആ വ്യക്തി ഉണ്ടാക്കിയെടുത്ത ഒരു പ്രതിച്ഛായയാണ്. ഉമ്മൻചാണ്ടി എനിക്കിഷ്ടം ആ കാര്യത്തിൽ. ഞാൻ പറഞ്ഞല്ലോ, ജനങ്ങളിലേക്ക് ഇറങ്ങണം. എനിക്ക് അങ്ങനെ ഇറങ്ങി നിൽക്കുന്നതാണ് എനിക്കും താല്പര്യം. കാരണം ഈ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നേതാവിനെ രാഷ്ട്രീയമായി ഇഷ്ടപ്പെടാത്തവർ പോലും അദ്ദേഹം ജനങ്ങളുമായി ഉണ്ടാക്കിയ കണക്റ്റിനെ അഭിനന്ദിക്കാതെ പോകില്ല. അപ്പോൾ ആ കണക്ട് കുട്ടിക്കാലം മുതൽ കണ്ടറിഞ്ഞ് വന്നയാളാണ് ഞാൻ ആദ്യമായിട്ട് ഒരു പൊതുപരിപാടിയിൽ പ്രസംഗിക്കുന്നത് എന്നാണെന്നറിയുമോ, എനിക്കൊരു 5 വയസ്സ് 6 വയസ്സ് കാണും, അത്രേ ഉള്ളൂ. അന്ന് അവിടെ കോൺഗ്രസിന്റെ ഒരു പഞ്ചായത്ത് മെമ്പറോ പ്രസിഡന്റാണോ മെമ്പറാണോ ആ സമയത്ത് ഞാൻ ഓർക്കുന്നില്ല, ജോഷി ഫിലിപ്പ് എന്നാണ് അദ്ദേഹത്തിന്റെ DCCയുടെ മുൻ പ്രസിഡന്റ് ഒക്കെയാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ സുഹൃത്താണ്. അപ്പോൾ പറഞ്ഞു, കുഞ്ഞിനെ ഒന്ന് പ്രസംഗിക്കാൻ എന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് പോവാണ്. അപ്പോൾ അവിടെ പോയി നിന്ന് ഈ പൊതുയോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ എനിക്കിത് എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ ഈ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന് ചെന്നപ്പോൾ വീണ്ടും ജോഷി ഫിലിപ്പിനെ കണ്ടപ്പോഴേക്കുമാണ് ജോഷി ചേട്ടൻ പറയുന്നത്, അന്ന് എടുത്തോണ്ട് പോയി പ്രസംഗിപ്പിച്ച ആളാണ് ഇവിടെ വന്നിപ്പോൾ എന്നോട് ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അത് എൻ്റെ ആ നാടുമായുള്ള ബന്ധമാണ്, അല്ലെങ്കിൽ അവിടുത്തെ കോൺഗ്രസ്സുകാർ. അപ്പോൾ ജോഷി ഫിലിപ്പ് എന്ന നേതാവിന് ഇന്നും എന്നോട് ആ കുട്ടി എന്നുള്ളൊരു കരുതലുണ്ടെങ്കിൽ, ഉമ്മൻചാണ്ടി എന്ന വ്യക്തി മരിക്കുമ്പോൾ എനിക്ക് ആ സങ്കടം വന്നില്ലെങ്കിൽ ഞാൻ മനുഷ്യനല്ല. ഉമ്മൻചാണ്ടി എന്ന വ്യക്തിയെ ഞാൻ ഇന്നും സ്നേഹിക്കുന്നുണ്ട്. അത് ഇപ്പോൾ ചാണ്ടിയുമ്മനെയോ അച്ചുമ്മനെയോ ഒക്കെ മാധ്യമങ്ങളൊക്കെ വിമർശിക്കുമായിരിക്കും, അല്ലെങ്കിൽ അവരെ എടുത്ത് ട്രോളുമായിരിക്കും. പക്ഷേ ഞാൻ കണ്ടുവന്ന ഉമ്മൻചാണ്ടിയെ എനിക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ, അതിപ്പോൾ CBI റിപ്പോർട്ടൊക്കെ വന്നല്ലോ, അത് മീറ്റ് എഡിറ്റേഴ്സിൽ ചർച്ച ചെയ്തപ്പോഴേക്കും ഞാൻ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ഇരുന്ന് വാദിക്കുന്നതും കണ്ടു കാണുമല്ലോ. അത് എൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന, അതാ ഞാൻ പറഞ്ഞത്, ഞാൻ ഒരിക്കലും ഫേക്ക് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുക്കാൻ എനിക്ക് പറ്റില്ല. അതിനെന്നെ ആരെന്ത് വിമർശിച്ചാലും ഞാൻ ആ ഒരു ഇതിലേക്ക് പോകില്ല. വിമർശിക്കുന്നവർ വിമർശിച്ചു, അതിലും പോസിറ്റീവ് ഉണ്ട്.
അന്ന് ഞാൻ എനിക്ക് സങ്കടം വന്നിട്ട് കരഞ്ഞതാണ്, അല്ലാതെ അങ്ങനെ എനിക്ക് സങ്കടം വരാതെ ഇപ്പൊ ഞാനത് പറയുമ്പോൾ പോലും എന്റെ നേരത്തെ ടോണിൽ നിന്ന് മാറിയിട്ടുണ്ട്. അത് എനിക്ക് അങ്ങനെ, ഞാനൊരു അഭിനേതാവല്ല, ഞാനൊരു മോഹൻലാലോ മമ്മൂട്ടിയോ ഒന്നും അല്ലല്ലോ. അപ്പോൾ അതെന്ന് പറയുന്നത് നമുക്ക് സ്വാഭാവികം വരുന്നതാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ അത് കണ്ടിരിക്കുന്ന ആൾക്ക് മനസ്സിലാവും. എന്താ പറയുക, ഞാൻ ഇതിനിടയിൽ ചോദിക്കാനായിട്ട് ഞാൻ ഇടയിൽ കയറാതിരിക്കാനായിട്ട് ഞാൻ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം പറയാനുള്ളത് പൊതുവേ ഒരു ന്യൂസ് റിപ്പോർട്ടറിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരോട് ചോദ്യം ചോദിക്കുന്നു, അവരെ ആൻസേഴ്സ് കിട്ടുന്നു. പക്ഷേ പല സമയത്തും നമുക്ക് ഈ പറഞ്ഞ പോലെ ഇടയിൽ കയറി ബ്രേക്ക് ചെയ്യേണ്ട ഒരു അവസരം വരത്തില്ലേ? പലപ്പോഴും നമുക്ക് നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോൾ റൂമിൽ നിന്ന് ക്യൂസ് വരും, അല്ലെങ്കിൽ ഒന്ന് ബ്രേക്ക് പറയണം, അല്ലെങ്കിൽ ഒന്ന് ഇടപെടണം, അങ്ങനെയൊക്കെയുള്ള നിർദ്ദേശങ്ങൾ വരാറുണ്ട്. പിന്നെ ചിലപ്പോഴൊക്കെ നമ്മൾ അറിയാതെ ഇടപെട്ട് കഴിയുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ച സന്ദർഭങ്ങളുണ്ട്, പക്ഷെ ഇടപെടണ്ടായിരുന്നു, പറഞ്ഞു തീർത്തോട്ടെന്ന് വെക്കായിരുന്നു, ഇനി പോക്കോട്ടെ എന്നുള്ളതാണോ? അല്ല, പറഞ്ഞോട്ടെ എന്ന് വെക്കാമായിരുന്നു എന്നൊക്കെ തോന്നും. പിന്നെ ചില ആളുകൾ കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി, അതും ആ ന്യായത്തിൽ യുക്തിയില്ലെന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ ഇടപെടാറുണ്ട്. അതായത് മുട കണ്ടാൽ ഇടപെടും. അടുത്ത വൈറൽ കട്ടായല്ലോ അല്ലേ? അതെ അതെ അതെ. ഇപ്പം ഞാൻ പറഞ്ഞു തുടങ്ങിയൊരു വിഷയം എന്ന് പറയുന്നത് ഇമോഷണൽ ആവുന്നു എന്ന് പറഞ്ഞതിന് മുന്നേ, അതായത് ജനങ്ങളിലേക്ക് കൂടുതൽ സെൻസിറ്റീവ് ആണ്. അതെന്റെ അടുത്തുള്ള, അതായത് ഞാൻ ഈ അഭിമുഖത്തിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ ഒന്നും എന്നെ കുറിച്ച് അധികം കേട്ടിട്ടില്ല. അത് ഞാൻ അങ്ങനെ എഴുതാത്തതാണ്. ഞാൻ കുറച്ച് സെൻസിറ്റീവ് ആണ്, സെൻസിറ്റീവ് ടു ഇഷ്യൂസ് ഓൾസോ. കാരണം ആളുകളുടെ പ്രശ്നങ്ങൾ, ഇപ്പൊ എന്റെ മുന്നിൽ വന്നിരുന്നിട്ട് ഒരാൾ അയാളുടെ ദുരിതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്റെ കണ്ണ് നിറയും. അതിനെയാണ് ഇമോഷണൽ എന്ന് പറയുന്നതെങ്കിൽ അതെ, അതും ഒരു ബീയിങ് സെൻസിറ്റീവ് ഇസ് ഇമോഷണൽ. അതെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇമോഷണൽ ആണ്. പക്ഷേ ആ പ്രശ്നത്തിന് എന്ത് പരിഹാരം ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ച് എന്റെ ബ്രെയിൻ അതേസമയം തന്നെ ചിന്തിക്കും. ഇമോഷണൽ ആയിട്ട് മാത്രം ഇരിക്കില്ല, ഇമോഷണലായി മാത്രം ഇരിക്കില്ല, സെൻസിറ്റീവായി മാത്രം ഇരിക്കില്ല. അതിന്റെ സൊല്യൂഷൻ എന്താണെന്നതിനെ കുറിച്ച് ഞാൻ ആലോചിക്കും. ഈ കരച്ചിൽ മാത്രമല്ല കേട്ടോ, എനിക്ക് നല്ലപോലെ ദേഷ്യവും വരാറുണ്ട്. ദേഷ്യം വരാറുണ്ട്, സെൻസിറ്റീവ്. അത് മറ്റേ മമ്മൂട്ടിയുടെ ഡയലോഗ് ഞാൻ പറയാൻ വേണ്ടിയല്ലേ? അല്ല, ചെറുതായിട്ട്, അത് ഫുള്ളായിട്ട് മമ്മൂട്ടിക്ക് വിചാരിച്ചിട്ടാണ് പറഞ്ഞു വന്നൊരു പോയിന്റ്. ഇപ്പോൾ അതെ, അപ്പോൾ ഈ സങ്കടം മാത്രമല്ല, ഇപ്പോൾ ഒരു കാര്യം കൃത്യമായിട്ടല്ല നടക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ തന്നെ എന്നെ സ്വയം വിലയിരുത്തുന്ന, വിമർശനാത്മകമായി വിലയിരുത്തുന്ന ഒരു കാര്യമാണ്, പെർഫെക്ഷൻ വന്നില്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് ടെമ്പർ കയറും. പെർഫെക്ഷൻ വരണം എന്ന് ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ആ ജോലിയിൽ പെർഫെക്ഷൻ വരാതിരുന്നാൽ, പക്ഷെ അതേസമയം തന്നെ അത് മറ്റേ ആളെ ഹർട്ട് ചെയ്യാതിരിക്കാൻ ഞാൻ പരമാവധി നോക്കാറുണ്ട്. എങ്ങാനും ഹർട്ട് ചെയ്തു എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഇതും എന്നെ കളിയാക്കാറുള്ളതാണ്. കഴിഞ്ഞ ദിവസം മീറ്റ് എഡിറ്റേഴ്സിലടക്കം കളിയാക്കിയതാണ്. ഞാൻ ചെന്ന് പോട്ടെ, സാരമില്ല, ദേഷ്യപ്പെടാൻ ചെയ്യുന്നത് ആശ്വസിപ്പിക്കുകയും ചെയ്യും. അതെ, പോട്ടെ, സാരമില്ല, ഞാൻ അപ്പൊ തോന്നിയിട്ട് ഇന്നും കൂടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കാരണം കഴിഞ്ഞ ദിവസം ഒരു ഗസ്റ്റിന്റെ കാര്യത്തിൽ ഗസ്റ്റ് വന്ന് സൂമിലാണ് കണക്ട് ചെയ്തത്. അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് അതിന്റെ പ്രൊപ്പോർഷൻ വന്നില്ല. ഗസ്റ്റിന്റെ വിൻഡോ അടിക്കുമല്ലോ ഡിബേറ്റിന്, അപ്പൊ ഡിബേറ്റ് വിത്ത് സുജയ എന്ന് പറഞ്ഞ് ആ ഡിബേറ്റ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ പ്രൊപ്പോർഷൻ കറക്റ്റ് ആയില്ല. അപ്പൊ എനിക്ക് ദേഷ്യം വന്നു. ഇത് കറക്റ്റ് ആയിട്ടല്ലോ പോകുന്നു, ഇത് ആരും ശ്രദ്ധിക്കുന്നില്ല, ഇതും കാണുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടു, ഇത് ആരും കാണുന്നില്ല, ഫ്രെയിം സൈസ് ഒക്കെ അതൊന്ന് കറക്റ്റ് ആക്കുമോ എന്നൊക്കെ പറഞ്ഞ് ഇടുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ആ കോർഡിനേറ്റ് ചെയ്ത ആളുടെ പ്രശ്നമൊന്നും അല്ല, പക്ഷെ ഇതിങ്ങനെ സംഭവിച്ചല്ലോ എന്നുള്ളത്, കൃത്യമായി പോയില്ലല്ലോ എന്നുള്ളത് അതെന്നെ അലട്ടും. കാരണം എന്റെ സ്ക്രീൻ, ഞാൻ എന്റെ സ്ക്രീൻ എന്ന് ഞാൻ പറയുന്നത്, എന്റെ സ്ഥാപനത്തിന്റെ സ്ക്രീൻ എന്ന് പറയുന്നത് ഐ ഓൺ മൈ കമ്പനി, മൈ ബ്രാൻഡ്. ഞാൻ ഇന്റർവ്യൂവിന് വരുന്നതിന് മുമ്പ് പറഞ്ഞല്ലോ, എന്റെ ബ്രാൻഡിനെ ഹർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഉത്തരങ്ങളൊന്നും എന്നിൽ നിന്ന് ഉണ്ടാവില്ല. ഞാൻ അങ്ങനെ ഹർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ആ ബ്രാൻഡ് എന്നോട് അങ്ങനെ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. നമ്മളെ ദ്രോഹിക്കാത്തവരെ നമ്മളെന്തിനാ ദ്രോഹിക്കുന്നത്? അപ്പോ ദ്രോഹിച്ചവരെ പോലും വെറുതെ വിട്ട പാരമ്പര്യമാണ് ഉള്ളത്. അതിലേക്ക് ഞാൻ കിടക്കണോ? അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ആ സമയത്തുണ്ടാകുന്ന ഇതെന്താ അങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിച്ച് ഞാൻ അപ്പോൾ ആ ദേഷ്യം പ്രകടിപ്പിച്ചു പോകും. അത് പറയാതെ ഞാൻ മനസ്സിൽ വെക്കില്ല. മറ്റ് ഒരു സ്ഥലത്ത് അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുന്ന ഒരു രീതിയും എനിക്ക് താല്പര്യമില്ല. അത് അവിടെ പറയും. അത് കഴിഞ്ഞിട്ട് ഇന്ന് ആ കുട്ടിയെ ഞാൻ വീണ്ടും കണ്ടു ആ പ്രൊഡക്ഷൻ. അപ്പോൾ ഇത് ഇന്ന് എന്നെ മാം ഇന്ന് എടുത്ത് റെഡിയാക്കാം അല്ല, പക്ഷെ ഞാൻ ഇന്ന് ചെന്നിട്ട് പറഞ്ഞു ഇന്നലെ ആ സംഭവം ഉണ്ടായതുകൊണ്ടാട്ടോ, അല്ലാതെ എനിക്ക് നത്തിങ് എഗെയിൻസ്റ്റ് യു. അത് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. അവിടെ വിടുക. അത് കഴിഞ്ഞു. ഇപ്പൊ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർവ്യൂവിൽ ചോദിച്ച കാര്യങ്ങളിൽ എനിക്ക് ഇതുവരെ ഒന്നും അതൃപ്തി ഉണ്ടായില്ല, ഇനി അങ്ങനെ ആയിരിക്കും. അപ്പോ ഒന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. അതെ അതെ, എന്റെ ഇന്റർവ്യൂ അങ്ങനെയല്ല. അപ്പോ അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ ഇത് മൊത്തം ഒന്ന് എടുത്ത് ഒന്നുകൂടെ എഡിറ്റിന്റെ സമയത്ത് കാണുമല്ലോ. അപ്പോൾ നമ്മൾ തുടങ്ങിയത് എങ്ങനെയാണ്, ഇപ്പൊ നമ്മൾ തമ്മിലുള്ള വൈബ് എന്താണ്, ആ ഒരു ചേഞ്ച് അത് എനിക്ക് എന്റെ ലൈഫിൽ ത്രൂ ഔട്ട് വേണം ഞാൻ ആഗ്രഹിക്കുന്നത്. അത് റിയൽ സെൽഫ് പുറത്ത് കാണിക്കുന്നതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ആൾക്കാരുമായിട്ടൊരു പെട്ടെന്ന് ജെല്ലാവും. അതെ, ആളുകളുമായിട്ട് കണക്ട് ചെയ്യുക. അതാ ഞാൻ പറഞ്ഞു, ആളുകളുമായിട്ട് കണക്ട് ചെയ്യുക, കൂടുതൽ പേരെ പരിചയപ്പെടുക. അങ്ങനെ എന്റെ ജീവിതത്തിന്റെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. ഇനിയുള്ള അങ്ങോട്ടുള്ള വർഷങ്ങൾ എന്ന് പറയുന്നത്, നമുക്ക് ദൈവം തരുന്ന ഈ ഒരു ജീവിതം എന്ന് പറയുന്നത് നമ്മൾ മറ്റാർക്കെങ്കിലും ഒക്കെ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കണ്ടേ. ആ ഇമ്പാക്ട് ഉണ്ടാക്കി കൊടുക്കാൻ
കൊടുക്കാനായിട്ട് പറ്റുന്നതൊക്കെ ചെയ്യണം. അതൊരു മാധ്യമ പ്രവർത്തക എന്നുള്ള റോളിൽ തന്നെ നിന്നുകൊണ്ട് ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നത്, അതോ മറ്റൊരു തലത്തിലേക്കും കൂടെ ഇറങ്ങിച്ചെന്ന്, കാരണം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ റോൾ ചിലപ്പോൾ പേരുകൾ കൂടുതലും മാറാൻ സാധ്യതയുണ്ട്. ഒരു ന്യൂസ് റൂമിലെ ജേർണലിസ്റ്റ് എന്നതിലുപരി ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു പൊളിറ്റിക്കലി ആവുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ആൾക്കാരുടെ ഇടയിൽ ചെന്ന് അവരുടെ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉള്ളൊരു മേഖല കൂടിയാണ്. വളരെയധികം പൊളിറ്റിക്കലി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് സുജയ എന്ന് ഇതുവരെ ഓൾറെഡി കാണിച്ചിട്ടുമുണ്ട്. സോ അപ്പോൾ അങ്ങനെയുള്ളൊരു നിയർ ഫ്യൂച്ചർ, ഇതൊരു ട്രിക്കി ക്വസ്റ്റൻ ആണെന്ന് ഞാൻ പറയുന്നത്. ഇത് വളരെ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. ഡയറക്റ്റ് ആൻസർ പറയാം. ഇപ്പോൾ ഞാനൊരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ, അതായത് റിപ്പോർട്ടർ എന്ന് പറയുന്ന ബ്രാൻഡ് അത് മുഖം മിനുക്കി എത്തിയപ്പോൾ അതിനുള്ളിൽ ഞങ്ങളുടെ എഡിറ്റോറിയൽ തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഫൈറ്റ് ഫോർ ജസ്റ്റിസ് എന്ന് പറയുന്നത് ഈസി അല്ല. കാരണം പലപ്പോഴും പല പേരുകളും വരുമ്പോൾ നമുക്ക് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം നമുക്ക് നിർത്തി പോരേണ്ടി വരും. ഇപ്പോൾ താനൂർ കസ്റ്റഡി കൊലപാതകം അത് റിപ്പോർട്ടറിന്റെ ടീമാണ് ഏറ്റെടുത്തതും. അത് അത്രയും, അല്ലെങ്കിൽ അത് മുങ്ങിപ്പോയേനെ, ആ മുങ്ങിപ്പോകുമായിരുന്ന വാർത്തയെ എടുത്ത്, അതാണ് ഞാൻ പറഞ്ഞത്, ജനങ്ങളിലേക്ക് ഇറങ്ങി താനൂരിൽ പോയി നമ്മൾ ഡിബേറ്റ്സ് ചെയ്തു. അപ്പോൾ മുങ്ങിപ്പോകാവുന്ന ജനങ്ങളുടെ വിഷയങ്ങൾ, ഒരു സാധാരണ കുടുംബമാണ് ഈ താമർ ജിഫ്രിയുടെ, അല്ലാതെ വലിയ ബിഗ് ഷോട്ടൊന്നും അല്ല. അപ്പോൾ ഒരു ബിഗ് ഷോട്ട് അല്ലാത്തത് കൊണ്ട് ഒരു അറ്റൻഷൻ കിട്ടാതെ മുങ്ങിപ്പോകുമായിരുന്നിരിക്കാം. അത് CBI ഇപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ആ ഒരു ടീമിന്റെ വിജയമാണ്. ഞങ്ങളുടെ അഷ്കർ അലിയും മുബഷിർ അക്ബറും അവിടെ നിന്ന് കണ്ടെടുത്ത വാർത്തയെ പിന്നീട് അങ്ങോട്ട് നമ്മുടെ SIT ഫോം ചെയ്യുന്നു. അവിടെ TV പ്രസാദും അൻലൈരൂരും പോയി SI ഇന്റർവ്യൂ ചെയ്യുന്നു. അങ്ങനെ അതൊരു ഞങ്ങളുടെ ഒരു ടീം വർക്കാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് കാണുന്ന. ഇപ്പോൾ ഞങ്ങളുടെ സെഗ്മെന്റ്സ് നോക്കിയാലും അറിയാം, മറ്റു ചാനലുകളിൽ ഇല്ലാത്ത വീട്ടിലെ റിപ്പോർട്ടർ ഉണ്ട്. അപ്പം MLA വിളിച്ചിരുത്തിയിട്ട് നാട്ടുകാർക്ക് ചോദിക്കാനുള്ള വഴിയൊരുക്കുന്നുണ്ട്. റിപ്പോർട്ടർ പ്രസ് കോൺഫറൻസ് പറഞ്ഞ് ഞങ്ങളൊരു പ്രസ് ക്ലബ്ബ് തന്നെ ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതാ ഞാൻ പറഞ്ഞത്, കൂടുതൽ ആളുകളിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റണം. അല്ലാതെ എല്ലാവരും കൊടുക്കുന്ന വാർത്ത കൊടുക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ ഒരു റിപ്പോർട്ടർ? അല്ലെങ്കിൽ റിപ്പോർട്ടർ റീബ്രാൻഡ് ചെയ്യുന്നത് കൊണ്ട് എന്താണ് കാര്യം? ഏഷ്യാനെറ്റ് ന്യൂസോ മനോരമ ന്യൂസോ മാതൃഭൂമി ന്യൂസോ 24 ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാനായിരിക്കരുത് റിപ്പോർട്ടർ എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ ആഗ്രഹം. ആ രീതിയിലുള്ള ഒരു വർക്ക്, അതാണ് ഞാൻ പറഞ്ഞത്, ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലും, ജനങ്ങൾക്കൊപ്പമായിരിക്കും. പിന്നെ മറ്റേ കാര്യം അതിനാണല്ലോ കൂടുതൽ താല്പര്യം. അല്ല, തൽക്കാലം ഇത് മതി. അതാവുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത ഇരിപ്പില്ല, നമ്മൾ വീണ്ടും കാണുമല്ലോ. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ കമന്റ്സ് ഉടനെ തന്നെ സുജയെ നമുക്ക് ഒരു ഇലക്ഷനിൽ കാണാം, അല്ലെങ്കിൽ നല്ലൊരു പൊസിഷനിൽ എത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാവരും പറയുന്നത്. എന്നോടാരും പറയുന്നില്ല. അങ്ങനെ ചോദിക്കുവാണെങ്കിൽ എന്നോടാരും പറഞ്ഞില്ല. എന്നോടാരെങ്കിലും പറയട്ടെ, അപ്പൊ നോക്കാം. ഞാൻ പറയുന്നു. അങ്ങനെ നമുക്കൊരു, അല്ല, താങ്കൾക്ക് രാഷ്ട്രീയ പാർട്ടി ഉണ്ടോ? ഇല്ല, ഞാൻ പൊളിറ്റിക്കലി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരാളല്ല. അല്ല ഞാനും ഇതുവരെ പൊളിറ്റിക്കലി, അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാഗമല്ല. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അംഗമല്ല. ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ പോലും ഉണ്ടായിട്ടില്ല. ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്, അതായത് ആകെ എന്റെ ജീവിതത്തിൽ ഇതുവരെയുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്, അതിന് മുമ്പ് സോഷ്യൽ മീഡിയ കുറെ മത്സരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിൽ നിന്ന് ഞാൻ ആ രാജിക്കത്തൊന്ന് കൊടുത്തതേ ഉള്ളൂ. അപ്പോഴേ എന്നെ സ്ഥാനാർത്ഥിയാക്കി എനിക്കൊരു മണ്ഡലവും തന്നാണ്. അപ്പോൾ ഇത് ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം. ഞാൻ ആകെ ഇതുവരെ എന്റെ ജീവിതത്തിൽ ആകെ മത്സരിച്ചിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പാണ്. ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അവിടെ ആ മത്സരിച്ച സീറ്റിൽ ജയിച്ചു. പക്ഷെ അത് ഞാൻ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടല്ല മത്സരിച്ചത്. പക്ഷേ അവിടെ എന്നെ പിന്തുണച്ചത് SFI ആണ്. അതായത് അവരുടെ സ്ഥാനാർത്ഥിയെ മാറ്റി, അതായത് സ്ഥാനാർത്ഥി അവർ പിൻവലിച്ചു. അപ്പോൾ വേണമെങ്കിൽ ഘടനാപരമായി പറയാം, SFI അവിടെ കാൻഡിഡേറ്റിനെ നിർത്തിയില്ല. KSU സ്ഥാനാർത്ഥിയുമായിട്ടുള്ള നേർക്കുനേർ മത്സരമായിരുന്നു, അതിൽ വിജയിച്ചു. അതും സംവരണ സീറ്റ് അല്ല കേട്ടോ, ജനറൽ സീറ്റാണ്. സംവരണത്തെ കുറിച്ച് ചോദിച്ചാലോ എന്ന് വെച്ചാൽ ഞാനത് പറഞ്ഞത്. മെൻസ് കോളേജിലാണ് ഞാൻ പഠിച്ചത് ഡിഗ്രിക്ക്. അതെ, SB കോളേജ് മെൻസ് കോളേജ് ആണ്. അപ്പോൾ അവിടെ ഡിഗ്രിക്കും PGക്കും ചില സെലക്ടഡ് കോഴ്സസിൽ ആണ്. അവിടെ PGക്ക് എല്ലായിടത്തും ഉണ്ട്, പക്ഷെ ഡിഗ്രിയിൽ ചില സെലക്ടഡ് കോഴ്സസിൽ മാത്രമേ ഉള്ളൂ. ഞാൻ BA വൊക്കേഷണൽ ഇംഗ്ലീഷ് വിത്ത് ജേർണലിസം ആണ് പഠിച്ചത്. അപ്പോൾ അവിടെ എൻ്റെ ക്ലാസ്സിൽ ഞാനടക്കം 5 പെൺകുട്ടികളെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ക്ലാസ്മേറ്റ്സ്, അതുകൂടി പറയണമല്ലോ, എൻ്റെ ആ ഒരു ബാച്ച്, BA വൊക്കേഷണൽ ബാച്ച് എന്ന് പറയുന്നത്, ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ നല്ല ജെല്ലായിട്ടാണ് പോകുന്നത്. അപ്പൊ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എൻ്റെ ഒരു എനർജി സോഴ്സ് ആണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലൊക്കെ ഉടനെ അടിയുടെ അവനെന്ന് പറയുന്ന മട്ടിലുള്ള അങ്ങനത്തെ ഫ്രണ്ട്സ് ആണ്. അപ്പോൾ വിമർശനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും അതിൽ അപ്പോഴേ നമ്മളെ പാമ്പർ ചെയ്യാനായിട്ട് ഓടി വരുന്ന, അതാണ് ഞാൻ പറഞ്ഞത്, പലതരത്തിലുള്ള സപ്പോർട്ടിംഗ് സിസ്റ്റം. അത് ഇപ്പോൾ നമ്മൾ തമ്മിൽ ഇപ്പോൾ ഈ സംസാരിച്ച് കഴിയുമ്പോഴേക്കും നാളെ എന്നെ വിളിച്ചെടുത്ത് കാണോ എന്ന് ചോദിക്കുന്ന തരത്തിൽ അങ്ങനെ ഡെവലപ്പായി വരുന്നതാണ്. ആളുകളുമായിട്ടുള്ള കണക്ട് എന്ന് പറയുന്നത്, അത് എനിക്ക് കൊണ്ടുപോകണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ, പുതിയ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുന്നതിലും. അതെ, എനിക്ക് അങ്ങനെ ഒരു നേച്ചറാണ് എനിക്ക് താല്പര്യം. ഞാൻ എൻ്റെ ലൈഫിലും അങ്ങനെ ചെയ്തിട്ടുള്ളൂ. നമ്മൾ കരിയറിൽ ഭയങ്കരമായിട്ട് മുഴുകി ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമുക്ക് തിരക്കുണ്ടാവും. കരിയറും വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എപ്പോഴും ബ്രേക്ക് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ മാറ്റി നിർത്തപ്പെടുന്നത് നമ്മുടെ ഫ്രണ്ട്സിനെ ആയിരിക്കും. അവരവിടെ ഉണ്ടാവുമല്ലോ, അപ്പോൾ നമ്മൾ ടേക്കൻ ഫോർ ഗ്രാൻഡഡ് ആക്കി അങ്ങനെ ചെയ്യാൻ പാടില്ല.
കാരണം അവരവിടെ ഉണ്ടാവണമെന്നില്ല. കാരണം അവരുടെ ലൈഫിൽ എന്താ സംഭവിക്കുന്നത്, അവരെന്തിലൂടെയൊക്കെ കടന്നു പോകുന്നത് നമ്മൾ ചിന്തിക്കാറുണ്ടോ? നമ്മൾ നമ്മുടെ തിരക്ക്, നമ്മുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് അങ്ങനെയൊക്കെ ആയിരിക്കും ചിന്തിക്കുക. അല്ലെങ്കിൽ നമ്മളെപ്പോഴും നമുക്ക് ഈ ഫെയിം ഉണ്ട്, നമ്മളെപ്പോഴും ടെലിവിഷൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. എൻ്റെ കൂടെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്ത ജേർണലിസം പഠിച്ചവരിൽ അധികം പേരൊന്നും ഇല്ല, ഇന്ന് ഫീൽഡിലില്ല. പലരും മറ്റു പല ജോലികളിലേക്കാണ് പോയത്. ഡിഗ്രിക്ക് പഠിച്ചവരിലും ഇല്ല, 1-2 പേരൊഴികെ ബാക്കി എല്ലാവരും മറ്റു ഫീൽഡിലേക്കാണ് പോയത്. എൻ്റെ ഒരു സുഹൃത്ത് ഇപ്പോൾ ജഡ്ജിയാണ്. അപ്പോൾ അദ്ദേഹമായിട്ടും, അതായത് ജഡ്ജിയുടെ ചേംബറിൽ പോയിരുന്നു വർത്താനം പറയാൻ പറ്റുന്ന മാധ്യമപ്രവർത്തക. മറ്റേ ഈ അഭിഭാഷകരുമായിട്ടുള്ള തർക്കം വരുമ്പോഴേക്കും എൻ്റെ മറ്റൊരു സുഹൃത്ത് ക്രിമിനൽ ലോയറാണ് ഹൈക്കോർട്ടിൽ. അപ്പോൾ സുഹൃത്ത് മീൻസ് എൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ച ആള്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു കണക്റ്റാണ്. അതായത് പല മേഖലകളിലേക്ക് നമ്മുടെ സുഹൃത്തുക്കൾ മാറിപ്പോയിരിക്കണം. അതുപോലെ നഴ്സുണ്ട്, ഡോക്ടറുണ്ട്, അങ്ങനെ പല മേഖലകളിലേക്ക് പോയിരിക്കണം. അപ്പോൾ ശരിക്കും വല്ലപ്പോഴെങ്കിലും ഇവരോടൊക്കെ സംസാരിച്ചാൽ ഒരു പോസിറ്റീവ് എനർജി, നമ്മുടെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കും. പിന്നെ ഇന്നലെ സംസാരിച്ചെടുത്ത് ആണ് നമ്മൾ തുടരുന്നത് എന്ന രീതിയിൽ ഒരു 10 വർഷത്തിന് ശേഷം കണ്ടാലും സംസാരിക്കാൻ പറ്റുന്ന ഫ്രണ്ട്സ്, അതാണ് എനിക്ക് എൻ്റെ ഒരു സ്ട്രെങ്ത് ആയിട്ട് ഞാൻ അതാണ് കരുതുന്നത്. എനിക്ക് മാധ്യമ മേഖലയിൽ അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളൊന്നും ഇല്ല. ഞാൻ സത്യസന്ധമായിട്ടാണ് പറയുന്നത്, എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളൊന്നും ഇല്ല. കാരണം നമ്മൾ ഈ സ്ഥാപനങ്ങളിലായിരിക്കുമ്പോഴുള്ള സൗഹൃദം അതിപ്പോഴും തുടരുന്ന ചിലരുണ്ട്. ഇപ്പം ഏഷ്യാനെറ്റ് ന്യൂസിലെ അഖില പ്രേമചന്ദ്രനൊക്കെ. അപ്പോൾ അത് ആ സ്ഥാപനത്തിൽ നിന്ന് ഉണ്ടാക്കിയ സൗഹൃദം അത് സ്ഥാപനം വിട്ടാലും 24ലേക്ക് വന്നാലും ഞാൻ ഇപ്പോൾ റിപ്പോർട്ടറിലായാലും എഡി എന്ന് വിളിച്ച് സംസാരിക്കാൻ പറ്റുന്ന അങ്ങനെ ചില സൗഹൃദങ്ങളുണ്ട്. ഇപ്പോൾ എൻ്റെ കൂടെ പഴയ റിപ്പോർട്ടറിലും ജോലി ചെയ്ത് ഇപ്പോഴത്തെ റിപ്പോർട്ടറിലും ജോലി ചെയ്യുന്ന വിനിത വേണുണ്ട്. അപ്പോൾ അങ്ങനെ ചില സുഹൃത്തുക്കളെ നമ്മൾ ഇങ്ങനെ ഒരു ഈ മാധ്യമ മേഖലയിൽ നിന്നുള്ളതാണ് ഞാൻ പറയുന്നത്. മാധ്യമ മേഖലയിലെ സുഹൃത്തുക്കൾ ഒരുപാടൊന്നും എനിക്കില്ല. എല്ലാവരും ഫ്രണ്ട്സ് ആണ്, അല്ലെങ്കിൽ പ്രൊഫഷണൽ ഫ്രണ്ട്സ് ആണ്. പേഴ്സണൽ സ്പേസിലേക്ക് അങ്ങനെ ഞാൻ എല്ലാവരെയും എടുക്കാറുമില്ല. കാരണം നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസ് എന്ന് പറയുന്നത് ഞാൻ അത് വളരെ സീക്രട്ട് ആയിട്ട് അല്ലെങ്കിൽ ട്രഷർ ചെയ്ത് വെക്കുന്നതാണ്. അതിലേക്ക് ഒരാൾ കയറി കഴിഞ്ഞാൽ അയാളെ ഞാൻ പിന്നെ വിടില്ല. അയാൾക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ കൂടെ ഉണ്ടാവും. കയറി പറ്റാൻ ബുദ്ധിമുട്ടാണ്. അതെ. എന്റെ ആ ഒരു സ്പേസ് എന്ന് പറയുന്നത് അതൊരു ലിമിറ്റഡ് ആക്സസ് ആണ്. അതേസമയം ഫാമിലി എന്ന് പറയുന്നത് അതൊരു വലിയ ഒരു ബ്രാഞ്ചാണ്. അപ്പോൾ അതിൽപ്പെട്ട കസിൻസ് ആയാലും എല്ലാവരുമായിട്ടും ആ ഒരു വൺസ് ഇൻ എ വൈൽ കോണ്ടാക്ട് ചെയ്യുക, ആ ബന്ധം നിലനിർത്തിക്കൊണ്ട് പോവുക. ഇപ്പൊ വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കസിൻസുമായിട്ടൊക്കെയുള്ള നമ്മുടെ റിലേഷൻ ഒക്കെ വലുത് അങ്ങനെയല്ല. ഞങ്ങൾ കസിൻസ് മീറ്റപ്പ് ഒക്കെ വയ്ക്കും. അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ അതിന് എല്ലാവരും കൂടി ഒത്തുചേരുക. എന്റെ കസിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കാൾ ഒരു 20 വയസ്സിന് മൂത്ത ആളുകൾ വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള പല ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾ, അങ്ങനത്തെ ആ ഒരു കണക്ട് ഞാൻ പറഞ്ഞ പല എക്കോസിസ്റ്റം അല്ലെങ്കിൽ പല സപ്പോർട്ട് സിസ്റ്റത്തിന്റെ ഇടയിലേക്ക് പോയാണ് ഞാൻ റീചാർജ് ചെയ്യുന്നത്. അപ്പൊ ആ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നല്ല ഫ്യൂവലാണ്, അങ്ങ് പോകും വണ്ടി. ആ എനർജിയാണ് നമ്മൾ മൊത്തം കാണുന്നത് ടിവി സ്ക്രീനിൽ. അതെ. അത് ടിവി സ്ക്രീനിൽ മാത്രമല്ല, ഓഫ് സ്ക്രീൻ ഇങ്ങനെ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. എപ്പോഴും ഇങ്ങനെയാണ്. ഈ ഒരു എനർജി കീപ്പപ്പ് ചെയ്യാനാണ് പല സ്ത്രീകൾക്കും പലപ്പോഴും പറ്റുന്നത്. നമ്മൾ ഈ നേരത്തെ ഞങ്ങൾ വന്ന സമയത്ത് ക്യാമറ റോൾ ചെയ്യുന്നതിന് മുന്നേ സംസാരിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് എപ്പോഴും നമ്മൾ കരിയറിനെ പറ്റി, ഒരു കരിയർ ഓറിയന്റഡ് വുമണിനോട് അവരുടെ കരിയറിനെ പറ്റി ചോദിക്കും. പക്ഷെ അവർ എന്തൊക്കെ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ട് ഒരുപാട് ഏറ്റവും വലിയ സ്ട്രെസ്സിൽ നിന്നുകൊണ്ടായിരിക്കും ആ ഒരു കരിയറിൽ ആ ഒരു ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അതിനെപ്പറ്റിയാണ് ഞാനിപ്പോൾ ചോദിക്കാൻ വരുന്നത്. ഞാനും ഇതേപോലെ തന്നെ എനിക്കൊരു അത്യാവശ്യം നല്ല ഫ്ലറിഷ്ഡ് ആയിട്ടുള്ള ഒരു കരിയറിൽ ബ്രേക്ക് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ പേഴ്സണൽ സ്പേസിന്, കാരണം മാരേജ് ആണോ കുഞ്ഞുങ്ങൾ മകനിലേക്ക് എത്തിയപ്പോൾ ഞാൻ വലിയൊരു ബ്രേക്ക് എടുത്തു. അത് എത്ര വർഷം എടുത്തു? 10 വർഷം. തിരിച്ചുള്ള ഇന്റർവ്യൂ ആയി പോയോ? ഞാൻ 10 വർഷം കണ്ടിന്യൂസ് ബ്രേക്ക് അല്ല, പക്ഷെ വളരെ ചെറിയ രീതിയിൽ, അതായത് എനിക്ക് എൻ്റെ സ്പേസിൽ നിന്നുകൊണ്ട് ഇടയ്ക്ക് പോയി ചെയ്യാൻ പറ്റുന്ന ചെറിയ ഷൂട്ട്സുകളും മാത്രം കമ്മിറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അതിനുശേഷം ഞാൻ ഇപ്പോഴും ഫുൾ ഫ്ലെജ്ഡ് ആയിട്ടുള്ള ഒരു ജോലി, ഒരു 9 hours ജോബിലേക്ക് പോകണ്ട എന്നൊരു ഡിസിഷൻ വന്നു. കാരണം ഇനി എനിക്ക് പറ്റില്ല, അത്രയും വലിയൊരു ബ്രേക്കിന് ശേഷം 9 hours എനിക്ക് പറ്റില്ല. ഇപ്പോഴും ഫ്രീലാൻസ്. ഞാനിപ്പോൾ എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ടാവും? ഒരു ഗസ് ഇത്രയൊക്കെ. അതായത് എന്റെ ഇന്റർവ്യൂ എന്നെ കുറിച്ച് അന്വേഷിക്കണമല്ലോ. മിനിമം ഒരു 10-12 മണിക്കൂർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ല, മിനിമം അല്ല, മിനിമം തെറ്റി. എത്ര മണിക്കൂറിന് വേണ്ടിയിട്ടാണ് വീട്ടിൽ പോകുന്നത് ഞാൻ ചോദിക്കും. ഇന്നിപ്പോ ഞാൻ രാവിലെ 8:15 എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഇന്നിപ്പോ ഞാൻ ഇടയ്ക്ക്, അതായത് എന്റെ ഷോ ചെയ്തിട്ടാണ് 9:30 to 12 എന്റെ ഷോ ചെയ്തിട്ടാണ് നമ്മൾ തമ്മിലുള്ള ഇന്റർവ്യൂവിനായിട്ട് ഞാൻ വരുന്നത്. അത് കഴിഞ്ഞിട്ട് തിരിച്ചു ചെന്നിട്ട് ഞാൻ അടുത്ത എന്റെ ഈവനിങ് ഷോ ചെയ്യും. അത് കഴിഞ്ഞ് മീറ്റ് ദ എഡിറ്റേഴ്സ് ഉണ്ട്. ഇത് കഴിഞ്ഞ് ഞാനൊരു 10:15 ആകുമ്പോഴാണ് ഓഫീസിൽ നിന്ന് 14 മണിക്കൂർ. അതെ. അപ്പൊ മോർണിംഗ് 8:15 to നൈറ്റ് 10:15. ചിലപ്പോൾ 10 PM ഷോ, അത് ഒരു റൗണ്ട് അപ്പ് സ്വഭാവം ഉള്ളതാണ്. അതും പ്രസന്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് പ്രസന്റ് ചെയ്തിട്ടാണെങ്കിൽ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീണ്ടും 10:45 ആകും. അതായത് സമയത്തെക്കുറിച്ച് ബോധർ ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യാനായിട്ട് നിന്നാൽ ഒരു ജേർണലിസ്റ്റിന് ഒരിക്കലും മുന്നിലേക്ക് പോകാൻ പറ്റില്ല. സമയം എന്ന് പറയുന്നത് നമ്മൾ മറന്നേക്കണം. ഈ ജോലിക്കാണ് വരുന്നതെങ്കിൽ, അതിനിപ്പോൾ എന്നെ കണ്ട ആകൃഷ്ടരായി ആരെങ്കിലും ഈ ജോലിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ സമയം, അതായത് ഒരു സ്റ്റിപ്പുലേറ്റഡ് ടൈമിൽ ഞാൻ ജോലി ചെയ്യൂ, 8 മണിക്കൂർ എനിക്ക് ജോലി ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ ഇത്ര മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റൂ, അങ്ങനെയുള്ളൊരു ചിന്തയുള്ള ആളുകൾക്ക് പറ്റിയ ജോലി അല്ല ഇത്. കാരണം അങ്ങനെ ഈ ഗ്ലാമർ കണ്ടിട്ട് വാർത്താ അവതാരകയാകാൻ, റിപ്പോർട്ടർ ആകാൻ ആഗ്രഹിച്ചൊക്കെ വരുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഉറക്കം,
നമ്മൾ ഉറക്കം സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഭക്ഷണം സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഞാനിന്ന് ബ്രഞ്ചാണ് കഴിച്ചത്. എനിക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കുട്ടികളെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സ്റ്റുഡിയോയിലേക്ക് വരാനുള്ള ഓട്ടത്തിനിടയിൽ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ടൈം കിട്ടിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഷോ കഴിഞ്ഞിട്ട് ബ്രഞ്ച് കഴിക്കും. അത് കഴിഞ്ഞിട്ടേ വരുമെന്ന് ഞാൻ അതാ പറഞ്ഞു. പക്ഷേ ഭക്ഷണം ഞാൻ കഴിക്കും കേട്ടോ, ഭക്ഷണം അത് വിട്ടിട്ടുള്ളൊരു കളിയില്ല. അപ്പോൾ അത് ഞാൻ എപ്പോഴെങ്കിലും ഒക്കെ കോമ്പൻസേറ്റ് ചെയ്ത് അങ്ങനെ കൊണ്ടുപോവാണ് ചെയ്യാറ്. അപ്പോൾ ഈ ജേർണലിസം എന്ന് പറയുന്നത് അത് നമ്മൾ കരുതുന്നത് പോലെ അങ്ങനെയുള്ള ഒരു കേക്ക് വോക്ക് ഒന്നുമല്ല. അത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. ഇപ്പോൾ ബ്രേക്ക് എടുത്തു എന്ന് പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ കരിയറിൽ ബ്രേക്ക് എടുത്തിട്ടില്ല. കരിയറിൽ എടുത്തിട്ടുള്ള ബ്രേക്ക് ഫസ്റ്റ് ഡെലിവറിക്ക് എനിക്ക് തോന്നുന്നു 84 days ഞാൻ ലീവ് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ന്യൂസ് റൂമിലേക്ക് വന്നു. റിപ്പോർട്ടറിൽ വെച്ചായിരുന്നു ഫസ്റ്റ് ഡെലിവറി. സെക്കൻഡ് ഡെലിവറി ഏഷ്യാനെറ്റ് ന്യൂസിലായിരുന്നു. അതിൽ പക്ഷേ ഞാനൊരു 5 months എടുത്തു. കാരണം മൂത്ത കുഞ്ഞും കൂടി ഉള്ളതുകൊണ്ട് രണ്ടുപേരെ മാനേജ് ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ 5 months ബ്രേക്ക് എടുത്തു. ടോട്ടൽ 5 months. അതായത് ഞാൻ ഡെലിവറിക്ക് അന്നൊക്കെ ഞാൻ ഈ വയറൊക്കെയായിട്ട് നടക്കുമ്പോഴേക്കും എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് വിനുചേട്ടനൊക്കെ ന്യൂസ് ഡെസ്കിൽ വിനുചേട്ടനൊക്കെ പറയുന്നത് ഇത് ഇവിടെങ്ങാനും പ്രസവിച്ച്. അപ്പോൾ അതുപോലെ ഈ വയറൊക്കെ വെച്ച് നമ്മൾ ആങ്കർ ചെയ്യുമ്പോൾ മോർണിംഗ് ഷോ ഉണ്ട്, വാർത്താ പ്രഭാതം. അപ്പോൾ എൻ്റെ കോ ആങ്കർ ആയിട്ട് ഓണക്കാലത്തായിരുന്നു എൻ്റെ സെക്കൻഡ് ഡെലിവറി. അപ്പോൾ അത് തൊട്ടടുത്ത അജിത്തേട്ടൻ ഞങ്ങൾ വിളിക്കും. അജിത് കുമാറാണ് എൻ്റെ കോ ആങ്കർ. അപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കും. അപ്പോൾ ഈ കുട്ടി അനങ്ങുന്നതനുസരിച്ച് വയറണങ്ങുമല്ലോ. അപ്പോൾ സാരിയൊക്കെ വെച്ച് മറച്ച് ഞാനിങ്ങനെ വലിയ ഗാംഭീര്യത്തിലൊക്കെ ഇരുന്ന് ഇങ്ങനെ പറയുകയാണ്. പക്ഷെ പുള്ളിയുടെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ തൊട്ടിപ്പുറത്ത് ഒരു ഗർഭിണി ഇരിക്കുന്നു എന്നുള്ളൊരു ടെൻഷൻ. അങ്ങനെയൊക്കെയുള്ള രസകരമായ അനുഭവങ്ങൾ ന്യൂസ് റൂമിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്ത ഒരു 5 മാസം അല്ലെങ്കിൽ 5.5 മാസം അതും ഞാൻ ഡെലിവറിയുടെ അതായത് എൻ്റെ വീക്ക്ലി ഓഫ് ഡേക്ക് തൊട്ട് മുമ്പായിരുന്നു ഞാൻ പോകുന്നത്. അപ്പോൾ പിറ്റേ ദിവസം എൻ്റെ വീക്ക്ലി ഓഫാണ്. അപ്പോൾ അന്ന് എൻ്റെ സഹപ്രവർത്തകയായ ശീതളിൻ്റെ മാരേജുമാണ്. അപ്പോൾ എനിക്ക് ആ മാരേജിന് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം. അതിനുവേണ്ടി ഞാൻ ഓഫ് എടുത്തത്. തൊട്ടടുത്ത ദിവസം എൻ്റെ ഡെലിവറി ഡ്യൂ ഡേറ്റ് ആണ്. അപ്പോൾ എനിക്ക് കല്യാണത്തിന് പോകണമെന്ന് വലിയ ആഗ്രഹമാണ്. അപ്പോൾ ഞാൻ ശീതളിനോട് പറഞ്ഞു, ഇത് ചിലപ്പോൾ പ്രസവിക്കുമായിരിക്കും, അപ്പോൾ ഇങ്ങോട്ടൊന്നും വരണ്ട. അപ്പോൾ ശീതൾ ഇപ്പോഴും ഏഷ്യാനെറ്റ് ന്യൂസിലെ സ്റ്റാർ ആങ്കറാണ്. എനിക്ക് വലിയ ഇഷ്ടമാണ്. നല്ല ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളൊരു ജേർണലിസ്റ്റാണ്. അപ്പോൾ ശീതളിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന് പോകണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അഖിലയോട് ചോദിച്ചു. അപ്പോൾ അഖിലയും എന്നെ നിരുത്സാഹപ്പെടുത്തി. അപ്പോൾ പിന്നെ ഞാൻ ആശംസകൾ കൊടുത്ത് അതങ്ങ് അവസാനിപ്പിച്ചു. അന്ന് രാത്രിയിൽ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. അതായത് ശീതളിന്റെ കല്യാണവും എൻ്റെ കുഞ്ഞിന്റെ ബർത്ത്ഡേയും, അപ്പോൾ അവരുടെ വെഡിങ് ആനിവേഴ്സറിയും എൻ്റെ കുഞ്ഞിന്റെ ബർത്ത്ഡേയും എല്ലാ വർഷവും ഇപ്പോൾ അടുത്തടുത്താണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കോയിൻസിഡൻസ്. അപ്പം ഡെലിവറിയുടെ തലേദിവസം വരെ വർക്ക് ചെയ്തിരുന്നു. മറ്റേ ഒരു ദിവസം ഓഫ് എടുത്തത് കല്യാണത്തിന് പോകാൻ, അല്ലെങ്കിൽ അന്ന് പോയേനെ. കാരണം എന്താ വെച്ചാൽ പലപ്പോഴും നമ്മൾ ഈ പ്രഗ്നൻസി പോലുള്ള ഒരു കാര്യത്തിനെ അത് എൻജോയ് ചെയ്യേണ്ട കാര്യമാണ്. എന്തിനാണ് പ്രഗ്നൻസി എന്ന് പറയുന്നത്? എനിക്ക് അങ്ങനെ ഒരു താങ്ക്സ് ടു ഗോഡ്. അപ്പോൾ ഞാനെല്ലാം ഈ ഒരു വിശ്വാസിയാണ്. അപ്പോൾ അതിൽ എനിക്കങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. കാരണം എന്നെ സപ്പോർട്ട് ചെയ്യാനോ, അല്ലെങ്കിൽ ഇപ്പൊ എൻ്റെ അമ്മയില്ല, ഹസ്ബൻഡിന്റെ അമ്മയില്ല, ഹസ്ബൻഡാണ് എന്നെ നോക്കുന്നത്. അപ്പോൾ കുഞ്ഞ്, ഹസ്ബൻഡ്, ഞങ്ങളുടെ ഒരു ചെറിയ ലോകമാണ്. അപ്പോൾ ആ സെക്കൻഡ് ഡെലിവറിയുടെ ടൈമിൽ അപ്പോൾ ഹസ്ബൻഡാണ് എൻ്റെ കൂടെ ത്രൂ ഔട്ട് ഹോസ്പിറ്റലിൽ നിന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരു ഹസ്ബൻഡിനെ കിട്ടിയത് കൊണ്ടുകൂടിയാണ് കേട്ടോ. ഈ ഹസ്ബൻഡ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പേര് ചോദിക്കണ്ടേ? അതിലേക്കാണ് ഞാൻ എത്തുന്നത്. എന്താണ് ഹസ്ബൻഡിന്റെ പേര്? ഹസ്ബൻഡിന്റെ പേര് നെവിൻ. ഫുൾ നെയിം നെവിൻ SR. വർക്കലയാണ് സ്വദേശം. ഇപ്പോൾ ഡെപ്യൂട്ടി ഡയറക്ടറാണ് സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന MEIT, മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് IT കീഴിലുള്ള ഒരു ഓട്ടോണമസ് എൻറ്റിറ്റിയാണ് STPI ഡെപ്യൂട്ടി ഡയറക്ടറാണ്. തിരുവനന്തപുരത്താണ്. ഞാൻ കൊച്ചിയിലുമാണ്. അപ്പോൾ വീക്കെൻഡ്സിൽ കൊച്ചിയിലേക്ക് വരിക എന്നുള്ളതാണ്. അപ്പോൾ ഒരു വീക്കെൻഡ് ഹസ്ബൻഡിങ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾ എൻ്റെ കൂടെയാണ്. കുട്ടികൾ ഇവിടെ കൊച്ചിയിലാണ് പഠിക്കുന്നത്. അപ്പൊ ഏകദേശം ഈ പറഞ്ഞ പോലെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പും 2 കുട്ടികളുടെ ഇവിടെ കാര്യങ്ങൾ നോക്കി അതിനിടയിൽ 14 മണിക്കൂർ ജോലിയും ചെയ്യുന്നു എന്നുള്ളത് ഈ പറയുന്ന അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഹൗ ഡു യു മാനേജ് ഓൾ ദീസ് തിങ്സ്? പിള്ളേരുടെ കാര്യം, വീട്ടിലെ കാര്യം, ജോലിയുടെ കാര്യം, ഇത് എങ്ങനെ ഇത്രയും ടൈം ഈ 14 മണിക്കൂർ ഓഫീസിൽ പോയി കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള സമയത്തിൽ ഉറക്കം, ഭക്ഷണം, കുട്ടികളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ? അതെല്ലാം അതാ പറഞ്ഞത്. അത് ഈ നമ്മുടെ ഒരു എനർജി എന്ന് പറയുന്നത് നമ്മൾ ഈ സ്റ്റോർ ചെയ്ത് വെക്കുമല്ലോ. അതാ ഞാൻ പറഞ്ഞു, എക്കോസിസ്റ്റത്തിലുള്ള എനർജി എടുത്ത് വെച്ചിട്ട്, അതായത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, ഇപ്പോൾ നമ്മളെ മെന്റർ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല പല സ്ഥലങ്ങളിൽ നമുക്ക് ഇപ്പോൾ ഒരു പോസിറ്റീവ് ഇത് കിട്ടും. ആ ഒരു പോസിറ്റീവ് ഓറ എന്നതിൽ ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ ആ ഒരു പോസിറ്റിവിറ്റി ആയിരിക്കാം ഒരു പക്ഷേ ഇത്രയും ഒരു എനർജി തരുന്നത്. അപ്പോൾ ഓഫീസിലായാലും ഓഫീസിലെ കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ അതോടെ കഴിഞ്ഞു. പിന്നെ നേരെ വീട്ടിലേക്കാണ്. വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ദിവസത്തെ, അപ്പോൾ ഈ വൈകി ഇറങ്ങാനൊക്കെ വൈകുമ്പോഴേക്കും ഞാൻ നികേഷ് സാറോട് പറയണം, സാർ ചെന്നിട്ട് വേണം പാത്രം കഴുകാൻ. അപ്പോൾ കുട്ടികൾ ഉച്ചയ്ക്ക് വന്നിട്ട് സ്കൂളിൽ നിന്ന് വന്നിട്ട് കഴിച്ചതിൻ്റെ അടക്കം ഇങ്ങനെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ചെന്നിട്ട് വേണം സാർ പാത്രം കഴുകാൻ എന്നൊക്കെ അങ്ങനെയൊക്കെ ഞങ്ങൾ തമാശയായിട്ട് അങ്ങനെ പറയാറൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ ഒരു സ്ത്രീക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യവും മാനേജ് ചെയ്ത് പോകാൻ പറ്റും. നമ്മൾ എടുക്കുന്ന നമ്മുടെ ഒരു എഫേർട്ട് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ള. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ, അപ്പോൾ എല്ലാ കാര്യവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് ഇങ്ങനെ പോകുന്നു എന്നല്ല. ഞാൻ വീട്ടിൽ തുണിയൊക്കെ കൂട്ടിയിടും, അതിന് സമയം കിട്ടുമ്പോൾ മടക്കും. അല്ലാതെ ദിവസവും എല്ലാം എടുത്ത് കറക്റ്റ് തേച്ച് മിനുക്കി
ഒതുക്കി വെച്ചിട്ടൊന്നും അല്ല വരുന്നത്. എന്നാലും ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ചെയ്യുക എന്നുള്ള. പിന്നെ എൻ്റെ കുട്ടികൾ, എൻ്റെ 2 മക്കളും അവര് എൻ്റെ ഈ ഒരു ജോലി എന്താണെന്ന് മനസ്സിലാക്കി വളർന്നു വന്നവരാണ്. ഹസ്ബൻഡും എന്താണ് എൻ്റെ ജോലി എന്ന് മനസ്സിലാക്കി എന്നെ വിവാഹം കഴിച്ച ആളാണ്. അതുകൊണ്ട് ഈ പറയുന്ന രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് അതിനകത്ത് വരുന്നില്ല. എന്നാലും ചില ഹിക്കപ്സ് ഒക്കെ ഉണ്ടാവും കേട്ടോ, മനുഷ്യരല്ലേ. അപ്പോൾ എല്ലാം ചെയ്തു തീർക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതെന്താ നീ ഇതൊന്നും ശ്രദ്ധിക്കാത്തതൊക്കെ ചോദിക്കും എന്നോട്. അപ്പോ അങ്ങനെയൊക്കെ ചോദിക്കാത്ത സൽഗുണ സമ്പന്നനെന്ന് പറഞ്ഞ് ഞാൻ ടാഗൊന്നും കൊടുക്കില്ല. ചോദ്യങ്ങൾ വരും, പക്ഷെ ചോദ്യങ്ങളെ നേരിടാൻ എന്നും സുജയ്ക്കറിയാലോ. അതെ, നിലപാട്. അപ്പോൾ അങ്ങനെ ചോദ്യങ്ങളൊക്കെ വരും. അപ്പോൾ മാത്രമല്ല ഇവിടെ എല്ലാ ആഴ്ചയും ഞാനപ്പോൾ ആലോചിക്കുന്നത്, ഞാൻ പറഞ്ഞില്ല ഇതൊരു നെഗറ്റീവാണ്, അതായത് എനിക്ക് എല്ലാം ഓടിയെത്താൻ പറ്റുന്നില്ല എന്നുള്ളത് എൻ്റെ ഒരു നെഗറ്റീവ്. പക്ഷെ ഞാൻ അതിനകത്ത് പോസിറ്റീവ് കാണുന്നത് എല്ലാ ആഴ്ചയും ആ ആഴ്ചയിലെ മുഴുവൻ ജോലിയും ചെയ്ത് തിരുവനന്തപുരത്ത് ഞങ്ങൾക്കൊരു വീടുണ്ട്. ആ വീട് മുഴുവൻ ഒറ്റയ്ക്ക് നോക്കുന്നത് ഈ പാവം ഹസ്ബൻഡാണ്. പാവം എന്നൊന്നും പറയണ്ട, മാറ്റിയേക്കാം, ഹസ്ബൻഡാണ്. അപ്പോൾ അവിടെ കാണിക്കുന്ന നമ്മൾ ആ ഒരു പാർട്ട് കൂടി കണ്ടുപോകണമല്ലോ. അപ്പോൾ ഒരു സ്ത്രീ ഇത്രയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് എന്നെ അങ്ങ് വലുതാക്കരുത്. അതിനേക്കാളും പണി അവിടെ എടുക്കുന്ന മറ്റൊരാളുണ്ട്. അപ്പോൾ ഈ ഫീമെയിൽ മെയിൽ നമ്മൾ എപ്പോഴും പറയുമ്പോഴേക്കും നമ്മൾ കരുതുന്ന സ്ത്രീകൾക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അത് കഴിച്ച് ഓഫീസിലേക്ക് പോകുന്നു, അത് തിരിച്ചു വരുന്നു, തിരിച്ചു വന്നിട്ട് ആ വീട് മാനേജ് ചെയ്യുന്നു. അപ്പം ആ വീട്ടിൽ ഞങ്ങളില്ല, ഞാനും മക്കളും ഇല്ല. അപ്പോൾ ആ വീട് മാനേജ് ചെയ്യുന്നു ഹസ്ബൻഡ് ഒറ്റയ്ക്ക്. അതിനുശേഷം ഫ്രൈഡേ ഈവനിങ്സിൽ ഒന്നുകിൽ ഡ്രൈവ് ചെയ്ത് അല്ലെങ്കിൽ ട്രെയിനിൽ ബസ്സിൽ കയറി ലേറ്റ് നൈറ്റ് ആവും, രാത്രി 12 മണി ആകുമ്പോഴത്തേക്കും കൊച്ചിയിൽ ഭാര്യയും മക്കളെയും കാണാൻ വരികയാണ്. എന്നിട്ട് സൺഡേ നൈറ്റ് അല്ലെങ്കിൽ മൺഡേ മോർണിംഗ് ഏർലി മോർണിംഗ് തിരിച്ചു പോകണം. അപ്പോൾ ആ ഓട്ടം ഞാൻ കാണാതെ പോയിരുന്നു കഴിഞ്ഞാൽ, ഞാൻ അതിനകത്ത് ഒരു വാല്യൂ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അത് ശരിയല്ല. സോ അവിടെ എന്നെ മഹത്വവൽക്കരിക്കേണ്ടതില്ല. കാരണം നമ്മൾ ഇത് രണ്ടുപേരും ചേർന്നുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇക്വിലിബ്രിയമാണ്, ഒരു സന്തുലിതാവസ്ഥ അവിടെയുണ്ട്. അതാണ് എൻ്റെ ഒരു വിജയ രഹസ്യം എന്ന് ഞാൻ പറയും. പലപ്പോഴും പല സ്ത്രീകൾക്കും ഈ പറഞ്ഞ പോലെ കരിയറിൽ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കാൻ പറ്റില്ല. ആഗ്രഹം ഒരുപാടുണ്ടാവും, നല്ല പഠിച്ചിട്ടുണ്ടാവും, വളരെ ക്വാളിഫൈഡ് ആയിരിക്കും, ജോലി കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ കുട്ടികളാവുന്ന സമയത്ത് പിന്നെ ഒരു പ്രൊമോഷൻ പോലും വേണ്ട എന്ന് വെച്ചിട്ട് മതി, ഈ പൊസിഷനിൽ ഞാൻ ഇവിടെ ഇരിക്കാം, കാരണം അടുത്തൊരു ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ സമയം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും, എൻ്റെ ഫാമിലിയുടെ കംപ്ലീറ്റ് ബാലൻസ് പോകും. ഹസ്ബൻഡ് ജോലിക്ക് പോകാനും ഒക്കെ സപ്പോർട്ടാണ്. പക്ഷേ ചിലപ്പോൾ കുക്കിങ്ങിൽ ചെറിയൊരു സഹായം ചെയ്തു എന്ന് വരും. പക്ഷേ കംപ്ലീറ്റ്ലി ആയിട്ട് അവിടെ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് നമുക്ക് സ്ത്രീകൾക്ക് തന്നെ ഒരു കുറ്റബോധമാണ്. ഈ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ നേരത്തെ ജോലി ചെയ്ത സ്ഥാപനം 24, അവിടെ നിന്ന് ഡൽഹി ബ്യൂറോയുടെ ഒരു റീവാമ്പിന് വേണ്ടിയിട്ട് എന്നോട് അവിടെ റീജിയണൽ ഇൻചാർജ് ആയിട്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ 2 പെൺമക്കൾക്ക് വെക്കേഷനാണ്, സ്കൂൾ അടച്ച സമയമാണ്, കഴിഞ്ഞ മെയ് ജൂൺ മാസത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്നോട് മെയ് മാസം ആദ്യം മെയ് 2-ാം തീയതി പറയുന്നു, സുജയ അവിടെ ഒന്ന് പോകണം, അവിടെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ എനിക്ക് മക്കളെ കൊണ്ടുപോകാൻ പറ്റില്ല, കാരണം 2 പേരും ചെറുതാണ്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് ഇത് പറയുന്നു. ഹസ്ബൻഡിന് ഓഫീസിൽ പോകാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഹസ്ബൻഡിനെ ഈ ഓഫീസിൽ പോക്കും കുഞ്ഞുങ്ങളെ മാനേജ് ചെയ്യലും എങ്ങനെ നടക്കും, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഒരു സപ്പോർട്ട് സിസ്റ്റം, എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് ഉണ്ട്, ഹണി, വൈഫ് നിഷയുണ്ട്, അവരുടെ മക്കളുണ്ട്. അപ്പോൾ അവരിടയ്ക്കൊക്കെ വന്ന് ഇവിടെ തിരുവനന്തപുരത്തേക്ക് കുഞ്ഞുങ്ങളെ ആക്കിയിട്ട് ഞാൻ പോകുമ്പോൾ അവരുടെ അത്യാവശ്യ കാര്യങ്ങളിൽ അവരൊക്കെ വന്ന് സഹായിക്കും, അവരൊക്കെ വന്ന് ഇടപെടും. അപ്പോൾ ഞാനത് പറഞ്ഞത്, ഞാൻ വളരെ ലക്കിയാണ്. എനിക്ക് ഒന്നല്ലെങ്കിൽ മറ്റൊരു കോണിൽ നിന്ന് ആരെങ്കിലും ഒക്കെ വന്ന്, അത് നമ്മൾ ഇടപെടുന്നതിൻ്റെ ഇതുകൊണ്ട് ആകാം, ആരെങ്കിലും ഒക്കെ വരും. അങ്ങനെ ഒറ്റപ്പെട്ടു പോകാറില്ല. എവിടുന്നെങ്കിലും ഒരു കൈ എന്റെ നേരെ വരും, എവിടുന്നെങ്കിലും വരും. നമ്മൾ കൊടുക്കുന്നതാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. എനിക്ക് എന്റെ ലൈഫിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് തവണ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതാ ഞാൻ പറഞ്ഞു, ഞാൻ പൂർണ്ണമായിട്ടൊരു അങ്ങനെ ദൈവത്തെ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. കാരണം എവിടെ നിന്നെങ്കിലും ഒരാളെ നമുക്ക് ഒരു സഹായത്തിന് അവിടെ എത്തിച്ചിരിക്കും. ഇപ്പൊ നമ്മൾ വല്ലാതെ ഡൗൺ ആയി പോകുന്ന ഒരു ഘട്ടം വന്നു എന്ന് വെച്ചോ, ആ സമയത്തും ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ എൻ്റെ ലൈഫിൽ ഇപ്പോൾ കരിയറിലായാലും പേഴ്സണൽ ലൈഫിലായാലും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു കൈ, അതെ അതെ അതെ, ഒരു എന്തോ ഒരു പവർ അവിടെ ഉണ്ട്. അപ്പോൾ ആ പവർ വരും. അങ്ങനെ വന്ന്, അതായത് നമ്മൾ പറയുമല്ലോ, ദൈവം പണ്ടൊക്കെ പിന്നത്തേക്ക് വെക്കും, ഇപ്പൊ ATM പോലെ ഇൻസ്റ്റന്റ് ആണ്, സ്പോട്ടിൽ കിട്ടുകയാണ്. അതുപോലെ തന്നെ ഇപ്പോ ഞാൻ ഡൽഹി പറഞ്ഞല്ലോ, ആ ഒരു സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വലിയ ടെൻഷനായിരുന്നു. കാരണം ഈ കുഞ്ഞുങ്ങൾ 2 പേരും കൂടി ഇവരൊറ്റയ്ക്ക്, ഞാനില്ലാതെ, അതായത് ഞാൻ ഓഫീസിലേക്ക് വരുന്ന ഈ 14 മണിക്കൂർ എന്ന് പറയുന്നതിൽ പകുതി അവർ സ്കൂളിൽ പോകും, ബാക്കി സമയമേ അവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരുന്നുള്ളൂ. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് ഞാൻ ത്രൂ ഔട്ട് ഇല്ല. അപ്പോൾ ഇവർ ഈ കുട്ടികളുടെ ഒരു ഗ്രോയിങ് ഏജ് ആണ്. അവർ മൂത്ത ആള് 7-ാം ക്ലാസ്സിൽ, ഇളയാള് 3-ാം ക്ലാസ്സിൽ, വലിയ പിള്ളേരാ. അപ്പോൾ അവര് നന്നായിട്ട് അത് മാനേജ് ചെയ്തു. അത് ഞാൻ പറഞ്ഞു, ആ സമയത്ത് ആ കുഞ്ഞുങ്ങളെ നോക്കി ജോലിക്ക് പോയ ഹസ്ബൻഡ് ചെയ്തത്ര ത്യാഗമൊന്നും ഞാൻ ഈ 14 മണിക്കൂർ കൊണ്ട് ചെയ്യുന്നില്ല. അത് പറയാനാണ് ഞാനത് സൂചിപ്പിച്ചത്. എന്നാൽ അതൊരു ഒരു ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു അച്ഛൻ അത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരമ്മ അത് ചെയ്തേ പറ്റൂ. ഒരമ്മയ്ക്ക് അതിനേക്കാൾ കൂടുതൽ ടാലന്റ് തന്നിട്ടുണ്ട്. കാരണം കുഞ്ഞുങ്ങളെ നോക്കുന്ന കാര്യത്തിലായാലും അല്ലെങ്കിൽ ജോലിക്കൊപ്പം, അതായത് മൾട്ടി ടാസ്കിങ്ങിനുള്ള കഴിവ് കൂടുതൽ സ്ത്രീകൾക്കാണെന്ന് ഞാൻ എവിടെയും പറയും. കാരണം അത് ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുപോലെ ചെയ്യാനായിട്ട് എൻ്റെ ഹസ്ബൻഡ് ശ്രമിക്കുന്നിടത്ത് എന്നെക്കാളും മാർക്ക് ഞാൻ അവിടെ കൊടുക്കും.
ഇപ്പം റോൾസ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്, അമ്മ അച്ഛൻ ഇന്ന കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു ഞാൻ ഇന്നതേ ചെയ്യുള്ളൂ, നീ ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഒരിക്കലും കാര്യങ്ങൾ നടക്കില്ല. ഈ ഒരു അത്രയും ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് കാര്യങ്ങൾ നടക്കുന്നു. അതേപോലെ കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോൾ മദർഹുഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിക്കഴിയുമ്പോൾ തന്നെ നമ്മുടെ കാഴ്ചപ്പാടുകൾ മൊത്തം മാറും. അതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ ചിന്താഗതിയും രീതികളും സ്റ്റൈലും ഐഡിയോളജീസും ഒക്കെ മാറി നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ ചിന്തിക്കുന്ന രീതിയിൽ പോലും മാറ്റം വരും. പക്ഷെ 2 പെൺകുട്ടികളുടെ അമ്മ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ വ്യത്യാസം ഉണ്ടാവും. ആ 2 പെൺകുട്ടികളുടെ അമ്മയായി കഴിഞ്ഞപ്പം സുജയിലുണ്ടായ മാറ്റം എന്താണ്? എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒറ്റ മകളാണ്. ആ ഒറ്റ മകൾക്ക് 2 പെൺമക്കളെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 2 ഫ്രണ്ട്സിനെ കിട്ടിയെന്ന് പോലെ. അങ്ങനെയാണ് എൻ്റെ മൂത്ത മകള് ശരിക്കും ഇപ്പോൾ ഒരു ഫ്രണ്ടിനോട് ഇന്ററാക്ട് ചെയ്യുന്ന പോലെയാണ് എന്നോട് ഇന്ററാക്ട് ചെയ്യുന്നത്. ഇളയാൾ അത്ര ആയിട്ടില്ല, ഇപ്പോൾ 8 വയസ്സ് ജസ്റ്റ് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ അവളും അങ്ങനെ തന്നെ ആയിരിക്കും വളർന്നു വരിക എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അവരെൻ്റെ വലിയ സ്ട്രെങ്ത് ആണ്. കാരണം പെൺമക്കൾ എന്ന് പറയുന്നത് ശരിക്കും പൊന്മക്കളാണ്. ആൺകുട്ടികളെക്കാൾ കൂടുതൽ പെൺമക്കൾ അച്ഛനോടായിരിക്കും കൂടുതൽ അടുപ്പം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ 2 പേരോടും ഈക്വൽ ആണ് അടുപ്പം. പിന്നെ അവരും വലിയ നിലപാടുകാരാണ്, കാരണം കൃത്യമായിട്ട് സ്റ്റാൻഡൊക്കെ എടുക്കും. സ്വാഭാവികം. അവരുടെ നിലപാട് ചിലതൊക്കെ നമ്മള് അതായത് ഞാൻ ഇത്ര സമയം പഠിക്കൂ, അല്ലെങ്കിൽ ഇത്രയും മാർക്ക് എന്നിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ മതി, അല്ലെങ്കിൽ എനിക്ക് ഇന്നതാകാനാണ് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് അവർ ഡിഫൈൻ ചെയ്യുകയാണ്. പിന്നെ അതുപോലെ അവരും ഇനിയിപ്പോൾ ട്യൂഷനൊക്കെ വിടേണ്ടി വരുമായിരിക്കും. കാരണം പഠിപ്പിക്കാൻ എനിക്ക് ഉള്ള റിഗ്രറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവരെ പഠിപ്പിക്കാനുള്ള സമയം കിട്ടുന്നില്ല. കാരണം ഞാൻ ഈ രാത്രി 10 മണി വരെ നിൽക്കുമ്പോൾ ഈവനിങ് അവരെ പഠിപ്പിക്കാനുള്ള ഒരു സമയം ഒരമ്മ എന്ന നിലയിൽ എനിക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് എൻ്റെ ഒരു വിഷമമാണ്. പക്ഷെ അത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള സംവിധാനം ഞാൻ ഒരുക്കും. കാരണം ഇനിയുള്ള വർഷങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഹൈസ്കൂളിലേക്കൊക്കെ വരുമ്പോഴേക്കും ഒരുപാട് പഠിക്കാനുണ്ട്, അതിന് സപ്പോർട്ട് വേണം. 7ാം ക്ലാസ് വരെയുള്ള അവരുടെ ഒരു സ്റ്റേജിൽ അപ്പം ഞാൻ വിശ്വസിക്കുന്നത് മക്കളെ തന്നെത്താനെ പഠിപ്പിക്കുക എന്നുള്ളതാണ്, തന്നെത്താനെ ഇരുന്ന് പഠിക്കാന്നുള്ളത്. അപ്പം എങ്ങനെയാണ് അവരുടെ ആ ഒരു റുട്ടീൻസ് ഒക്കെ പഠിപ്പിച്ച് ഇവരെ കൊണ്ട് ചെയ്യിക്കണം? കാരണം കൂടെ നിന്ന് അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്ന് പറയാനായിട്ടുള്ള സമയമില്ല, ജോലിയിൽ ഒരുപാട് തിരക്കുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ കാര്യങ്ങൾ അവർ ഇത്രയും നാൾ അവരുടെ കാര്യങ്ങളൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് എങ്ങനെയായിരുന്നു ഈ പേരൻറ്റിങ്ങിൽ ഞാൻ ഇന്നതുപോലെയൊക്കെയാണ് ചെയ്തതെന്നൊന്ന് പറഞ്ഞു തരുവാണെങ്കിൽ കുറച്ച് എളുപ്പമായിരിക്കും കുറേ പേരൻസിനൊക്കെ. പേരൻറ്റിങ്ങിൽ അതിലും ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു സപ്പോർട്ട് കുറച്ച് കാണുന്നില്ല. കാരണം ഞാൻ ഈ ജോലിക്ക് പോകുമ്പോഴേക്കും ഇളയ കുഞ്ഞിന്, മൂത്ത കുഞ്ഞ് സ്കൂളിൽ പോകും. ഞാൻ ഫസ്റ്റ് ചൈൽഡിന്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു വർഷം എൻ്റെ അച്ഛനുണ്ടായിരുന്നു. മൂത്ത കുഞ്ഞിന് ഒരു വയസ്സ് കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ മരിക്കുന്നത്. അതുവരെ അച്ഛനുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒന്നും അറിയേണ്ടി വന്നിട്ടില്ല. ഈ 84ാമത്തെ ദിവസം എനിക്ക് റിപ്പോർട്ടറിലേക്ക് പോയിരുന്ന് വാർത്ത വായിച്ചാൽ മതി, ഭക്ഷണം അടക്കം എല്ലാം റെഡിയാണ്. കുഞ്ഞിന് പാല് കൊടുത്താൽ മാത്രം മതി, ബാക്കി കുഞ്ഞിന് അപ്പൂപ്പൻ മതി. അപ്പോൾ ആ രീതിയിലായിരുന്നു. അതായത് ഉറങ്ങാൻ പോലും അമ്മയേക്കാൾ കൂടുതൽ ആ ചെറിയ സ്റ്റേജിൽ തന്നെ അത് അച്ഛൻ അത്രയും ടേക്ക് കെയർ ചെയ്ത്. കാരണം എന്നെ വളർത്തിയതാണല്ലോ. അപ്പൊ ഞാൻ പറയും എനിക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല, അച്ഛൻ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അപ്പൊ എക്സ്പീരിയൻസ്ഡ് ഹാൻഡ്സ് ആണ് അത് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ആ ഒരു ഇതിൽ തന്നെ ഞാനും മക്കളും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഞാനും അച്ഛനും തമ്മിലുണ്ടായിരുന്ന ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ആവർത്തനമാണ്. കാരണം ഞാനും അച്ഛനും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ അത് എന്നോട് ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ട്, ഹസ്ബൻഡിന്റെ വീട്ടിലൊന്നും അങ്ങനെയല്ല, അച്ഛനും അമ്മയൊന്നും ഇത്രയും ഫ്രണ്ട്ലി ആയിട്ട് ഇടപെട്ടിട്ടില്ല. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് അത് ഞാൻ എൻ്റെ മക്കളുമായിട്ട് ഇപ്പോൾ കീപ്പ് ചെയ്യുകയാണ്. എനിക്ക് എന്തൊക്കെ സങ്കടം ഉണ്ടായാലും ഇപ്പോൾ നമ്മൾ ഓഫീസിലൊക്കെ വലിയ പ്രഷറിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി ബഹളമൊക്കെ ഉണ്ടാവുമല്ലോ, വർക്കിനെ കുറിച്ച് കേട്ടോ, പേഴ്സണലി അല്ല. അങ്ങനെയൊക്കെ ഉണ്ടായി അതിൻ്റെ എല്ലാം പ്രഷറുമായിട്ടായിരിക്കും, സ്ട്രെസ്സോട് കൂടിയായിരിക്കും വീട്ടിലേക്ക് കയറി ചെല്ലുക. പക്ഷേ ഇവരവിടെ വേറെ എന്തെങ്കിലും ഒരു ചിലപ്പോൾ ഗ്ലാസ് പൊട്ടിച്ച് വെച്ചിട്ടുണ്ടാവും, അപ്പോഴേ നമ്മുടെ അറ്റൻഷൻ മൊത്തം പോകും. അപ്പോൾ അതിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകും. അല്ലെങ്കിൽ അവർ നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാന്ന് പറയും. അപ്പൊ അങ്ങനെ ആ വേറൊരു ചിന്തയിലേക്ക് പെട്ടെന്ന് നമ്മളെ അങ്ങ് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ആ ടെൻഷൻ കുറയ്ക്കുന്നതിൽ അവരുടെ ഒരു പങ്ക് വലുതാണ്. പിന്നെ ഈ പേരന്റിങ്ങിനെ കുറിച്ച് ചോദിച്ചുകൊണ്ട് പറയാം, ആദ്യത്തെ കുഞ്ഞിനെ നോക്കാനായിട്ട് എനിക്കൊരു മെയ്ഡ് ഉണ്ടായിരുന്നു. വീട്ടിൽ തന്നെ നിൽക്കുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ മാമി എന്നാണ് ഞങ്ങൾ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഞാൻ പറഞ്ഞു ഓരോരുത്തർ ഓരോ സ്ഥലത്ത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുന്ന പോലെ. അപ്പോൾ അവരൊക്കെ തന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ഇപ്പോഴും ആ ഫാമിലിയുമായിട്ട് എനിക്ക് കോൺടാക്ട് ഉണ്ട്. അല്ലാതെ അവർ ജോലി നിർത്തി പോയി എന്ന് വെച്ചാൽ കോൺടാക്ട് അവരുടെ മക്കളുമായിട്ടും അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളുണ്ട്. സുഖമാണോ എന്നൊക്കെ അവർ നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുന്ന അങ്ങനെയുള്ള റിലേഷൻഷിപ്സ് എന്ന് പറയുന്നാൽ അത് കീപ്പ് ചെയ്യണമെന്ന് അത് എത്ര ചെറുതായാലും അതെ എത്ര ചെറുതായാലും. അപ്പൊ എൻ്റെ കുഞ്ഞിനെ അന്ന് നോക്കിയ ആളെയും അവരൊക്കെ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഓരോ തരത്തിൽ നമുക്ക് സപ്പോർട്ടിനായിട്ട് വന്ന ആളുകളാണ്. നമ്മൾ ശമ്പളം കൊടുത്ത ഒരാളെ വെക്കുന്നു എന്നുള്ളതല്ല, അവർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്, നമ്മുടെ കുഞ്ഞിനെ സ്വന്തം പോലെ കരുതി നോക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സപ്പോർട്ടൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കുഞ്ഞിന്റെ സമയമായപ്പോഴത്തേക്കും ആന്റിക്ക് വയ്യാതായി, ആന്റിയുടെ ഹസ്ബൻഡിന് വയ്യാതായി. അങ്ങനെ ആന്റി പോകുന്നു. പിന്നെ ആ സമയം ശരിക്കും ഞങ്ങൾ സ്ട്രഗിൾ ചെയ്തു. ആ സമയത്താണ് ഒരു ഡേ കെയർ ചെയ്യുന്ന ഒരു ബിന്ദു എന്ന് പറയുന്ന ഒരു ചേച്ചി
അപ്പോൾ ചേച്ചിയുടെ ഡേ കെയറിലേക്ക് ഈ കുഞ്ഞിനെ 5.5 മാസമായ കുഞ്ഞിനെ ഡേ കെയറിൽ കൊണ്ടാക്കിയിട്ടാണ് ഞാൻ ഓഫീസിലേക്ക് പോകുന്നത്. അപ്പോൾ കുഞ്ഞിനുള്ള കുറുക്ക് എല്ലാം ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് അവിടെ കൊടുക്കും. ബാക്കി അതിന് ശേഷമുള്ള, അതായത് ഈ ഫോർമുല ഫീഡിങ് അല്ലാതെ തിരിച്ച് രാവിലെ കുഞ്ഞിന് പാൽ കൊടുത്തിട്ട് പോകും, ബാക്കി ഫോർമുല മിൽക്ക് കൊടുക്കും, വൈകിട്ട് തിരിച്ച് വന്നിട്ടാണ് പിന്നെ പാൽ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഈ ഫീഡിങ്ങിന്റെ കാര്യത്തിലും അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എനിക്ക് കരിയർ വിട്ടു പോകരുതെന്ന് എനിക്ക് വളരെ നിർബന്ധമായിരുന്നു. കാരണം എൻ്റെ കരിയറിന്റെ ഒരു പ്രൈം ടൈമിലാണ് ഞാൻ എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിനെ പ്രസവിക്കുന്നത്. അപ്പൊ ആ കുഞ്ഞു മൂലം നഷ്ടപ്പെട്ടു എന്നൊരു തോന്നൽ എനിക്കോ കുഞ്ഞിന് എന്നെ നഷ്ടപ്പെട്ടു എന്ന തോന്നൽ ഭാവിയിൽ അവൾക്കോ ഉണ്ടാകരുതെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബാലൻസിങ്, അതിന് ഞാൻ കുറെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഉറക്കം പോയിട്ടുണ്ട്, നല്ലപോലെ പോയിട്ടുണ്ട്. സ്ഥിരം മോർണിംഗ് ഷിഫ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. തുടർച്ചയായിട്ട് ഒരു 3 മാസമെങ്കിലും ഞാൻ മോർണിംഗ് ഷിഫ്റ്റ് എടുത്തിട്ടുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിൽ. അപ്പോൾ എനിക്ക് ആ ഷിഫ്റ്റ് ഒക്കെ ഒരുക്കി സഹായിച്ചു തന്നിട്ടുള്ള ആളുകളുണ്ട്, നമ്മുടെ ഇമ്മീഡിയറ്റ് ബോസ്മാരായിട്ടുള്ള ആളുകൾ. അപ്പോൾ അവരൊക്കെ, അതാ ഞാൻ പറഞ്ഞ, ആളുകൾ ഓരോ തരത്തിലാണ് നമ്മുടെ ലൈഫിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നത്. ചെറിയ കാര്യമായിരിക്കും, പക്ഷെ അത് നമ്മൾ ഇന്നും ഓർത്തിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ എനിക്ക് അന്ന് ജോലി ഉപേക്ഷിക്കാം, കുഞ്ഞിനെ നോക്കാൻ ആളില്ല, ജോലി ഉപേക്ഷിക്കാം, ബ്രേക്ക് എടുക്കാം. 1 വർഷം വേണമെങ്കിൽ ബ്രേക്ക് എനിക്ക് തന്നേനെ, സ്ഥാപനം എനിക്ക് ബ്രേക്ക് തന്നേനെ. ഓരോ ബ്രേക്കും ചിലപ്പോൾ നമ്മുടെ ഈ കരിയറിന്റെ ഗ്രാഫിൽ ഒരു, അതാ ഞാൻ പറയുന്നത്. ഞാൻ നേരത്തെ എൻ്റെ സുഹൃത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ, വിനീത അതുപോലെ ബ്രേക്ക് എടുത്ത ആളാണ്. പക്ഷെ തിരിച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് ആ പഴയതിൽ നിന്ന് തുടങ്ങണം. ആ പോയ വർഷങ്ങൾ നമുക്ക് പോയത് തന്നെയാണ്. അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ അങ്ങനെ ഒരു ബ്രേക്ക് എടുക്കാതിരുന്നത് ഞാൻ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. കാരണം ഞാനൊരു ന്യൂസ് ആങ്കറാണ്, ഒരു ജേർണലിസ്റ്റ് ആണ്. അപ്പോൾ എൻ്റെ ഓരോ ദിവസവും വാർത്തയുടെ ലോകത്ത് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഞാൻ കളയുന്ന ഓരോ ദിവസവും എനിക്ക് നഷ്ടപ്പെടുകയാണ് എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഞാൻ ആ ബ്രേക്ക് വേണ്ടാന്ന് തീരുമാനിച്ചത്. പക്ഷെ അതെന്റെ കുഞ്ഞിനെ ബാധിക്കാത്ത തരത്തിൽ മാനേജ് ചെയ്യാൻ എന്നെ സഹായിച്ച ബിന്ദു ചേച്ചിയും അതുപോലെ തന്നെ ഈ വിജയമ്മ എന്ന് പറയുന്ന ആന്റിയും അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരൊക്കെ ഓരോ തരത്തിൽ ഇങ്ങനെ സഹായിച്ച് അതിന്റെ കൂടെ ഈ മൂത്ത കുഞ്ഞ് സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോഴേക്കും ഇവിടെ ഈ ഡേ കെയറിൽ കൊണ്ടാക്കുന്ന ഓട്ടോറിക്ഷക്കാരൻ ചേട്ടൻ മുതൽ അങ്ങനെ ഓരോരുത്തരും എൻ്റെ ലൈഫിൽ എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ആളുകളുമായിട്ടുള്ള കണക്ട്, അത് മോർ ആൻഡ് മോർ എന്നുള്ളതാണ് എൻ്റെ കോൺസെപ്റ്റ്. അത് ഞാൻ എൻ്റെ ഇനിയുള്ള ലൈഫിൽ, കാരണം ഇത്രയും പേർ സഹായിച്ചത് കൊണ്ട് എനിക്ക് ഇവിടെ വരെ എത്താൻ പറ്റിയെങ്കിൽ ഇനിയും ആർക്കെങ്കിലും എവിടെയെങ്കിലും ഒക്കെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കിടപ്പുണ്ടെങ്കിൽ അവരുടെ ലൈഫിലേക്ക് ഇറങ്ങി ചെല്ലുക. അതുകൊണ്ടാണ് എനിക്ക് റിപ്പോർട്ടറിന്റെ ഈ ടാഗ് ലൈനോടുള്ള എൻ്റെ താല്പര്യം, ഫൈറ്റ് ഫോർ ജസ്റ്റിസ്. അതായത് ആളുകൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയെങ്കിൽ, നമ്മൾ ഈ കിടന്ന് അല്ലാതെ രാഷ്ട്രീയക്കാരെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഒരു ജീവിതത്തിൽ ഇടപെടാൻ കഴിഞ്ഞാൽ. അതാണ് എൻ്റെ അൾട്ടിമേറ്റ് എയിം. അതിന് ഇപ്പോൾ ഈ മാധ്യമ പ്രവർത്തനമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നാളെ എന്താണെന്നുള്ളത് ഇപ്പോൾ പറയാൻ പറ്റില്ല. ഒരു മാധ്യമധർമ്മം എന്ന് പറയുന്നുണ്ട്, പൊളിറ്റിക്കൽ ഒരു ജേർണലിസ്റ്റിന് കുറേ എത്തിക്സ് ഉണ്ട്. സോ ഇപ്പോൾ പോകുന്ന ഒരു മാധ്യമ കൾച്ചർ ആയിരുന്നില്ല സുജയ ഈ ഒരു ഫീൽഡിലേക്ക് വന്ന സമയത്ത്. നമ്മുടെ കേരളത്തിലെ മാധ്യമ കൾച്ചർ വളരെ സിമ്പിൾ ആയിരുന്നു, പക്ഷെ ഇപ്പോൾ വളരെ വലിയ രീതിയിൽ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ഇനിയിപ്പോൾ 10 വർഷം കഴിയുമ്പോൾ അതിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. ഈ ഒരു മാറ്റം ഏത് രീതിയിലാവണം എന്നാണ് സുജയ വിചാരിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത്? ഞാൻ ആഗ്രഹിക്കുന്നത് ആ തുടക്കത്തിൽ പറഞ്ഞത് തന്നെയാണ്, പ്രോ പീപ്പിൾ ആകണം. അല്ലാതെ നമ്മൾ ബ്രേക്കിങ്ങിന് വേണ്ടി ബ്രേക്കിംഗ് എന്നുള്ളതല്ല. ആളുകളുടെ ജീവിതത്തിൽ നമുക്ക് ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടും, നമ്മുടെ മാധ്യമത്തെ ഇഷ്ടപ്പെടും, തേടി വരും. അപ്പോൾ ഇത്ര വർഷം പഴക്കമുള്ള ബ്രാൻഡ് എന്നുള്ള ആ ഒരു പാറ്റേൺ ഒക്കെ ബ്രേക്ക് ചെയ്യപ്പെടും ഇനി അങ്ങോട്ട്. ഇപ്പോൾ കണ്ടില്ലേ, എന്തുകൊണ്ടാണ് ഞാൻ മറ്റൊരു സ്ഥാപനം ചൂസ് ചെയ്തതിന്റെ ഒരു റീസൺ ഞാൻ പറഞ്ഞു, അവിടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി വന്നപ്പോഴാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇന്നോവേഷൻസിലേക്ക് നമ്മൾ പോകണം. അതുപോലെ തന്നെ നമ്മുടെ സ്ക്രീൻ വൈബ്രൻസി എന്ന് പറയുന്നത് ഞാൻ 2007 ദൂരദർശനിൽ അവതരിപ്പിച്ചപ്പോഴത്തെ സ്ക്രീൻ വൈബ്രൻസി അല്ല ഇന്ന് ഞാൻ 2023 റിപ്പോർട്ടിലിരിക്കും. വളരെ വ്യക്തിപരമായി എനിക്കും അതോടൊപ്പം തന്നെ സാങ്കേതിക സംവിധാനങ്ങൾക്കും വെർച്വൽ പ്രൊഡക്ഷന്റെ കാലമാണിത്. എത്രയെത്ര സാധ്യതകൾ ലോകം മുഴുവനുണ്ട്. അപ്പോൾ ഞാൻ ഈ കേരളത്തിലെ മാത്രം മാധ്യമങ്ങളെയോ അങ്ങനെയല്ല ഒരിക്കലും ഞാൻ കാണാറുള്ളത്. ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തകയാവുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി നമ്മുടെ കേരളത്തിലിരുന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ സെറ്റ് ചെയ്യാൻ പറ്റും, അതാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മൾ ആ ഒരു ഒഴുക്കിനൊപ്പം നീന്തി പോവുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. അങ്ങനെ നീന്താതെ കുറച്ചൊന്ന് മല്ലിട്ട് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അത് പറ്റണം എന്നുള്ളതാണ്. അത് മാധ്യമങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ, അതിപ്പോ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനം മാത്രമല്ല, എല്ലാ സ്ഥാപനങ്ങൾക്കും അങ്ങനെ പ്രോ പീപ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റിയാൽ, സർക്കാർ ചെയ്യുന്ന തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് തുറന്നു പറയാൻ, എന്നിട്ട് ഇവിടെ ആളുകൾക്ക് വേണ്ടത് എന്താണോ ആ വിഷയത്തിൽ ഇടപെടാനായിട്ടുള്ള ഒരു തുടക്കം നമ്മൾ ഇട്ട് കൊടുക്കുക. നമുക്ക് എല്ലാം എടുത്ത് മാറ്റാൻ പറ്റില്ല, കാരണം നമ്മളൊരു പവർഫുൾ സംവിധാനമൊന്നും അല്ലല്ലോ, ജുഡീഷ്യറി അല്ല, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗമോ ഒന്നുമല്ല. പക്ഷെ നമുക്ക് അവരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റണം. അപ്പോൾ ഈ 4ാം തൂണ് എന്ന് പറയുന്നതിനും ചിലതൊക്കെ ചെയ്യാനുണ്ട്. അത് വേണ്ട രീതി ചെയ്യുന്നുണ്ടോ? ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാനുണ്ട്. കാരണം ജനങ്ങൾ പ്രതീക്ഷയോടെ നോക്കുന്നത് ഈ മാധ്യമത്തിലേക്കാണ്. അവർ ഒരു നിയമ സംവിധാനത്തിന് പിന്നാലെ പോകുമ്പോൾ ഉണ്ടാകുന്ന കാലതാമസം, അത് പുറത്തറിയണമെങ്കിൽ മാധ്യമം വേണം. സർക്കാരിനെ സമീപിക്കുമ്പോൾ അവിടെ കാര്യം നടന്നില്ലെങ്കിൽ അത് പുറത്തറിയണമെങ്കിൽ മാധ്യമം വേണം. അങ്ങനെ എത്ര ഉത്തരവാദിത്തമുള്ള ഒരു ജോലിയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെയുള്ള പ്രോ പീപ്പിൾ ആയിട്ടുള്ള ഒരു കാലം വരണം. കുറച്ച്
സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. കാരണം ഒരു ജേർണലിസ്റ്റിൻ്റെ ലൈഫിൽ ഈ പറഞ്ഞ ജനങ്ങളുടെ ഇടയിൽ ചെന്ന് റിപ്പോർട്ടിങ് ചെയ്ത് തുടങ്ങിയ ഒരാളാണ്. അതേപോലെ തന്നെ നമ്മൾ ലൈവിൽ ചെയ്യുന്നതാണ്. തെറ്റുകളും സംഭവങ്ങളും പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമായും മനുഷ്യന് സംഭവിക്കുന്നത്. ഇതേപോലെയുള്ള കുഞ്ഞു കുഞ്ഞു എംബാരസിങ് മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളായിട്ട് ഷെയർ ചെയ്യണം. അതായത് പെട്ടുപോയല്ലോ ഭഗവാനെ. ഞാൻ പെട്ടുപോയ ഒറ്റ സിറ്റുവേഷനുള്ള പെട്ടുപോയതിൽ എനിക്ക് വലിയ റിഗ്രറ്റ് ഉണ്ടായി. സ്ഥാപനം അന്ന് അനുവദിച്ചിരുന്നെങ്കിൽ ഞാൻ ആ വ്യക്തിയെ വിളിക്കാൻ വരെ ഞാൻ തയ്യാറായിരുന്നു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ജയരാജന് വാഹനം അനുവദിച്ചതിനെ കുറിച്ചുള്ള ഒരു വാർത്തയാണ്. അപ്പോൾ എനിക്ക് PCR നിന്ന് കിട്ടിയ നിർദ്ദേശം, അതുപോലെ തന്നെ ടെക്സ്റ്റായിട്ട് നമ്മളെ പ്രോംപ്റ്റർ എന്ന് പറയും, ടെലിപ്രോംപ്റ്ററിൽ എനിക്ക് അടിച്ചു തന്ന ടെക്സ്റ്റ് എന്ന് പറയുന്നത് ബുള്ളറ്റ് പ്രൂഫ് കാർ വാങ്ങാൻ പണം അനുവദിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ ബുള്ളറ്റ് പ്രൂഫ് കാറിന് ഇത്രയും തുകയേ ഉള്ളൂ, ഈ 35 ലക്ഷം 25 ലക്ഷം. അപ്പോൾ അതിൻ്റെ തുകയെക്കുറിച്ച് എനിക്ക് സംശയം വന്നു. അപ്പോൾ ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്. ഞാൻ ആ വാർത്ത കൊണ്ടുവന്ന ആളോട്, ആ ഡെസ്ക് ഹാൻഡിൽ ചെയ്യുന്ന ചീഫിനോട്, ദിലീപ് കുമാർ എന്ന് പറയുന്ന ആളായിരുന്നു ഡെസ്കിൻ്റെ ആ ചുമതലയുള്ള ആൾ. അപ്പോൾ ഈ വാർത്ത വന്നു അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹം പറയുന്നു ഞാൻ ഷോറൂമിൽ വിളിച്ച് അന്വേഷിച്ചതാണ്, അത് ബുള്ളറ്റ് പ്രൂഫ് തന്നെയാണ് എന്ന്. പക്ഷേ അത് ഞാൻ ആ കാര്യം പി ജയരാജൻ എന്ന വ്യക്തിയോട് ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ കൺവിൻസ്ഡ് അല്ല. ഞാൻ ഇന്നത് തുറന്നു പറയുകയാണ്, ഞാൻ ഇതുവരെ ഈ കാര്യത്തിൽ പറഞ്ഞിട്ടില്ല, ഞാൻ കൺവിൻസ്ഡ് അല്ല. അതുകൊണ്ടാണ് ഞാൻ ആ വായിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിങ്ങനെ ശരിയാണോ, കാരണം ഈ സർക്കുലറിൽ പറയുന്നത് സുരക്ഷയുള്ള ഹൈ സെക്യൂരിറ്റി ഉള്ള വാഹനം എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ എനിക്ക് പറഞ്ഞു തരുന്നത് ഇത് ഹൈ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് ബുള്ളറ്റ് പ്രൂഫ്, അല്ലാതെ ബുള്ളറ്റ് പ്രൂഫ് എന്ന് ഓർഡറിൽ ഇടാൻ പറ്റുമോ എന്നൊക്കെ എന്നോട് എൻ്റെ സീനിയർ പറയുകയാണ്. അപ്പോൾ അതിൽ ഞാൻ ഒട്ടും കൺവിൻസ്ഡ് ആയിരുന്നില്ല. ആ കൺവിൻസ്ഡ് അല്ലാത്ത കാര്യം എനിക്ക് ചോദിക്കേണ്ടി വന്നു. അതിലെനിക്ക് ഖേദമുണ്ട്. കാരണം ആ പി ജയരാജന് ബുള്ളറ്റ് പ്രൂഫ് കാർ അനുവദിച്ചു എന്നൊക്കെ പറയുമ്പോഴേക്കും അത് ചർച്ച ചെയ്യപ്പെടുന്ന വേറൊരു രീതിയിലാണെന്ന് എനിക്കറിയാം. അദ്ദേഹത്തോട് ഞാൻ ആ ചോദ്യം ചോദിക്കുന്നതൊക്കെ ട്രോളായി. കാരണം എനിക്ക് തന്നെ ഞാൻ കൺവിൻസ്ഡ് ആയിരുന്നില്ല. പക്ഷേ എൻ്റെ സീനിയർ പറയുമ്പോൾ എനിക്കത് ചെയ്തേ പറ്റൂ. അത് ആ സമയത്ത് പറ്റിയതാണ്. ഞാൻ ആ സീനിയറിനോട് അതിനുശേഷം അത് സംസാരിക്കുകയും ചെയ്തു. അദ്ദേഹം എന്നോട് പേഴ്സണലി സോറി പറഞ്ഞു, ആ പുള്ളിക്ക് തെറ്റിപ്പോയതാണ് എന്ന് പറയുന്നത്. പക്ഷെ ആ തെറ്റ് അവിടെ ആരും അറിയുന്നില്ല. ഇപ്പോൾ പ്രസന്റ് ചെയ്യുന്ന ആളുടെ ഭാഗത്ത് നിന്ന് ഞാൻ ഒരിക്കലും, കാരണം എനിക്ക് ജയരാജേട്ടനെ ഇഷ്ടമാണ്, ഞാൻ ഉമ്മൻചാണ്ടി ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ജയരാജേട്ടനെ ആയാലും ഇപ്പം പിണറായി വിജയന്റെ കുറെ കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഓരോ വ്യക്തികളിലും കുറെ പോസിറ്റീവ് സൈഡ്സ് ഉണ്ടാവും. നമ്മളൊരു രാഷ്ട്രീയ നേതാവിനെ പൂർണ്ണമായിട്ട് നമ്മൾ ഇഷ്ടപ്പെടാതിരിക്കാനായിട്ടുള്ള ഒരു സാഹചര്യമില്ലെന്ന് ഞാൻ പറയും. കാരണം ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടാവും. പിന്നെ എനിക്കിപ്പോ നെഗറ്റീവ്സ് മാത്രം നോക്കാനാണെങ്കിൽ മൊത്തം നെഗറ്റീവ് ആയിരിക്കും. ടോട്ടലി നെഗറ്റീവ് ആണെന്ന് പറഞ്ഞ് എന്നെ തള്ളിക്കളയാം. പക്ഷെ എന്റെ പോസിറ്റീവിലേക്ക് ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ ആ പോസിറ്റീവ് എടുത്ത് പറയാൻ ഒരു 10 എണ്ണമെങ്കിലും കാണും. അതുപോലെ തന്നെയാണ് പൊളിറ്റീഷ്യൻസും. അതുകൊണ്ട് അദ്ദേഹത്തിന് അത് ഒരു ബുദ്ധിമുട്ടായോ എന്ന് എനിക്ക് ആ സമയത്ത് തന്നെ തോന്നിയിരുന്നു. പിന്നീട് അത് സോഷ്യൽ മീഡിയയിൽ വന്നതിലൂടെ എനിക്കത് മനസ്സിലായി. പക്ഷെ അത് ഒഴിവാക്കാമായിരുന്ന ഒന്നാണ്. അപ്പോൾ ഈ ഫാക്ട് ചെക്ക് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. റിപ്പോർട്ടറിൽ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: നമുക്ക് വസ്തുതയാണെന്ന് ഉറപ്പ് വരുത്തിയിട്ടേ കൊടുക്കുള്ളൂ. ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ അത് വസ്തുതയാണെന്ന് എനിക്ക് ഉറപ്പ് വരണം. കാരണം എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു മിസ്റ്റേക്ക് ആണതെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഇതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ. വളരെ ലൈറ്റ് ആയിട്ട് ഒരുപാട് ചിരിക്കാൻ പറ്റിയ മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവുമായിരിക്കും അല്ലേ? ചിരിക്കാൻ പറ്റിയ മൊമെന്റ്സ് എന്ന് പറയാൻ, ചിരിക്കാനായിട്ട് ഈ പറയുന്ന നാക്കുപിഴകൾ വളരെ സഹായിച്ച അപൂർവമാണ്. നാക്കുപിഴകൾ അധികം അങ്ങനെ ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ വാക്കുകൾ പറയുമ്പോഴേക്കും അതായത് നമ്മളിപ്പോൾ ഒരു സെന്റൻസ് പറയുകയാണെന്ന് വെച്ചോ, ഒരു വാചകം പറയുമ്പോഴേക്കും ആ വാചകത്തിൽ ഉൾപ്പെടുത്തേണ്ട വാക്കുകൾ എന്താണെന്നുള്ളത് ഞാനിങ്ങനെ പ്രോസസ്സ് ചെയ്താണ് അടുത്ത വാചകം ഞാൻ ആലോചിക്കും. അങ്ങനെയാണ് സംസാരിക്കാറുള്ളത്. അല്ലെങ്കിൽ ഞാൻ അതിനിടയിൽ ഒരു പോസ് എടുത്തിട്ട് അടുത്തതിലേക്ക് പോകും. ആ പോസ് കേട്ടിരിക്കുന്ന ആൾക്ക് ഫീൽ ചെയ്യില്ല, പക്ഷെ ഞാൻ പോസ് എടുക്കുന്നുണ്ട്, ഉള്ളിൽ ഞാൻ പോസ് ചെയ്യുന്നുണ്ട്. പോസ് ചെയ്തിട്ട് അടുത്തതിലേക്ക് പോകും. എങ്കിലും ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും. അതപ്പോൾ തന്നെ നമ്മൾ അതങ്ങ് തെറ്റിപ്പോയി, ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ലോട്ടറി നറുക്കെടുപ്പ് വന്നല്ലോ, ഓണം ബമ്പർ നറുക്കെടുപ്പ് വന്നപ്പോൾ വെറൈറ്റി ആക്കണമെന്നാണ് പ്രസിഡന്റ് ആവശ്യപ്പെട്ടത്. ഞങ്ങളുടെ നെറ്റ്വർക്കിന്റെ പ്രസിഡന്റ് വെറൈറ്റി ആക്കണമെന്ന്. അപ്പൊ ഞാൻ എത്ര ആലോചിച്ചിട്ട് ഇത് എങ്ങനെ വെറൈറ്റി ആക്കാനാണ്, കാരണം ലോട്ടറി നറുക്കെടുക്കുന്നു എന്നല്ലാതെ ഇതിനപ്പുറം എന്ത് പറയും. അപ്പോഴാണ് ഞാൻ നമ്മുടെ കിട്ടുണ്ണിയേട്ടനെ ആലോചിച്ചത്. അപ്പോൾ ഒരു ലോട്ടറി അങ്ങ് എടുത്തു. എന്റെ ജീവിതത്തിൽ ഞാൻ ലോട്ടറി എടുത്തിട്ടേ ഇല്ല. അപ്പോൾ മറഡോണയുമായിട്ട് ഷെയർ ഇട്ട് ഒരു ലോട്ടറി അവസാനം അടിച്ചില്ല. അപ്പോൾ ആ ലോട്ടറി ടിക്കറ്റുമായിട്ടൊക്കെ പോയി അപ്പോൾ നമ്മൾ ഈ ഓഗ്മെന്റഡ് റിയാലിറ്റിയിൽ ഒരു കാറൊക്കെ ഡിസൈൻ ചെയ്ത് നമ്മുടെ ജീമ എന്ന് പറയുന്ന നമ്മുടെ വെർച്വൽ പ്രൊഡക്ഷനിലെ ജീമയും അജി പുഷ്കറാണ് അതിന്റെ ക്രിയേറ്റീവ് ഹെഡ്. അപ്പോൾ ഇവര് ഒരു സാധനം ഉണ്ടാക്കി തന്നു, ഒരു കാർ, അതായത് ലോട്ടറി വിൽക്കുന്ന ഒരു വണ്ടി. എന്നിട്ട് എന്നോട് പറഞ്ഞ് കയറിയിരുന്നു. അപ്പോൾ ആ കാറിലോട്ട് കയറി ഇരുന്നിട്ടായിരുന്നു പിന്നെ പ്രസന്റേഷൻ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പരീക്ഷണം, അത് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് ചെയ്യാനൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ എനിക്ക് നല്ല താല്പര്യമാണ്. പിന്നെ പറഞ്ഞാൽ ഇതൊരു കോമ്പറ്റീറ്റീവ് ഫീൽഡാണ്. ഇപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്നവരുണ്ടാകും, ഇഷ്ടപ്പെടാത്തവരുണ്ടാകും, നമ്മളെ പിന്നിൽ നിന്ന് കുത്തുന്നവരുണ്ടാകും, മുന്നിൽ നിന്ന് കുത്തുന്നവർ വളരെ കുറവാട്ടോ ഈ ഫീൽഡിൽ. അപ്പോൾ എല്ലാ ഫീൽഡിലെയും പോലെ അതെ, മുന്നിൽ നിന്ന് കുത്തുന്നവർ വളരെ കുറവാണ്. മുന്നിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുത്തുകൊണ്ട് വീഴുന്നതിൽ അയ്യോ ഇവൻ എന്നെ കുത്തിയില്ല, മുഖം കാണാം നമുക്ക്. പക്ഷേ ഈ മുഖം നമുക്ക് വ്യക്തമാകാതെ, അല്ലെങ്കിൽ ആരാണ് ഈ ഉപദ്രവിക്കുന്നത് നമുക്ക് മനസ്സിലാകാത്ത രീതിയിലുള്ള ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെയുള്ളതൊക്കെ കുറച്ചൊക്കെ ഒന്ന് അഫക്റ്റ് ചെയ്യാറുണ്ട്. പക്ഷെ അതിനെ നമ്മൾ മറികടക്കും. അപ്പോഴാണ് ഞാൻ പറഞ്ഞ ഈ ട്രോൾ
ട്രോളുകളുടെയൊക്കെ ഒരു പ്രസക്തി. അപ്പോൾ എടുത്ത് 2 ട്രോള് വായിക്കും, ആശ്വാസമാവും. പക്ഷെ സാധാരണ ഈ ട്രോളൊക്കെ വന്ന് തുടങ്ങുന്ന സമയത്ത് ആദ്യമായിട്ട് കാണുമ്പോൾ ഭയങ്കരമായിട്ട് എനിക്കൊക്കെയാണ് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഹൃദയം പൊട്ടി ഞാൻ കുറച്ച് നേരത്തേക്ക് മരിച്ചു പോയത്. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പം എൻ്റെ ഒരു ഡെത്ത് ആനിവേഴ്സറി ഒരു 3-4 കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ആദ്യം കണ്ടപ്പോഴേ അടിപൊളിയായിട്ട് അതിനെ ചിൽ മോഡിലാണ് എടുത്തിരുന്നത്. നമ്മൾ എപ്പോഴും ചില്ലാണ്. കൊള്ളാലോ എന്ന് വെച്ച് പ്രിയപ്പെട്ട ട്രോളന്മാരെ ഇനിയും ട്രോളി എന്നെ വിഷമിപ്പിക്കുമെന്ന് ചെയ്യരുത്. സന്തോഷായിക്കോട്ടെ സുജയ ചേച്ചിക്ക് എന്ന് പറഞ്ഞു. ICU ഒക്കെ ഇതിപ്പോ കാണുന്നുണ്ടാവും. എന്നാ പിന്നെ സുജയ ചേച്ചിക്ക് സന്തോഷായിക്കോട്ടെ. ചേച്ചി മൂട് മാറുകയാണെങ്കിൽ നമുക്കൊരു 4 സ്റ്റിക്കറും ഒരു 5 പോസ്റ്ററും ഇറക്കാം. ഈ പറഞ്ഞ പോലെ ട്രോളുകളെ ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലത്തെ ആറ്റിറ്റ്യൂഡിലാണ് പലരും എടുക്കുക. എത്രയൊക്കെ ചിൽ മോഡാണെന്ന് പറഞ്ഞാലും ഷോ വേണ്ടിയിരുന്നില്ല എന്നൊക്കെ ഉള്ളൊരു തോന്നല്. പക്ഷെ ഇത്രയും വളരെ ആ ഒരു പോസിറ്റീവ് എനർജിയിൽ ഇതിനെ കാണുക എന്നുള്ള പറയുമ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അതായത് ഞാൻ സ്റ്റുഡിയോയിൽ നടക്കുന്ന വീഡിയോ എന്തോ വന്നിരുന്നു. അപ്പൊ അത് മറ്റേ നാഗവല്ലിയുടെ ഒക്കെ ഇട്ടിട്ട് ഇറക്കി. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു എടുക്കുന്നു. അതാണ് ആ ഒരു ആറ്റിറ്റ്യൂഡിലങ്ങ് വിട്ട് കഴിഞ്ഞാൽ മതി, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞല്ലോ, അത് ഇട്ട് കഴിഞ്ഞപ്പോൾ ഇട്ട ആൾക്ക് സന്തോഷമായി കാണും. ഒരു കയ്യബദ്ധം. പക്ഷെ ഞാൻ മനഃപൂർവ്വം നമ്മളൊന്നും ചെയ്യുന്നൊന്നും അല്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ ഓരോരോ കാര്യങ്ങളിലും ഏത് കാര്യമായാലും ഒറ്റ കാര്യം ചെയ്താൽ മതി. നമ്മൾ ആ ട്രോളിനെ ഉണ്ടല്ലോ, അത് നമ്മളല്ല മറ്റൊരാളാണെന്ന് നമ്മളങ്ങ് ചിന്തിച്ചാൽ മതി. വാവ്, കൊള്ളാലോ. അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലതാണ്. ഇത് എന്നെ കുറിച്ചല്ല ആ രീതിയിൽ എടുക്കാം. അപ്പോൾ അതിനെ ലൈറ്ററാക്കി വിടാം. ചിലതൊക്കെ ഉണ്ടല്ലോ, ചിലത് നമ്മളെ തന്നെ ചിരിപ്പിക്കുന്നതോ അല്ലെ ചിന്തിപ്പിക്കുന്നതായിരിക്കും. അതിനെ ആ രീതിയിൽ അങ്ങ് എടുക്കണം, തീർന്നില്ലേ? അടിപൊളി. അപ്പൊ അതൊരു ക്രിയേറ്റിവിറ്റിയാണ്. ശരിക്കും നമ്മളെക്കാൾ ക്രിയേറ്റിവിറ്റി ഉള്ളവരാണ് ഈ ട്രോള് ചെയ്യുന്നവർ. അല്ലേ? നമ്മളെ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല, എന്നെ കൊണ്ട് പറ്റില്ല. നമ്മൾ സാധാരണ കാണുന്ന ഒരു വീഡിയോയിൽ നിന്നും അതിനകത്ത് ഇത്രയും നല്ലൊരു സ്കോപ്പ് ഉണ്ടായിരുന്നു. ഇവരിത് ചെയ്ത് എഡിറ്റ് ചെയ്ത് വരുന്ന സമയത്തായിരിക്കും നമുക്ക് മനസ്സിലാവും. ശരിക്കും ഒറിജിനൽ വീഡിയോയെക്കാളും കൂടുതൽ റീച്ച് കിട്ടുന്നത് ഈ ട്രോളിനായിരിക്കും. തീർച്ചയായിട്ടും. ഇപ്പൊ ഇന്റർവ്യൂവിൽ തന്നെ എത്ര ഭാഗം ട്രോളായി മാറുമോ എന്തോ. എന്നോട് ചോദിക്കുന്നു, ചേച്ചി പോരാ, ചേച്ചി ഞങ്ങൾക്കുള്ള വിഷയമൊന്നും ഉണ്ടാക്കി തരുന്നില്ല. അത് പറയുന്നുണ്ടോ? അല്ല, കുറച്ചുകൂടി ട്രോളുകൾക്കുള്ള കണ്ടന്റ് വേണോന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടോ? അതാണ്. കാരണം ഈ എങ്ങനെയാണ് ട്രോൾ ഉണ്ടാക്കപ്പെടേണ്ടതെന്നുള്ളതിനെ പറ്റി എനിക്ക് സത്യം പറയാൻ അറിയില്ല. എങ്ങനെയാണ് അതിനുള്ള വിഷയം ഉണ്ടാക്കേണ്ടത്, അതിന്റെ ഒരു ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത്. ഒരു വിവാദം ഉണ്ടാക്കാൻ എന്തൊക്കെ ഒരു വിവാദം ഉണ്ടാക്കണമെങ്കിൽ ആദ്യം വേണ്ടത് കുറച്ച് മണ്ടത്തരമാണ്. മണ്ടത്തരം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രോൾ വരും. പക്ഷേ പലപ്പോഴും വളരെ സീരിയസ് ആയിട്ട് പറയുന്ന കാര്യങ്ങളുടെ പേരിൽ ട്രോൾ വരുമ്പോൾ ഞാൻ തന്നെ ആലോചിക്കാറുണ്ട്, അപ്പൊ പറഞ്ഞത് ശരിക്കും മണ്ടത്തരമായിരുന്നോ എന്ന് ചിന്തിക്കാറുണ്ട്. പിന്നെ ട്രോള് കാണുമ്പോൾ നമുക്ക് പിന്നെ ചിലതുണ്ട് കേട്ടോ, ചിലത് പൊളിറ്റിക്കൽ ട്രോൾസ് ഉണ്ട്. അതായത് ആളുകളെ വിമർശിക്കാൻ വേണ്ടി സൈബർ ഇടത്തിൽ ഇങ്ങനെ അധിക്ഷേപിക്കാൻ വേണ്ടിയുള്ള ട്രോൾസ്. അതിന് ഞാൻ അനുകൂലമല്ല. ഞാൻ പറഞ്ഞത് ചിരിപ്പിക്കുന്ന, ഇപ്പോ അല്ലാതെ സ്ത്രീകളെ, കുട്ടികളെ, അങ്ങനെ ട്രാൻസിനെ, അപ്പം അങ്ങനെയുള്ള ആളുകളെയൊക്കെ അപമാനിക്കുന്ന തരത്തിലുള്ള ട്രോളുകൾക്ക് ഞാൻ അനുകൂലമേ അല്ല. അതെ. ഇപ്പോ എന്നെയൊക്കെ വിമർശിച്ചോട്ടെ, അത് ഞാൻ വളരെ ലൈറ്റ് ആയിട്ട് എടുക്കുള്ളൂ. പക്ഷേ അതൊരിക്കലും ഇപ്പോൾ എൻ്റെ കുടുംബത്തിലേക്ക് കടന്ന് മക്കളെയോ ഹസ്ബൻഡിനെയോ അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉള്ള ആളുകളെയോ അവരെയൊക്കെ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ, അവരുടെ ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഇന്റഗ്രിറ്റി ഹർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ട്രോൾസിലേക്ക് പോയാൽ അത് മോശമാണ്. അത് എൻ്റെ ലൈഫിൽ മാത്രമല്ല മറ്റൊരാളുടെ ലൈഫിലും അത് അവർക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റിയെന്ന് വരില്ല. ഞാനിപ്പോൾ എന്നെ കുറിച്ചുള്ള ട്രോള് തന്നെ ഞാൻ ഈ ലൈറ്റായിട്ട് എടുക്കുന്നതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ കരയാനല്ലേ നേരം ഉണ്ടാവുള്ളൂ. താല്പര്യമില്ല എനിക്കങ്ങ് വരിക. അല്ലാതെ തന്നെ ഇഷ്ടം പോലെ കാര്യങ്ങൾക്ക് നമുക്ക് ഇവിടെ വിഷമിക്കാനും സങ്കടപ്പെടാനും ഒക്കെ നിൽക്കുമ്പോഴത്തേക്കാണ് ഇനി ഇതിനും കൂടെ സങ്കടപ്പെടാനാണെങ്കിൽ അതിനെ നേരം ഉണ്ടാവുള്ളൂ. സങ്കടപ്പെടുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞില്ല, എന്റെ കൂടെയുള്ള ഒരു എക്കോസിസ്റ്റം ഉണ്ട്, നമ്മളെ മെന്റർ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ അവരൊക്കെ ഇതൊക്കെ കുറെയൊക്കെ അങ്ങ് വിട്ടേക്കാൻ പറയും. അപ്പൊ വിട്ട് കള എന്ന് പറയും. അല്ലാതെ ഇഷ്ടപ്പെട്ടു എടുക്കുന്നു എന്ന് പറഞ്ഞ് എടുക്കുന്നത് ഈ സന്തോഷമുള്ള പോസിറ്റീവ് ട്രോൾസ് ആണ്. ഇപ്പൊ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിനെ പറ്റി പറയുന്നത് കൊണ്ടാണ് കൂടുതൽ ട്രോൾ വരുന്നത്. കാരണം ഇൻക്ലിനേഷൻ അല്ല, അത് തെറ്റിദ്ധാരണയാണ്. പൊളിറ്റിക്കൽ ഇൻക്ലിനേഷൻ എന്നുള്ളതല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മെമ്പർ അല്ല. എന്റെ കൂടെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ മാധ്യമ മേഖലയിലുള്ള 99% ആളുകളും ക്യാമ്പസ് പൊളിറ്റിക്സിലൂടെ കടന്നു വന്നവരാണ്, SFIയിലൂടെ കടന്നു വന്നവരാണ് ഭൂരിപക്ഷവും. ഞാൻ പറഞ്ഞല്ലോ, ആകെ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മാത്രമാണ് എന്റെ ഏക SFI ബന്ധമാ മത്സരിച്ച് ഒരേ പാനലിൽ ജയിച്ച് കയറി എന്നുള്ളത് മാത്രമാണ് എന്റെ രാഷ്ട്രീയ ബന്ധം. അല്ലാതെ അത് ഞാൻ SFIയിൽ അംഗമല്ല. അപ്പോൾ അത് എന്റെ സുഹൃത്തുക്കളാണ് എന്ന് വെച്ച് SFI മോശമാണെന്ന് ഒന്നുമല്ല. SFI ആ കോളേജ് പിടിച്ചത് അത്തവണ KSUവിൽ നിന്ന് പിടിക്കുകയാണ് ചെയ്തത്. അപ്പൊ അതിൽ ഞാനും കൂടി ഭാഗമായി എന്നുള്ളതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം ഒരിടത്തും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും ഒരു അപ്രമാദിത്വം അല്ല വേണ്ടത്. ഓരോ തവണയും മത്സരം വന്ന് ആളുകൾ മാറി മാറി ജയിക്കണം, എന്നാലേ അതിനകത്ത് ഒരു രസമുള്ളൂ. ജനാധിപത്യത്തിന്റെ ഒരു രസം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടില് ഒരു രീതിയുണ്ട്. ഇപ്പം പൊളിറ്റിക്കൽ വ്യൂസിനെ പറ്റി ചിന്തിക്കുവാണെങ്കിൽ ഇപ്പൊ എനിക്കൊരു പാർട്ടി ഇതുണ്ടാവും, ഞാൻ അനുഭവിക്കുന്ന ഒരു പാർട്ടി ഉണ്ടാവും, താങ്കളുടെ വേറൊരു പാർട്ടി ഉണ്ടാവും. എല്ലായിടത്തും ലോകത്ത് എവിടെയുള്ളതാണ്, നമ്മുടെ നാട്ടിൽ നിന്നുള്ളതല്ല. അതായത് എൻ്റെ പാർട്ടി ഓഹോ, നിന്റെ പാർട്ടി ആ ഒരു നമ്മുടെ പണ്ട് കാലത്ത് അവർണരും സവർണരും ജാതിയുടെ പേരിലും റേസിസം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആൾക്കാരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത പോലെ തന്നെയല്ലേ ഇപ്പോൾ പൊളിറ്റിക്സിന്റെ പേരിൽ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഒരു രാഷ്ട്രീയപരമായ ഒരു ഇൻട്രസ്റ്റ് വെച്ചിട്ട് ആൾക്കാർ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നെന്ന് തോന്നിയിട്ടില്ലേ?
എന്തിനാണ് അത് അങ്ങനെ ഒരു അല്ല ഞാൻ പറയട്ടെ, ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമായാലേ താങ്കൾക്ക് ജോലി കിട്ടൂന്ന് വന്നാൽ താങ്കൾ ആ രാഷ്ട്രീയ പാർട്ടി പോയി ചേരും. ഇന്ന് കേരളം കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ്. നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിൻവാതിൽ വഴി നിങ്ങൾക്ക് നിയമനം കിട്ടും എന്ന് കണ്ടാൽ നിങ്ങൾ ആ പാർട്ടിയിലേക്കേ പോകൂ. അത് മനുഷ്യനിൽ സഹജമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഞാൻ അങ്ങനെ പോയിട്ടില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ലേബലിലല്ല, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അംഗമായിക്കൊണ്ടുള്ള ജോലി നേടലോ ഒന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമായി ജോലി ചെയ്യുന്ന ന്യൂസ് ചാനൽ കൈരളി പീപ്പിൾ TV ആണ്. എന്നാൽ ഞാൻ SFIയുടെ ഒരു കേഡറോ അല്ലെങ്കിൽ CPIM പാർട്ടിയിലെ ഒരു അംഗമോ അല്ല. അവിടെ എന്റെ മെറിറ്റും ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കൃത്യമായ വഴികളിലൂടെയാണ് ഞാൻ വന്നത്. പക്ഷേ പാർവതിനെ പൊതുവെ SFIയുടെ ആളല്ല, BJPയുടെ ഒരാളായിട്ട് തന്നെയാണ് ഇപ്പോ നമ്മളിപ്പോ BJPയിൽ എനിക്ക് അംഗത്വം ഉണ്ടോ എന്ന് ചോദിക്കും. സംസ്ഥാന പ്രസിഡന്റിനെ ഫോൺ നമ്പർ എടുത്തൊന്ന് വിളിച്ചു നോക്കിയാൽ അറിയാമോ. അംഗത്വം ഉണ്ടോ എന്നല്ല ഞാൻ ചോദിക്കുന്നത്, അംഗത്വം ഉണ്ടോ, അംഗത്വം എടുത്തില്ല. പക്ഷെ ഞാൻ പഠിച്ച കോളേജിൽ ABVP ഇല്ല. ഞാൻ അതിനുശേഷം BJPയുടെ അംഗമാവുകയോ ഒന്നും ചെയ്തില്ല. നമുക്കൊരു എന്താ അല്ല, ഞാൻ BJPയിൽ അംഗമായാൽ അതൊക്കെ വാർത്തയാവില്ലേ? അംഗമാവുക എന്നുള്ളതല്ല, ഒരു അനുഭവം ഉണ്ടാവുക എന്നുള്ളത്. എന്റെ വീട്ടില് ഞാൻ ചോദിക്കട്ടെ, പിണറായി വിജയനെ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി എനിക്ക് ഇഷ്ടമാണ്, കുറച്ച് കൂടുതൽ ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ ഉടൻ ഞാൻ BJP അല്ലെങ്കിൽ ഞാൻ BJP അംഗമാണ്, ആ വ്യാഖ്യാനം തെറ്റാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെയും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും ഇഷ്ടപ്പെടാമെങ്കിൽ എന്തുകൊണ്ട് അതിനേക്കാൾ നമ്മുടെ രാജ്യത്തിന്റെ മേന്മ ലോകം മുഴുവൻ വ്യാപിപ്പിച്ചിട്ടുള്ള രാജ്യത്തിന്റെ വളർച്ച അത് ഓരോ വർഷം കഴിയുന്നോറും കാട്ടിക്കൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി എനിക്ക് ഇഷ്ടപ്പെട്ടുകൂടാ? ഓക്കെ, അതാണ് എൻ്റെ വ്യൂ. ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ രാജ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ സംസ്ഥാനത്തെക്കുറിച്ച് ഒക്കെയാണ്. അതിൽ ഞാൻ വളരെ ഫോക്കസ്ഡ് ആണ്. നമ്മുടെ സ്റ്റേറ്റിൽ ഒരു മോശം പ്രവണതയിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാനത് പറയും. നമ്മുടെ രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ ഞാനത് പറയും. എന്നാൽ നല്ലത് കണ്ടാൽ ഞാനത് നല്ലതാണെന്ന് പറയും. നമ്മുടെ റോഡുകൾ നന്നായാൽ ഞാനത് റോഡ് നന്നായി എന്ന് പറയും. അതിന്റെ ക്രെഡിറ്റ് പൊതുമരാമത്ത് മന്ത്രിക്കാണ്. സംസ്ഥാന പാതകൾ നന്നായി കൊണ്ടുനടന്നാൽ അതിന്റെ ക്രെഡിറ്റ് പൊതുമരാമത്ത് മന്ത്രിക്ക് തന്നെയാണ്. അവിടെ രാഷ്ട്രീയം വെച്ചല്ല ഞാൻ വിലയിരുത്തുന്നത്. ഇപ്പോൾ വന്ദേ ഭാരത് വന്നെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് കേന്ദ്ര റെയിൽ മന്ത്രിയുടെ അടുത്തേക്ക് ആ നിവേദനം കൊണ്ടുപോയ ആൾക്കാണ്. അത് കെ സുരേന്ദ്രനാണ് കൊണ്ടുപോയതെങ്കിൽ കെ സുരേന്ദ്രൻ എന്ന് ഞാൻ പറയും. അല്ല, അവിടെ നിന്ന് എട്ടുകാലി മമ്മൂഞ്ഞ് കളിക്കുന്ന രീതിയോടൊന്നും എനിക്ക് യോജിപ്പില്ല. ആരാണോ അത്, ആരാണ് A എങ്കിൽ A, B എങ്കിൽ B, അല്ലാതെ അതിൽ ഒളിച്ചു വെക്കലുമില്ല, ഒളിച്ചു കടത്തലുമില്ല. പ്രധാനമന്ത്രി ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണ് എന്ന് തന്നെ പറയും. അപ്പോൾ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിനെ കുറിച്ച് ഞാനും ഡോക്ടർ അരുണും തമ്മിലുള്ള തർക്കം മിക്കപ്പോൾ എന്നെ വിമർശിക്കാൻ സ്ഥിരമായി എടുത്ത് പറയുന്ന അതാണ്. പ്രധാനമന്ത്രിയുടെ ഒരു ശൈലി അതാണ്, ആളുകളുമായി കണക്ട് ചെയ്യുന്നത് മൻ കി ബാത്ത് വഴിയാണ്. അത് പ്രധാനമന്ത്രി സ്വീകരിച്ച ശൈലി. മുഖ്യമന്ത്രി പിണറായി വിജയൻ 6 മണിക്ക് വാർത്താ സമ്മേളനം നടത്തി കോവിഡ് കാലത്ത് ജനങ്ങൾക്ക് സാന്ത്വനമായെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ശൈലി. രണ്ടും രണ്ട് വ്യക്തികളാണ്, രണ്ട് ഭരണാധികാരികളാണ്. അവർക്ക് അവരുടേതായ രീതിയിൽ പോകാനായിട്ടുള്ള അവകാശം ഉണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ സുജയ പാർവതിയുടേതായ നിലപാടെടുക്കാനും അവകാശമുണ്ട്. You got the point? I got the point. പക്ഷേ മീറ്റ് ദ എഡിറ്റേഴ്സിൽ പലപ്പോഴും നിങ്ങൾ തമ്മിലുള്ള ഈ ഫൈറ്റ് സ്ക്രിപ്റ്റഡ് അല്ലെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ അല്ലേ? സ്ക്രിപ്റ്റിന്റെ ഒക്കെ എന്ത് ആവശ്യം? ഇതിങ്ങനെ കമ്പ്യൂട്ടർ പോലെ പ്രിന്റ് ചെയ്ത് വരുമല്ലേ? ഇപ്പൊ പലപ്പോഴും നികേഷ് കുമാർ സാറ് നിങ്ങൾ രണ്ടുപേരും ആർഗ്യുമെന്റിൽ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതെ, സാറിന് ടെൻഷൻ അധികം സഹിക്കാൻ പറ്റാത്തതുണ്ടാവും. പിന്നെ സാറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ റെസ്പെക്ട് കൊടുത്താണ് എപ്പോഴും. ഞാൻ സാറേന്ന് തന്നെയാണ് ഞാൻ ആ ഷോയിലും വിളിക്കാറുള്ളത്. നികേഷ് സാറേന്ന് വിളിച്ച്, അതായത് ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നത് 2011 ഈ റിപ്പോർട്ടർ ചാനലിന്റെ തുടക്കത്തിന് മുമ്പുള്ള ആ സമയത്ത് എന്നെ വിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവിടെ വരുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് നികേഷ് സാറിനെ കാണുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ഞാൻ ഏഷ്യാനെറ്റിലേക്ക് പോയതിനു ശേഷം ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല. അത് കഴിഞ്ഞ് ഇപ്പോൾ വരുമ്പോഴും ഈ റിപ്പോർട്ടർ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസം കാണുമ്പോൾ സാർ എന്നെ കാണുമ്പോഴത്തേക്ക് ഇത് നമ്മുടെ കുട്ടിയാ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുന്ന ആ ഒരു വാമത്തുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്നലെ കാണണമെന്നില്ല, വർഷങ്ങൾ കഴിഞ്ഞാലും നമുക്ക് ആ വ്യക്തിയുടെ ലൈഫിൽ അല്ലെങ്കിൽ ആ വ്യക്തി നമ്മളെ ഓർക്കുന്നുണ്ടെങ്കിൽ അത് ഞാനൊരു പ്ലസ് ആയിട്ടാണ് കാണുന്നത്. എവിടെ അവസാനിച്ചോ അവിടെ തന്നെ തുടങ്ങാൻ പറ്റും, എത്ര ഗ്യാപ്പ് ഉണ്ടെങ്കിലും അല്ലേ? അതെ, എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ അതൊരു കാരണം റിപ്പോർട്ടർ എന്ന് പറയുന്നത് അതൊരു വ്യത്യസ്തമായ പ്ലാറ്റ്ഫോമാണ് അന്ന് സാറ് ഡിസൈൻ ചെയ്തത്. ഞാൻ അന്ന് അതിന്റെ ഭാഗമായിട്ട് വരുന്നതും അങ്ങനെ ആ ഒരു ചിന്തയുടെ പുറത്താണ്. അതിൽ നിന്ന് ഇപ്പോൾ പുതിയ രീതിയിലേക്ക് അതിനെ കൊണ്ടുപോകാനായിട്ട് ഒരു ഇത് വരുമ്പോഴേക്കും അതിലേക്കും എനിക്ക് വരാൻ പറ്റുന്നു എന്ന് പറയുന്നത് ഞാനതൊരു പ്ലസ് ആയിട്ടാണ് കാണുന്നത്. കാരണം അത് ദർ ഈസ് സംതിങ്. അന്ന് അവിടെ നിൽക്കാതെ പോയ ഞാൻ ഇവിടെ തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സംതിങ് ഡെസ്റ്റിനി പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഇവിടെ വന്ന് എന്തോ ചെയ്യാനുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനുവേണ്ടി ആയിരിക്കും ബ്രേക്ക് എടുക്കണം എന്നല്ലേ വിചാരിച്ചിരുന്നത്? 24 മാറിയിട്ട് അങ്ങനെ ഒരു ഇല്ല, ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്കുന്നതിനെ പറ്റിയിട്ട് വന്നിട്ടേ ഇല്ല. പക്ഷെ അങ്ങനെ ഒരു ന്യൂസ് വന്നതുപോലെ ഇല്ല, ബ്രേക്ക് എടുത്തില്ല. ഞാൻ കുറച്ച് തീർത്ഥയാത്രയൊക്കെ നടത്തി, ചിത്രങ്ങളൊക്കെ കണ്ടുകാണുമല്ലോ. ഞാനന്ന് കാശിയൊക്കെ പോയി. ഞാനന്ന് ഉത്തർപ്രദേശ് മുഴുവനൊന്ന് പോയിരുന്നു, യാത്ര പോയിരുന്നു. അത് പബ്ലിക് പോളിസി റിസർച്ച് സെന്റർ എന്ന് പറയുന്ന ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അതിന്റെ ഇൻവൈറ്റ് അനുസരിച്ചാണ് അങ്ങനെയാണ് പോയത്. അപ്പോൾ അത് UP ഗവൺമെന്റിന്റെ കൂടി സപ്പോർട്ടോട് കൂടിയുള്ളതാണ്. പക്ഷെ അത് ഞാൻ ഒരു ജേർണലിസ്റ്റ് ആയിട്ട് പോകില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. അതായത് ഞാൻ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ട് പോകുമ്പോൾ അത് ഒരു പൊളിറ്റിക്കൽ കളർ കൊണ്ടുവരാൻ, കാരണം പ്രത്യേകിച്ചും അതിൽ കൂടുതലും BJPയുടെ ആളുകളൊക്കെ ആയിരിക്കാം വരിക. കാരണം UP ഭരിക്കുന്നത് BJP ആണ്.
അപ്പോൾ അവർ ഇൻവൈറ്റ് ചെയ്യുന്ന ആളുകളിൽ ഇൻവൈറ്റീസ് ഫ്രം കേരള അതിൽ കൂടുതലും അത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു പ്രോജക്റ്റ് പോലെയൊക്കെയാണ് വന്നത്. അപ്പോൾ അതിനകത്തൊക്കെ പോകുമ്പോഴേക്കും നമ്മളൊരു മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ട് പോകുന്നത് ശരിയല്ല. പക്ഷേ ജേർണലിസ്റ്റ് എന്ന നിലയിലാണ് എനിക്ക് ഇൻവൈറ്റ് വന്നത്. അപ്പോൾ ജേർണലിസ്റ്റ് എന്ന നിലയിൽ ഞാൻ പോയി. അത് ഞാൻ ഇൻഡിപെൻഡന്റ് ജേർണലിസ്റ്റ് എന്ന നിലയിലാണ് പോയത്. ഞാൻ 24-നെയും ഭാഗമായിരുന്നില്ല, റിപ്പോർട്ടറിനെയും ഭാഗമായിരുന്നില്ല. ആ യാത്ര പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഞാൻ റിപ്പോർട്ടറിൽ ജോയിൻ ചെയ്തത്. അപ്പോൾ റിപ്പോർട്ടർ ഓൾറെഡി എന്നെ ഇൻവൈറ്റ് ചെയ്തെങ്കിൽ ഞാൻ ഈ ഒരു കാര്യം, എനിക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്, അത് ഞാൻ എടുക്കാനുള്ള കാരണം എനിക്ക് നമ്മളൊരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ നമ്മൾ എപ്പോഴും യു പിയിലേക്ക് നോക്കൂ, യു പിയിൽ അത് സംഭവിച്ചില്ലേ എന്ന് പറഞ്ഞ് ചർച്ച ചെയ്യുന്ന ആളുകൾക്ക് യു പി മൊത്തം അതായത് ഗവൺമെന്റിന്റെ സപ്പോർട്ടോടെ കാണാൻ പറ്റുന്ന ഒരു, അതായത് നമ്മൾ സാധാരണഗതിയിൽ പോവുകയാണെങ്കിൽ എത്താൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പോയി കാണാൻ പറ്റും, ഇൻക്ലൂഡിംഗ് രാം ജന്മഭൂമി. അവിടെ അടക്കം പോകാനായിട്ട് പറ്റി. ആ യു പി കണ്ടപ്പോൾ എന്ത് തോന്നി? യു പിയിൽ ഡെവലപ്മെന്റ് ഉണ്ട്. യു പി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പുറത്തുനിന്ന് കാണുന്ന രീതിയിലായിരുന്നില്ല. അവിടുത്തെ ഓരോ കാര്യങ്ങളിലും ഈ ഒരു വികസനം കൊണ്ടുവരാനായിട്ട് അവിടെ പറ്റുന്നുണ്ട് എന്നുള്ളത് അത് നമുക്ക് നേരിട്ട് കണ്ടാലേ അത് മനസ്സിലാവുകയുള്ളൂ. നമ്മൾ ഇവിടെ നിന്ന് പറയാം, പക്ഷേ ഇത്രയും കാലമേ ആയിട്ടുള്ളൂ, യോഗി ആദിത്യനാഥ് വന്നതിന് ശേഷം ഇത്രയും കാലമേ ആയിട്ടുള്ളൂ, ഇനിയും കാര്യങ്ങൾ അവിടെ ചെയ്തു തീർക്കാനുണ്ട്. ഇപ്പോൾ 2047 ഒക്കെ ആകുമ്പോഴേക്കാണ് അവരിതിന്റെ ഒരു ഫുൾ ഫ്ലെജ്ഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ അയോധ്യ രാം ടെമ്പിൾ അതാണല്ലോ അവിടുത്തെ പ്രധാന ഒരു ഫോക്കസ് പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ കാശി വിശ്വനാഥ ക്ഷേത്രം, പിന്നെ ഗ്യാൻവാബി മസ്ജിദ്, അങ്ങനെ വാർത്താ പ്രാധാന്യമുള്ള ഒരുപാട് സ്ഥലങ്ങളുള്ള ഒരിടത്തേക്ക് പോകാൻ കിട്ടിയ ഒരു അവസരം, അത് കൃത്യമായിട്ട് അവിടെ പോകാനായിട്ട് ഉള്ള സമയമാണ്. ആ ഒരു ബ്രേക്ക്, അതൊരു ബ്രേക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് 1 മന്ത്. ഞാൻ മാർച്ച് എൻഡാണ്, മാർച്ച് 31 ഞാൻ റിസൈൻ ചെയ്തത്. ഏപ്രിൽ 1 ഞാനത് അനൗൺസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് 1 മന്ത് എടുക്കുന്നു. അത് കഴിഞ്ഞ് മെയ് 4 ഞാൻ റിപ്പോർട്ടറിൽ ജോയിൻ ചെയ്യുന്നു. നേരത്തെ ഒരു പോയിന്റിൽ നമ്മൾ പറഞ്ഞു, ഇപ്പം ഈ മേഖലയിൽ കുത്തുകളൊക്കെ പുറകിൽ നിന്നാണ് വരുന്നത്, മുന്നിൽ നിന്നല്ല. എല്ലാ മേഖലയിലും ഉള്ളതുപോലെ ഇവിടെയും, അവിടുത്തെ പോലെ ഇവിടെയും നാട്ടോ, ഇവിടെ മാത്രമല്ല. ഇപ്പം പലപ്പോഴും പല തൊഴിലിടങ്ങളിലും സ്ത്രീകളുടെ ജോബ് പോളിസി വേറെ, പുരുഷന്മാരുടെ ജോബ് പോളിസി വേറെ. പറഞ്ഞു വരുമ്പോൾ HR പോളിസീസ് എല്ലാവർക്കും ഒന്നാണ്, പക്ഷേ അത് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുമ്പോൾ സ്ത്രീകൾക്കൊന്നും പുരുഷന്മാർക്ക് മറ്റൊന്നുമായിട്ട് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറച്ച് ഈ നിലപാട് എന്ന് പറയുന്നതുണ്ടല്ലോ, അപ്പോൾ ഞാൻ കുറച്ച് ലൗഡായിട്ട് തന്നെ അങ്ങനെ ഒരു കാര്യം റൈറ്റ് അല്ല എങ്കിൽ പറയുന്ന ആളാണ്. അതിപ്പോൾ HR-നോടായാലും അത് എൻ്റെ ടോപ്പ് മാനേജ്മെന്റിനോടായാലും അതിൽ പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു പോവുക, വിയോജിപ്പുകൾ രേഖപ്പെടുത്തി പോവുക എന്നുള്ളതാണ് ഞാൻ ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള ശൈലി. അത് എൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എൻ്റെ കൂടെയുള്ള ആ ഒരു ഫീമെയിൽ ആരെങ്കിലും ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറയുകയാണെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. കാരണം അങ്ങനെ ഒരു കാര്യത്തിൽ നമ്മളൊരു അലംഭാവം കാണിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഹ്യൂമൻ ബീയിങ് അല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ വ്യക്തിപരമായ കാര്യത്തിലായാലും ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ കൃത്യമായിട്ട് ആ ഫോറത്തിൽ അത് കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്ത് തന്നെ പോകും. അത് ഒന്നും അങ്ങനെ വിടാറില്ല. പോട്ടെ സാരമില്ല, ആ സാരമില്ല എന്നോട് പറ്റില്ല, പോട്ടെ സാരമില്ല എന്നുള്ള അങ്ങനെയുള്ള ഒരു ആശ്വസിപ്പിക്കലിൽ ഞാൻ ഒന്നും നിർത്താറില്ല. ഉണ്ടെങ്കിൽ അടിച്ചങ്ങ് തീർക്കുക. അത് ഇഗ്നോർ ചെയ്തില്ല, അഡ്രസ് ചെയ്യും. അത് ഉറപ്പായിട്ടും അഡ്രസ് ചെയ്തിരിക്കും. കാരണം അഡ്രസ് ചെയ്യാതെ പോകുന്നു എന്നുള്ള അല്ല ജോബ് പോളിസിയുടെ കുഴപ്പമല്ല. എല്ലാ സ്ഥാപനത്തിലും HR നല്ലതാ. HR-ന്റെ കുഴപ്പമല്ല, HR പോളിസിയുടെയും കുഴപ്പമല്ല. നമ്മളതിനെ എങ്ങനെയാണ് നമ്മളതിനെ നേരിടുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അതിനെ ഉപയോഗിക്കുന്നത് എന്നുള്ളതനുസരിച്ചായിരിക്കും. കാരണം പോളിസി എന്നത് ഒന്നേ ഉണ്ടാക്കാൻ പറ്റും ഒരു സ്ഥാപനത്തിന്. പക്ഷെ ആ പോളിസി ഒരാൾക്ക് അനുകൂലമായി കൊണ്ടുവരാനായിട്ട് ഒരു കൂട്ടം ആളുകൾ ശ്രമിച്ചാൽ പറ്റും. പക്ഷെ അവിടെ നമുക്ക് പറയാനുള്ള ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ പറയാനുള്ള ഒരു സ്പേസ് അവിടെ കിടക്കുന്നുണ്ട്. അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതിലെ കാര്യം. ഇപ്പോൾ എന്നെ സസ്പെൻഡ് ചെയ്തതിനു ശേഷം തിരിച്ചെടുത്തതും അതുപോലെ തന്നെ കൃത്യമായി നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണോ ഫൈറ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളത്. ഈ സെയിം ഇഷ്യൂ തന്നെ മറ്റൊരാൾക്ക് വന്നിരുന്നെങ്കിൽ ഞാൻ സ്റ്റാൻഡ് എടുക്കും. ഞാൻ എന്റേതെന്നല്ല, മറ്റൊരാൾക്കാണെങ്കിലും അയാളുടെ ഭാഗത്ത് ജസ്റ്റിസ് ഉണ്ടെങ്കിൽ ഞാൻ അയാൾക്കൊപ്പം നിൽക്കും. ഇപ്പുറത്തുള്ളത് എത്ര പ്രബലരാണെന്നത് ഞാൻ നോക്കില്ല, ജസ്റ്റിസിന്റെ ഭാഗത്തെ ഞാൻ നിൽക്കും. സ്ത്രീകൾക്ക് പാര സ്ത്രീകൾ തന്നെയാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. കാരണം ഞാൻ ആർക്കും പാര വെച്ചിട്ടില്ല. തിരിച്ചുള്ള അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ത്രീയെന്നോ പുരുഷനോ എന്നുള്ളതൊന്നും അല്ല, അത് ആരുമാകാം. ഒരു സ്ത്രീ ആകണം എന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞല്ലോ, അതായത് ഞാൻ തുടക്കം മുതലേ ഇങ്ങനെയാണ്. തുടക്കം മുതലേ അങ്ങനെ ആയി തീരാൻ കഴിയാത്ത ആളുകളുണ്ടാകാം നമ്മുടെ ചുറ്റും. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യാതെ ഈസി വേയിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകാം. അത് സ്ത്രീയെന്നോ പുരുഷനെന്നോ ഒന്നുമില്ല. പെട്ടെന്ന് ഒരു സ്റ്റാർഡത്തിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാകാം. അത് എത്താൻ പറ്റാത്തതിൽ വിഷമിക്കുന്ന ആളുകളും ഉണ്ടാകാം. അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ നമ്മളോട് എന്തെങ്കിലും ഒരു ഗ്രഡ്ജ് തോന്നി, ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് പറയാണ്, അങ്ങനെ ഒരു ഗ്രഡ്ജ് തോന്നി എന്ന് നമുക്ക് മനസ്സിലായാൽ ജസ്റ്റ് ഇഗ്നോർ. കാരണം അവരെ നമുക്ക് തിരുത്താൻ പറ്റില്ല. അവർ ആ ഗ്രഡ്ജ് കാണിച്ചോട്ടെ. അല്ലെങ്കിൽ അവർക്ക് നമ്മൾ ഇങ്ങനെ പോകുന്നത്, നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ അസൂയ ഉണ്ടെങ്കിൽ അസൂയപ്പെടട്ടെന്നേ. നമ്മൾ അത് നോക്കിയിരുന്നാൽ നമ്മൾ വളരുമോ? ഇല്ല. നമ്മൾ നമ്മുടെ ഗ്രോത്തിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ഇന്നയാള് നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ വാലിഡ് ആയിട്ട് നമുക്കത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ, അതായത് ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ ഞാൻ അങ്ങ് അടിച്ച് തകർക്കും, നിങ്ങളെ അങ്ങ് ഇല്ലാതാക്കാൻ ഞാൻ ശ്രമിക്കുകയാണ് എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ ചെറുക്കണം. അല്ലാതെ അവിടെ നമ്മളൊരു പോട്ടെ വെച്ചിരുന്നാൽ നമ്മൾ അങ്ങ് പോകും.
അതുകൊണ്ട് ആർക്കുമായി തട്ടി കളിക്കാനായിട്ട് നിന്ന് കൊടുക്കരുത്. അത് ഏത് മനുഷ്യനായാലും അങ്ങനെ തന്നെ വേണമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നമുക്ക് ഓരോരുത്തർക്കും ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, ഇല്ലേ? സെൽഫ് ഇന്റഗ്രിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഒരു സെൽഫ് എസ്റ്റീം എന്ന് പറയുന്ന ഒന്നുണ്ട്. ഞാൻ അതിൽ വിശ്വസിക്കുന്ന ആളാണ്. എൻ്റെ സെൽഫ് എസ്റ്റീം തകർക്കാനോ എൻ്റെ മുന്നിൽ വെച്ച് മറ്റൊരാളുടെ സെൽഫ് എസ്റ്റീം തകർക്കുന്നതിന് കൂട്ടു നിൽക്കാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ആരായാലും, അത് മെയിൽ ആയാലും ഫീമെയിൽ ആയാലും, അത് അങ്ങനെ ഒരു മെയിൽ ഫീമെയിൽ അങ്ങനെ ഒരു കാറ്റഗറൈസ് ചെയ്തൊന്നും ഞാൻ അതിനെ കാണുന്നില്ല. പക്ഷേ ഒരാളുടെ വ്യക്തിത്വം അല്ലെങ്കിൽ അയാളുടെ ഒരു സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത് അതിന് നമ്മൾ കൊടുക്കേണ്ട ഒരു വാല്യൂ ഉണ്ട്. ആ വാല്യൂവിനെ തകർക്കാനായിട്ട് ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഞാൻ കൈയും കെട്ടി നിൽക്കില്ല. ഫൈറ്റ് ചെയ്ത് തന്നെ അത് കാരണം ഞാൻ എന്നോട് തന്നെ കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്തമാണ്. കാരണം അവിടെ ഞാനത് കാണിച്ചില്ലെങ്കിൽ ഹൂ എൽസ് വിൽ സ്പീക്ക് ഫോർ മീ? ഞാൻ എനിക്ക് വേണ്ടി സംസാരിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ മുന്നിൽ കാണുന്ന ഒരു അനീതിക്കെതിരെ ഞാൻ പ്രതികരിച്ചില്ലെങ്കിൽ വേറെ ആരത് ചെയ്യും? മറ്റേയാൾ ചെയ്യുമെന്ന് കരുതി ഞാൻ മാറി നിന്ന് കഴിഞ്ഞാൽ അത് ശരിയല്ലല്ലോ. അത്രേ ഉള്ളൂ. എല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു. എല്ലാം മനസ്സിലാകേണ്ട ആൾക്കാർക്കൊക്കെ മനസ്സിലായി അല്ലേ? അങ്ങനെയൊന്നുമില്ല. നമ്മളെ ഒരു കാര്യത്തിനെ ഡയറക്റ്റ് ആയിട്ട് ഇൻഡയറക്റ്റ് ആയിട്ടും മനസ്സിലാകേണ്ട ആൾക്കാർക്ക് എപ്പോഴും മനസ്സിലാവും. മനസ്സിലാക്കില്ല എന്ന് എത്രയൊക്കെ പറഞ്ഞു കൊടുത്താലും മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മുഖംമൂടി അണിഞ്ഞിരിക്കുന്ന ആൾക്കാർ. പക്ഷെ ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഈ നമ്മൾ പറയുമല്ലോ മറ്റേ ഒരാളെ നേരിട്ട് പറയാൻ പറ്റില്ലെങ്കിൽ അത് ഇൻഡയറക്റ്റ് ആയിട്ട് പറയും. അതും എൻ്റെ രീതിയല്ല കേട്ടോ. ഞാൻ ഡയറക്റ്റ് ഓൺ ഫേസ്, അത്രേ ഉള്ളൂ. അത് പറഞ്ഞങ്ങ് പോകും. എന്ന് വെച്ചാൽ ആ വ്യക്തിയോട് പിന്നീട് ആ വിദ്വേഷം എൻ്റെ മനസ്സിലുണ്ടാകില്ല. ഇപ്പോൾ ഞാൻ 24-ൽ നിന്ന് എൻ്റെ സസ്പെൻഷൻ വരുന്നു, അത് കഴിഞ്ഞ് എന്നെ തിരിച്ചെടുക്കുന്നു, അത് കഴിഞ്ഞ് ഞാൻ റിസൈൻ ചെയ്യുന്നു, മറ്റൊരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുന്നു. ഇതെല്ലാം ഞാൻ ആ ഒരു കരിയറിൻ്റെ ഫേസ് ആയിട്ട് തന്നെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. അതായത് എന്നെ ഏഷ്യാനെറ്റ് ന്യൂസിൽ നിന്ന് വിളിച്ചുകൊണ്ടുവന്ന ആർ ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന ആ സ്ഥാപനത്തിൻ്റെ ചീഫ് എഡിറ്റർ തന്നെയാണ് എന്നെ ആ സ്ഥാപനത്തിൽ സസ്പെൻഷന് ശേഷം തിരിച്ചെടുക്കുന്നത്. സസ്പെൻഷൻ ഓർഡർ ഇട്ടത് HR ആണ്. അതിൽ എന്താണ് അവർക്ക് അപാകത എന്ന് അവർക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ തിരിച്ചെടുക്കുന്നത്. അതിനെപ്പറ്റി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും പറയണമെന്ന് ആഗ്രഹമുണ്ടോ? അങ്ങനെ ആ വിഷയം ഞാൻ പറഞ്ഞല്ലോ. അതായത് അവിടെ ഞാൻ വാല്യൂ ചെയ്യുന്നത് ആർ ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന എന്നെ ഏഷ്യാനെറ്റ് ന്യൂസിൽ നിന്നും വിളിച്ച വ്യക്തിയെ തന്നെയാണ്. ആ വിളിച്ച വ്യക്തിയുടെ ഒരു കരിയറിൽ അദ്ദേഹം അച്ചീവ് ചെയ്ത കാര്യങ്ങൾ കണ്ടതുകൊണ്ടും അദ്ദേഹത്തിലുണ്ടായ ഒരു ട്രസ്റ്റിൽ മാത്രമാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്തത്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ടെക്നോളജിക്കലി അവർ കൊണ്ടുവന്നിട്ടുള്ള പുതിയ കാര്യങ്ങൾ, ഓഗ്മെന്റഡ് റിയാലിറ്റി അടക്കമുള്ള കാര്യങ്ങൾ, അവിടെ ശ്രീകണ്ഠൻ നായർ പ്ലസ് അനിൽ അയ്യൂർ, ഈ രണ്ട് വ്യക്തികളെയാണ് ഞാൻ അവിടെ ട്രസ്റ്റ് ചെയ്തതും ആ സ്ഥാപനത്തിലേക്ക് എത്തുന്നതും. അതിൽ അനിൽ അയ്യൂറിനെ ഞാൻ അവിടെ വന്നതിന് ശേഷമാണ് ഇദ്ദേഹമാണ് ഇതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നയാളെന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ റിപ്പോർട്ടറിൽ ജോലി ചെയ്യുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇത്രയും ടാലന്റഡ് ആണെന്നുള്ളത് എപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ വ്യക്തികളായിട്ട് തന്നെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഇപ്പോൾ SKN സാറിനെ ഞാൻ എന്തെങ്കിലും മോശമായിട്ട് പറയണം എന്ന ആഗ്രഹത്തോടെ എന്നെ ഞാൻ തുറന്നു പറയാം, ഒരുപാട് ഓൺലൈൻ ചാനലുകളും മാധ്യമ സ്ഥാപനങ്ങളും ഒക്കെ എന്നെ സമീപിച്ചിട്ടുണ്ട്. അങ്ങനെ പറയണം, നിങ്ങളെ സസ്പെൻഡ് ചെയ്തതല്ലേ, നിങ്ങൾ പറയണം. പക്ഷേ എന്നെ സസ്പെൻഡ് ചെയ്തത് ആ ഒരു സ്ഥാപനത്തിന്റെ ഉള്ളിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അതിനുശേഷം എന്നെ തിരിച്ചെടുത്തതും അതേ സ്ഥാപനത്തിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അതവിടെ കഴിഞ്ഞു. ആ നെഗറ്റീവിൽ പിടിച്ചു തൂങ്ങി അതേക്കുറിച്ച് സംസാരിക്കാൻ, അല്ലെങ്കിൽ അവിടെയുള്ള സ്ഥാപനത്തിനകത്തെ ആളുകളെ കുറിച്ച് സംസാരിക്കാൻ, അങ്ങനെ ചെയ്യുന്നത് ശരിയാണെന്ന് ഞാൻ കരുതുന്നില്ല. ആ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്ന, എനിക്കൊപ്പം ജോലി ചെയ്ത, എൻ്റെ കൂടെ അതേ എഡിറ്റോറിയൽ ബോർഡിൽ ഉണ്ടായിരുന്ന ആളുകൾ, ആ ആളുകളോട് എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇറങ്ങുന്നത് വരെ ഉണ്ടായിരുന്ന ആ സ്നേഹം അതേപടി നിൽക്കട്ടെ. കാരണം അവരെ ഞാൻ എങ്ങനെയാണോ ആ പോസിറ്റീവ് ലൈറ്റിൽ കണ്ടത്, ആ SKN, KR ഗോപികൃഷ്ണൻ, അരവിന്ദ്, അനുജ തുടങ്ങി എല്ലാവരെയും, വിജയകുമാർ, ഹാഷ്മി, വേണു ബാലകൃഷ്ണൻ തുടങ്ങി, ക്രിസ്റ്റീന തുടങ്ങി അവിടെയുള്ള എല്ലാവരെയും, ഓൾ സ്റ്റാഫ്, അവരെ എല്ലാവരെയും അവിടെ ജോയിൻ ചെയ്തപ്പോൾ എങ്ങനെയാണോ ഞാൻ കണ്ടത്, ഇഷ്ടപ്പെട്ടത്, അതേ രീതിയിൽ തന്നെ എൻ്റെ മനസ്സിൽ വെക്കാനാണ് എൻ്റെ ആഗ്രഹം. ആ മറുപടി ക്ലിയർ ആയിരിക്കും ഞാൻ കരുതുന്നു. വെരി പ്രൊഫഷണൽ. താങ്ക് യു. എന്തായാലും വളരെ നല്ല രീതിയിൽ എന്താ പറയുക, ഞാൻ എങ്ങനെയാണ് ഇന്റർവ്യൂ കൊണ്ടുപോകേണ്ടെന്ന് ഒരു പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് സംസാരിച്ച് തുടങ്ങിയതിന് ശേഷമാണ് ഓക്കെ എനിക്ക് ആളെ പറ്റി ഒരു നല്ല ധാരണ ഉണ്ടാക്കി തന്നു, പ്രേക്ഷകർക്കും അതുപോലെ നല്ലൊരു ധാരണ ഉണ്ടാക്കി കൊടുത്തു. ഈ തെറ്റിദ്ധാരണ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറിയിട്ടുണ്ടാവും. അല്ല, ഇതാണ് ഞാൻ, ഇതിനപ്പുറത്തേക്കുമില്ല അതിനിപ്പുറത്തേക്കുമില്ല. കാരണം ഒരു ഗ്രഡ്ജ് മനസ്സിൽ വെച്ച് അങ്ങനെ അതേക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന് അങ്ങനെ പോയാൽ നമ്മുടെ സമയമാണ് പോകുന്നത്. അപ്പോൾ എന്താണോ സംഭവിച്ചത് അത് അവിടെ കഴിഞ്ഞു. പാസ്റ്റ് ഈസ് പാസ്റ്റ്. എന്റെ മുന്നിൽ ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ കിടക്കുകയല്ലേ, പിന്നെ ഞാൻ എന്തിനാണ് പാസ്റ്റിനെ കുറിച്ച് ചേർത്ത്? കാരണം എന്റെ ഫസ്റ്റ് ഹാഫേ കഴിഞ്ഞിട്ടുള്ളൂ. അടുത്ത ഹാഫ് ഇതിനേക്കാളും ബെറ്റർ ആക്കാൻ, അത് ലോകം മുഴുവൻ അറിയുന്ന തരത്തിലാക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിലപാടുകൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഇനി ഒരുപാട് ഉയർച്ചകളോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. പ്രൊഫഷണലി, പേഴ്സണലി ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.